ഒരു മനുഷ്യൻ ഭാഗ്യവാനാണെങ്കിൽ അവനുണ്ടാകുന്ന നല്ല സമ്പത്തുകൾ എത്ര വരുമെന്ന് ആർക്കും പ്രവചിക്കാനാവില്ല. അവനെ എടുത്ത് യൂഫ്രട്ടീസ് നദിയിലെറിയുക, ഒന്നും സംഭവിക്കാത്തതുപോലെ കൈയിലൊരു മുത്തുമായി അവൻ നീന്തിക്കയറി വരും. പ്രസിദ്ധമായ ഒരു ബാബിലോണിയൻ പഴമൊഴിയാണിത്. എന്നാൽ ഭാഗ്യമെന്നത് യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒന്നല്ല എന്നാണ് ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ എന്ന പുസ്തകത്തിൽ പറയുന്നത്. സമ്പത്തുണ്ടാക്കാനും ഉണ്ടാക്കിയ സമ്പത്ത് നിലനിർത്തുവാനും വളർത്തുവാനും കോടീശ്വരനാകുവാനും ചില ട്രിക്സ് ആൻഡ് ടെക്നിക്സ് പഠിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യണം. ദർ ഈസ് എ റീസൺ ബിഹൈൻഡ് എവരി സക്സസ്. എല്ലാ വിജയങ്ങൾക്ക് പിന്നിലും ഒരു കാരണമുണ്ട്. ഈ കാരണം അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്മുടെ ജീവിതത്തിലും പകർത്താൻ കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ കഴിയും എന്നതാണ് സാമൂഹിക ശാസ്ത്രജ്ഞന്മാരുടെയും മനഃശാസ്ത്രജ്ഞന്മാരുടെയും അഭിപ്രായങ്ങൾ. ജോർജ് എസ് ക്ലാസൻ എഴുതിയ ദി റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ അഥവാ ബാബിലോണിലെ അതിസമ്പന്നൻ എന്ന പുസ്തകത്തിലൂടെ എഴുത്തുകാരൻ വിശദീകരിക്കുന്നത് വെൽത്ത് മാനേജ്മെന്റ് അഥവാ സമ്പാദ്യം കൈകാര്യം ചെയ്യേണ്ട രീതികളെ പറ്റിയാണ്. വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളുമൊക്കെ തികച്ചും ലളിതമായ രീതിയിലാണ് ക്ലാസൻ തന്റെ പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. ഒരു വ്യക്തിക്ക് തന്റെ ജന്മവാസനകൾ കൊണ്ടും കർമ്മവൈഭവം കൊണ്ടും എങ്ങനെയെല്ലാം സമ്പത്ത് നേടാൻ സാധിക്കും, നമ്മുടെ സമ്പത്ത് കൈകാര്യം ചെയ്യേണ്ട രീതിയും എന്തൊക്കെ ചെയ്താലാണ് നേടാൻ കഴിയും തുടങ്ങി നിരവധി സാമ്പത്തിക രഹസ്യങ്ങൾ ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ എന്ന പുസ്തകത്തിലൂടെ രചയിതാവായ ജോർജ് എസ് ക്ലാസൻ അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെയും പറയുന്നത് നൂതന ഗവേഷണങ്ങളുടെയോ പഠനങ്ങളുടെയോ പിൻബലത്തിലല്ല, മറിച്ച് ബാബിലോൺ എന്ന പുരാതന രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതകഥകളും അവരുടെ സാമ്പത്തിക വിജ്ഞാനവും അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമായിരുന്നു ബാബിലോൺ. അവിടുത്തെ ജനങ്ങൾ മറ്റുള്ള നാടുകളിലെ ആളുകളേക്കാൾ സമ്പാദ്യശീലമുള്ളവരായിരുന്നു. അവരുടെ ചരിത്രം വ്യക്തമായി പഠിച്ച ശേഷമാണ് ക്ലാസൻ തന്റെ നിഗമനങ്ങളിൽ എത്തിയത്. ഈ ബുക്ക് എഴുതിയത് 1924 അതായത് അതിനുശേഷം മാനവരാശി ഏകദേശം 100 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. എന്നാൽ ദി റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ എന്ന പുസ്തകം ഇപ്പോഴും മില്യനേഴ്സ് ബൈബിൾ എന്നാണ് അറിയപ്പെടുന്നത്. ബാബിലോണിയയിലെ സാധാരണക്കാരനായ ഒരു രഥനിർമ്മാതാവായിരുന്നു ബൻസീർ. അക്കാലത്ത് രഥനിർമ്മാണം എന്നത് ഒട്ടും വരുമാനമില്ലാത്ത ഒരു തൊഴിലായിരുന്നു. അതുകൊണ്ടുതന്നെ ബൻസീറും കുടുംബവും വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിതം നയിച്ചിരുന്നത്. തന്റെ ദാരിദ്ര്യപൂർണമായ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പലപ്പോഴും നിരാശ തോന്നിയിരുന്നു. ബൻസീറിനോട് ഭാര്യ വഴക്കിടാത്ത ഒരു ദിവസം പോലുമില്ലായിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും ബൻസീർ കൂടുതൽ നിരാശനും അസ്വസ്ഥനുമായി കാണപ്പെട്ടു. ഒരിക്കൽ ബൻസീറിനെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് കോബി കാണാനെത്തി. ആ നഗരത്തിലെ തന്നെ കഴിവുള്ളൊരു സംഗീതജ്ഞനായിരുന്നു കോബി. ബൻസീറിന്റെ പക്കൽ നിന്നും 2 നാണയത്തുട്ട് കടം വാങ്ങുക എന്നതായിരുന്നു ആ വരവിന്റെ ഉദ്ദേശം. എന്നാൽ തന്റെ കൈവശം ഒരൊറ്റ നാണയം പോലുമില്ല എന്ന വസ്തുത ബൻസീർ വെളിപ്പെടുത്തി. ഇരുവരും തങ്ങളുടെ കഷ്ടപ്പാടുകളും ഒരുപാട് ആഗ്രഹിക്കുന്ന സ്വപ്നജീവിതത്തെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടുകളും പരസ്പരം വിനിമയം ചെയ്തു. സമ്പന്നരല്ലായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് സ്വപ്നങ്ങൾ കൈവരിക്കുക? നിലവിലെ ജീവിതത്തിൽ നിരാശരായി ഭാവിയിൽ ജീവിത നിലവാരം ഉയർത്താനായി എന്തു ചെയ്യാൻ കഴിയുമെന്ന് അവർ ഒരുമിച്ചിരുന്ന് ചിന്തിച്ചു. ബാബിലോണിലെ ഏറ്റവും വലിയ ധനികനാണെന്ന് പറയപ്പെടുന്ന തങ്ങളുടെ പഴയ സഹപാഠി അർക്കാദിനെക്കുറിച്ച് കോബി ബൻസീറിനോട് സംസാരിച്ചു. അർക്കാദ് എങ്ങനെയാണ് ഇത്രയധികം സമ്പന്നനായത് എന്നറിയാനും അയാളിൽ നിന്നും വല്ല ധനസഹായവും കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിച്ച് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ ബൻസീറും കോബിയും തീരുമാനിച്ചു. അവർ അർക്കാദിനെ കാണാനായി പുറപ്പെട്ടു. പഴയ ബാബിലോണിൽ വലിയ സമ്പന്നനായ അർക്കാദ് എന്നൊരാൾ ഒരിക്കൽ ജീവിച്ചിരുന്നു. തന്റെ ബൃഹത്തായ സമ്പത്തിനെ പ്രതി രാജ്യമെമ്പാടും അറിയപ്പെട്ടു പോന്നു ആ മനുഷ്യൻ. തന്റെ ഔദാര്യത്തിൽ പ്രശസ്തനായിരുന്നു അദ്ദേഹം. ദാനധർമ്മങ്ങളിൽ അദ്ദേഹം ഉദാരത കാട്ടി. കുടുംബത്തിനു വേണ്ടിയും നല്ലവണ്ണം ചെലവഴിച്ചു. സ്വന്തം ചെലവുകളിലും അദ്ദേഹം പിശുക്ക് കാട്ടിയില്ല. എന്നാലും ചെലവാക്കിയതിനേക്കാൾ വേഗത്തിൽ ഓരോ വർഷവും തന്റെ സമ്പത്ത് വർദ്ധിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. തന്റെ യൗവനകാലത്തെ ചില സുഹൃത്തുക്കൾ അദ്ദേഹത്തെ വന്നുകണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു: അർക്കാദ്, ഞങ്ങളെക്കാൾ എത്രയോ ഭാഗ്യവാനാണ് താങ്കൾ. ഞങ്ങൾ കഷ്ടി നിലനിൽപ്പിനു വേണ്ടി കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ഈ ബാബിലോണിലേക്ക് വെച്ച് ഏറ്റവും സമ്പന്നനായി തീർന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും മോടിയേറിയ വസ്ത്രങ്ങൾ ധരിക്കാൻ കഴിയും. അസുലഭങ്ങളായ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങിക്കഴിക്കുകയും ചെയ്യാം. ഞങ്ങൾക്കാകട്ടെ
കഷ്ടി 4 ആൾ കാണാൻ കൊള്ളാവുന്ന ഉടുപുടവകൾ കുടുംബാംഗങ്ങൾക്ക് വാങ്ങിക്കൊടുത്ത് സംതൃപ്തരാകേണ്ടി വരുന്നു. ഞങ്ങൾക്കാകാവുന്ന വിധത്തിലൊക്കെ അവരെ അങ്ങനെ തീറ്റിപ്പോറ്റുന്നു എന്നേ ഉള്ളൂ. എങ്കിലും ഒരിക്കൽ നമ്മൾ തുല്യരായിരുന്നല്ലോ. ഒരേ ഗുരുവിന്റെ കീഴിലാണ് നാം പഠിച്ചത്. ഒരേ കളികൾ നാം കളിച്ചു. പഠനത്തിലും കളികളിലുമൊന്നും ഞങ്ങളെക്കാൾ ഒട്ടും മിടുക്കനായിരുന്നില്ല താങ്കൾ. പക്ഷേ ഇത്രയും വർഷങ്ങൾ കൊണ്ട് താങ്കൾ ഞങ്ങളെക്കാൾ സമാദരണീയനായ ഒരു പ്രമുഖനായി മാറി. ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം താങ്കൾ ഞങ്ങളെക്കാളധികം വിശ്വസ്തയോടെ കഠിനാധ്വാനം ചെയ്തിട്ടില്ല. എന്നിട്ടുമെന്റെ ചപലനായ വിധി താങ്കളെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളെല്ലാം ആസ്വദിക്കാനായി തിരഞ്ഞെടുക്കുകയും തുല്യമായ അർഹതയുള്ള ഞങ്ങളെ അവഗണിക്കുകയും ചെയ്തത്? അപ്പോൾ അർക്കാദ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർക്ക് സൽബുദ്ധി ഉപദേശിച്ചു കൊടുക്കുവാൻ ആരംഭിച്ചു. നാം യുവാക്കളായിരുന്ന കാലത്തിനുശേഷം നാളിതുവരെ കഷ്ടിച്ചു ജീവിക്കാനുള്ളതിൽ കവിഞ്ഞ് നിങ്ങൾ സമ്പാദിച്ചിട്ടില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഒന്നുകിൽ സമ്പത്തിനെ പണിതുയർത്തുന്ന നിയമങ്ങൾ അഭ്യസിക്കുന്നതിൽ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ അവയെ പാലിക്കുന്നില്ല. രാജാവിന്റെ രേഖാലയത്തിൽ എഴുത്തുകാരനായി ഞാൻ ജോലി നേടി. ദിവസം തോറും നീണ്ട മണിക്കൂറുകൾ ഞാൻ കളിമൺഫലകങ്ങളിൽ പണിയെടുത്തു. ആഴ്ചകൾ തോറും മാസങ്ങൾ തോറും ഞാൻ പണിയെടുത്തു. പക്ഷേ എന്റെ വരുമാനമായി എനിക്കൊന്നും എടുത്തു കാണിക്കാൻ ഇല്ലായിരുന്നു. ഭക്ഷണവും വസ്ത്രവും പിന്നെ എന്തിനുവേണ്ടി എന്നെനിക്ക് ഓർമ്മയില്ലാത്ത ദേവന്മാർക്ക് അർപ്പിച്ച പരിഹാരങ്ങൾ, ഇതൊക്കെ കൂടി എന്റെ വരുമാനമെല്ലാം കാർന്നു തിന്നു. പക്ഷേ എന്റെ ദൃഢനിശ്ചയം മാത്രം എന്നെ വിട്ടുപോയില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം പലിശക്കാരൻ അൽഗാമിഷ് നഗരാധിപന്റെ ഭവനത്തിൽ വന്നിട്ട് 9-ാം നിയമത്തിന്റെ ഒരു പകർപ്പ് ആവശ്യപ്പെട്ടു. എനിക്കിത് 2 ദിവസത്തിനകം വേണം. ആ സമയം കൊണ്ട് അത് ചെയ്തു കിട്ടിയാൽ ഞാൻ 2 ചെമ്പ് തൊട്ടുതരാം. അതുകേട്ട് ഞാൻ കഠിനമായി പണിയെടുത്തു. പക്ഷേ വളരെ നീണ്ടതായിരുന്നു ആ നിയമം. അൽഗാമിഷ് വന്നപ്പോൾ പകർപ്പെടുക്കൽ തീർന്നിട്ടില്ല. അയാൾക്ക് ദേഷ്യം വന്നു. ഞാൻ അങ്ങോരുടെ അടിമയായിരുന്നുവെങ്കിൽ അടികിട്ടുമായിരുന്നേനെ. പക്ഷേ എന്നെ പരിക്കേൽപ്പിക്കാൻ നഗരാധിപൻ അനുവദിക്കുകയില്ലെന്ന് എനിക്കുറപ്പുണ്ടായിരുന്നതിനാൽ ഭയപ്പെടാതിരുന്ന ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അൽഗാമിഷ്, താങ്കൾ അതീവ സമ്പന്നനാണ്. ഞാനും അങ്ങനെയായിത്തീരാൻ എന്തു ചെയ്യണമെന്ന് പറയുക. ഇന്നു രാത്രി മുഴുവൻ ഞാൻ കളിമണ്ണിൽ കോറിക്കൊണ്ടിരിക്കാം. നാളെ പുലരുമ്പോഴേക്കും പകർപ്പെടുക്കൽ കഴിഞ്ഞിട്ടുണ്ടാകും. അദ്ദേഹം എന്റെ നേരെ നോക്കി പുഞ്ചിരി തൂകി. എന്നിട്ട് പറഞ്ഞു, നീയൊരു നല്ല കള്ളൻ തന്നെ. ഏതായാലും ഞാനിതൊരു വിലപേശലായി എടുക്കുകയാണ്. രാത്രി മുഴുവൻ ഞാനിരുന്ന് ഫലകങ്ങളിൽ കൊത്തി. എന്റെ നടുവ് വേദനിക്കുകയും വിളക്കിന്റെ പുക കണ്ണിലടിച്ച് കാഴ്ച തീരെ മങ്ങുകയും ചെയ്തെങ്കിലും പണി നിർത്തിയില്ല. അദ്ദേഹം പുലർച്ചെ എത്തിയപ്പോഴേക്കും ഫലകങ്ങൾ തയ്യാറായിരുന്നു. ഇനി ഞാൻ പറഞ്ഞു, താങ്കൾ വാഗ്ദാനം ചെയ്തത് പറഞ്ഞ പോലെ തരിക. എന്റെ മകനെ, നീ പറഞ്ഞ പോലത് ചെയ്തു. അദ്ദേഹം ദയാവായ്പോടെ പറഞ്ഞു, ഞാനും പറഞ്ഞതുപോലെ ചെയ്യാം. നീ അറിയാനുദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്തെന്നാൽ ഞാൻ വൃദ്ധനായിക്കൊണ്ടിരിക്കുകയാണ്. കിഴവന്മാർ വായാടികളാണല്ലോ. യൗവന ഉപദേശം തേടി വാർദ്ധക്യത്തെ സമീപിക്കുമ്പോൾ വർഷങ്ങളിലൂടെ ആർജിച്ച ജ്ഞാനം നേടുകയാണ് അവൻ. എന്നാൽ കഴിഞ്ഞ കാലത്തിന്റെ ജ്ഞാനമേ വൃദ്ധർക്കുള്ളൂവെന്നും അതുകൊണ്ട് ഗുണമില്ലെന്നുമാണ് പലപ്പോഴും ചെറുപ്പക്കാർ കരുതുന്നത്. പക്ഷേ ഒന്നോർത്തുകൊള്ളുക, ഇന്ന് പ്രകാശിക്കുന്ന സൂര്യനാണ് നിന്റെ പിതാവ്. ജനിച്ചപ്പോഴും പ്രകാശിച്ചിരുന്നത്. അവസാനത്തെ പേരക്കുട്ടി മരണത്തിലേക്ക് നീങ്ങുന്ന ദിവസവും അതുതന്നെയാകും പ്രകാശിക്കുക. യൗവനത്തിന്റെ ചിന്തകൾ, അദ്ദേഹം തുടർന്നു, പലപ്പോഴും ഉൽക്കകൾ പോലെയാണ്. ആകാശത്തെ പ്രകാശഭരിതമാക്കുന്ന നല്ല വെളിച്ചം പോലെ. എന്നാൽ നാവികന് തന്റെ യാത്ര പൂർത്തിയാക്കാൻ ആശ്രയിക്കാവുന്ന സുസ്ഥിരമായ താരകങ്ങൾ പോലെയാണ് പ്രായത്തിന്റെ ജ്ഞാനം. എന്റെ വാക്കുകൾ ശ്രദ്ധിച്ചുകൊള്ളുക, അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന സത്യം ഗ്രഹിക്കുന്നതിൽ നീ പരാജയപ്പെടും. നീ രാത്രിയിൽ ചെയ്ത പണി പാഴായെന്നും കരുതുകയും ചെയ്യും. പിന്നെ എന്നെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് താഴ്ന്നതെങ്കിലും ഉറച്ച ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ സമ്പാദിച്ചതിന്റെയെല്ലാം ഒരു ഭാഗം എനിക്ക് സൂക്ഷിക്കാനുള്ളതാണ് എന്ന് തീരുമാനിച്ചപ്പോഴാണ് സമ്പന്നതയിലേക്കുള്ള വഴി ഞാൻ കണ്ടെത്തിയത്. നിനക്കും അങ്ങനെ തന്നെയാകാം. പിന്നെ അദ്ദേഹം എന്നെ തുളച്ചു കയറുന്ന ഒരു നോട്ടമങ്ങനെ നോക്കി നിന്നു, ഒരക്ഷരവും ഉരിയാടാതെ. ഇത്രയേ ഉള്ളോ കാര്യം? ഞാൻ ചോദിച്ചു. ഒരു ആട്ടിടയന്റെ ഹൃദയത്തെ പലിശക്കാരന്റെ ഹൃദയമാക്കാൻ അതുമാത്രം മതി.
അദ്ദേഹം മറുപടി പറഞ്ഞു. പക്ഷേ ഞാൻ സമ്പാദിക്കുന്നതെല്ലാം എനിക്ക് സൂക്ഷിക്കാനുള്ളതല്ലേ? ഞാൻ വിട്ടുകൊടുത്തില്ല. ഒരിക്കലുമല്ല, അദ്ദേഹം പറഞ്ഞു. വസ്ത്രനിർമ്മാതാവിന് നീ പണം കൊടുക്കുന്നില്ലേ? ചെരുപ്പുകുത്തിക്കും പണം കൊടുക്കണ്ടേ? നീ തിന്നുന്ന സാധനങ്ങൾക്കും പണം കൊടുക്കണം. പണം ചെലവാക്കാതെ നിനക്ക് ബാബിലോണിൽ ജീവിക്കാനാകുമോ? കഴിഞ്ഞ മാസത്തേതായി എടുത്തുകാണിക്കാൻ നിനക്കെന്ത് സമ്പാദ്യമുണ്ട്? കഴിഞ്ഞ വർഷം എന്തുണ്ടായിരുന്നു? വിഡ്ഢി, നിനക്കൊഴികെ ബാക്കിയെല്ലാവർക്കും നീ പണം കൊടുക്കുന്നുണ്ട്. മന്ദബുദ്ധി, നീ പണിയെടുക്കുന്നത് മറ്റുള്ളവർക്കു വേണ്ടിയാണ്. യജമാനൻ തരുന്നത് തിന്നും ധരിച്ചും അയാൾക്കുവേണ്ടി വേലയെടുക്കുന്ന അടിമയും ഇങ്ങനെ തന്നെ. നീ സമ്പാദിക്കുന്ന സകലതിന്റെയും 10% നീ നിന്റേതു മാത്രമായി സൂക്ഷിച്ചിരുന്നുവെങ്കിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നീ എത്രമാത്രം സമ്പാദിച്ചേനെ? അക്കങ്ങളിലുള്ള അറിവ് എന്നെ വഞ്ചിച്ചില്ല. ഞാൻ പറഞ്ഞു, 1 വർഷം ഞാൻ നേടുന്നത്രയും. നീ പറഞ്ഞത് പാതി സത്യമാണ്, അദ്ദേഹം തിരിച്ചടിച്ചു. നീ സമ്പാദിക്കുന്ന ഓരോ സ്വർണനാണ്യവും നിനക്കുവേണ്ടി ജോലി ചെയ്യുന്ന അടിമയാണ്. അത് സമ്പാദിക്കുന്ന ഓരോ ചെമ്പുതുട്ടും നിനക്കുവേണ്ടി കൂടുതൽ സമ്പാദിക്കുന്ന അതിന്റെ സന്താനമാണെന്നോർക്കുക. നിനക്ക് സമ്പന്നനാകണമെങ്കിൽ നീ സമ്പാദിക്കുന്നതെല്ലാം നിനക്കുവേണ്ടി വരുമാനമുണ്ടാക്കണം. അവയുടെ സന്താനങ്ങളും വരുമാനമുണ്ടാക്കണം. അങ്ങനെ അവയെല്ലാം കൂടി നീ ആഗ്രഹിക്കുന്ന അതിസമ്പന്നത നിനക്ക് തിരിച്ചു തരും. നീ രാത്രി മുഴുവൻ അധ്വാനിച്ചത് ഞാൻ വഞ്ചിച്ചെടുക്കുകയാണ് എന്ന് നീ കരുതുന്നുണ്ടാകണം. അദ്ദേഹം തുടർന്നു. പക്ഷേ ഞാൻ പറയുന്ന സത്യം ഗ്രഹിക്കാനുള്ള ബുദ്ധി നിനക്കുണ്ടെങ്കിൽ നിനക്കു കിട്ടേണ്ടതിന്റെ 1000 മടങ്ങാണ് ഞാൻ തരുന്നത് എന്നോർക്കണം. നീ സമ്പാദിക്കുന്നതിന്റെയെല്ലാം ഒരംശം നിനക്ക് സ്വന്തമാക്കാനുള്ളതാണ്. നീ ഉണ്ടാക്കുന്നത് എത്ര ചെറുതാണെങ്കിലും അതിന്റെ ദശാംശത്തിൽ കുറയാത്ത സംഖ്യ നിനക്കുള്ളതാകണം. നിനക്ക് താങ്ങാനാകുന്ന അത്ര അത് വലുതാകുകയും ചെയ്യാം. അതിനാൽ ആദ്യം നീ നിനക്കുതന്നെ പ്രതിഫലം കൊടുക്കുക. തുന്നൽക്കാരനിൽ നിന്നും ചെരുപ്പുകുത്തിയിൽ നിന്നും നിനക്കാവശ്യമുള്ളതിനേക്കാളധികം വാങ്ങരുത്. ആഹാരത്തിനും ദാനധർമ്മത്തിനും ദേവന്മാർക്ക് പരിഹാരബലി അർപ്പിക്കുവാനും ആവശ്യമുള്ളത് ഉണ്ടായിരിക്കണം. ഒരു വൻവൃക്ഷം എന്നതുപോലെ ഒരു ചെറുവിത്തിൽ നിന്നുമാണ് സമ്പത്ത് വളർന്നുവരുന്നത്. നീ സമ്പാദിക്കുന്ന ആദ്യത്തെ ചെറുചെമ്പുതുട്ടാണ് നിന്റെ വൻ സമ്പത്തായി വളരാൻ പോകുന്ന വൃക്ഷത്തിന്റെ വിത്ത് എന്നതോർമ്മിക്കുക. നീ എത്ര വേഗം ആ വിത്ത് നടുന്നുവോ അത്ര വേഗം ആ വൃക്ഷം വളർന്നു വലുതാകും. എത്ര വിശ്വസ്തതാപൂർവം നീ സുസ്ഥിരമായ സമ്പാദനത്തിലൂടെ അതിനെ പരിപാലിക്കുകയും വെള്ളമൊഴിക്കുകയും ചെയ്യുന്നുവോ അത്ര വേഗം നിനക്കതിന്റെ ശീതളഛായയിൽ സംതൃപ്തിയോടെ കഴിയാം. ഇത്രയും പറഞ്ഞിട്ട് തന്റെ കളിമൺ ഫലകങ്ങളുമെടുത്ത് അദ്ദേഹം സ്ഥലം വിട്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞതിനെപ്പറ്റി ഞാൻ ഗാഢമായി തന്നെ ചിന്തിച്ചു. അത് യുക്തിസഹമാണെന്ന് എനിക്ക് തോന്നി. അതിനാൽ അക്കാര്യമൊന്ന് പരീക്ഷിക്കണമെന്നു തന്നെ ഞാൻ തീരുമാനിച്ചു. എനിക്ക് പ്രതിഫലം കിട്ടിയ ഓരോ തവണയും 10 ചെമ്പുതുട്ടുകളിൽ നിന്ന് ഒരെണ്ണം ഞാൻ എടുക്കുകയും അത് മാറ്റി ഒളിപ്പിച്ചു വയ്ക്കുകയും ചെയ്തു. അത്ഭുതമെന്നേ പറയേണ്ടു. അതില്ലാതെ തന്നെ എന്റെ കാര്യങ്ങളെല്ലാം പഴയതുപോലെ തന്നെ നടന്നു. എന്റെ സമ്പാദ്യം വളരവേ ഇടയ്ക്കൊക്കെ എനിക്ക് പ്രലോഭനങ്ങളുണ്ടായി. ഫീനീഷ്യരുടെ നാട്ടിൽ നിന്ന് ഒട്ടകപ്പുറത്തും കപ്പലിലുമായി കൊണ്ടുവന്ന നല്ല നല്ല സാധനങ്ങൾ കച്ചവടക്കാർ പ്രദർശിപ്പിക്കുന്നത് കണ്ടപ്പോൾ പക്ഷേ ബുദ്ധിപൂർവം ഞാനവ ഒഴിവാക്കി. അൽഗാമിഷ് പോയിട്ട് 12 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചുവന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മകനേ, കഴിഞ്ഞ വർഷം നീ ആകെ സമ്പാദിച്ചതിൽ 10 കുറയാത്ത തുക നിനക്കു തന്നെ നൽകിയില്ലേ? ഞാൻ അഭിമാനത്തോടെ മറുപടി പറഞ്ഞു, അതേ ഗുരു, ഞാനതു ചെയ്തു. അത് നന്നായി, എന്നെ കടാക്ഷിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അതുകൊണ്ട് നീ എന്താണ് ചെയ്തത്? ചുടുകട്ടയുണ്ടാക്കുന്ന അസ്മൂറിന് ഞാനത് കൊടുത്തു. വിദൂര സമുദ്രങ്ങൾ താണ്ടി യാത്ര ചെയ്യാൻ പോകുന്ന താൻ ടൈറിലും പോകുമെന്നും അവിടെ നിന്ന് ഫിനീഷ്യക്കാരുടെ അസുലഭരത്നങ്ങൾ വാങ്ങിക്കൊണ്ടുവരാമെന്നും അയാൾ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അയാൾ മടങ്ങിയെത്തുമ്പോൾ അവ വലിയ വിലയ്ക്ക് ഇവിടെ വിറ്റ് ലാഭം ഞങ്ങൾ പങ്കിട്ടെടുക്കും. വിഡ്ഢി, അദ്ദേഹം മുരണ്ടു. ഓരോ വിഡ്ഢിക്കും ഇതിൽ നിന്നു പഠിക്കാനുണ്ട്. ചുടുകട്ടയുണ്ടാക്കുന്നവന്റെ രത്നവിജ്ഞാനത്തെ നീ എങ്ങനെ ആശ്രയിച്ചു? നക്ഷത്രങ്ങളെക്കുറിച്ചറിയുവാനും നീ ചുടുകട്ട നിർമ്മാതാവിനെ സമീപിക്കുമോ? ഇല്ല. എന്റെ അംഗവസ്ത്രത്തെ പ്രതി ഞാൻ ആണയിട്ടു പറയുന്നു, നീ ജ്യോതിഷിയുടെ അടുത്തേക്ക് പോകൂ. നിനക്ക് ചിന്താശേഷിയുണ്ടെങ്കിൽ ചെറുപ്പക്കാരാ, നിന്റെ സമ്പാദ്യമെല്ലാം പോയി. നിന്റെ സമ്പാദ്യവൃക്ഷത്തെ നീ കടപുഴക്കി കളഞ്ഞല്ലോ. സാരമില്ല, നീ പുതിയതൊന്ന് നട്ടോളൂ.
വീണ്ടും പരിശ്രമിക്കുക. അടുത്ത തവണ നിനക്ക് രത്നസംബന്ധിയായ ഉപദേശം ആവശ്യമായി വന്നാൽ രത്നവ്യാപാരിയുടെ പക്കൽ പോകണം. ആടുകളെ സംബന്ധിച്ച വസ്തുതകൾ അറിയാൻ ആട്ടിടയന്റെ അടുത്ത് പോകുക. സൗജന്യമായി നൽകപ്പെടുന്ന ഒന്നാണ് ഉപദേശം. പക്ഷേ ശ്രദ്ധിക്കുക, അർത്ഥവത്തായ ഉപദേശമേ സ്വീകരിക്കാവൂ. സമ്പാദ്യസംബന്ധമായ കാര്യങ്ങളിൽ അതിൽ അനുഭവമില്ലാത്തവരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്നവൻ അവയുടെ നിഷ്ഫലത സ്വന്തം സമ്പാദ്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് തെളിയിക്കും. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം പോയി. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. തട്ടിപ്പുകാരായ ഫിനീഷ്യർ രത്നങ്ങൾ പോലെ തോന്നിപ്പിക്കുന്ന സ്ഫടികത്തുണ്ടുകളാണ് അസ്മോറിന് വിറ്റത്. ഏതായാലും അൽഗാമിഷ് പ്രബോധിപ്പിച്ചതു പ്രകാരം ഞാൻ വീണ്ടും ദശാംശമായി ഓരോ ചെമ്പുതൊട്ടും കൂട്ടിവെക്കുവാൻ തുടങ്ങി. അതിനകം ഒരു ശീലമായി കഴിഞ്ഞിരുന്നതിനാൽ അതെനിക്ക് ഒട്ടും പ്രയാസമായി തോന്നിയില്ല. വീണ്ടും 12 മാസങ്ങൾക്കുശേഷം പകർത്തിയെഴുതൽക്കാരുടെ ശാലയിലെത്തിയ അൽഗാമിഷ് എന്നോട് ചോദിച്ചു, ഞാൻ മുമ്പു കണ്ടതിനുശേഷം നീ എന്തു പുരോഗതിയുണ്ടാക്കി? ഞാൻ വിശ്വസ്തയോടെ എനിക്ക് തന്നെ പണം നൽകി. ഞാൻ മറുപടി പറഞ്ഞു, ഞാൻ ആ സമ്പാദ്യം പരിചയപ്പണിക്കാരനായ ആഗറിന് പിച്ചള വാങ്ങാൻ വായ്പ നൽകി. 4 മാസം കൂടുമ്പോൾ അദ്ദേഹം എനിക്ക് വീതപണം തരുന്നുണ്ട്. അതുകൊള്ളാം. ആ പിന്നെ, നീ ആ പണം കൊണ്ട് എന്തു ചെയ്യുന്നു? തേനും മുന്തിയ ഇനം വീഞ്ഞും സുഗന്ധക്കൂട്ടു ചേർത്ത കേക്കുമൊക്കെ വാങ്ങി. ഞാൻ നല്ലൊരു സദ്യ നടത്തി. പിന്നെ ഞാനൊരു രക്താംബരം വാങ്ങി. ഇനി ഒരു ദിവസം എനിക്കൊരു കഴുതക്കുട്ടിയെ കൂടി വാങ്ങണം, പുറത്തുകയറി യാത്ര ചെയ്യാൻ. അത് കേട്ട് അൽഗാമിഷ് പരിഹാസപൂർവം ചിരിച്ചു. നിന്റെ സമ്പാദ്യത്തിന്റെ മക്കളെ നീ തന്നെ തിന്നുകളഞ്ഞല്ലോ. അപ്പോൾ പിന്നെ അവർ നിനക്കുവേണ്ടി വേലയെടുക്കുന്നതെങ്ങനെ? അവർക്ക് മക്കളുണ്ടായി അവരും നിനക്കുവേണ്ടി പണി ചെയ്യുന്നതെങ്ങനെ? ആദ്യം നീ നിനക്കായി സുവർണ അടിമകളുടെ ഒരു സൈന്യത്തെ ഉണ്ടാക്കൂ. പിന്നെ നിനക്ക് പശ്ചാത്താപം കൂടാതെ വിഭവസമൃദ്ധമായ ധാരാളം വിരുന്നുകൾ നടത്താൻ കഴിയൂ. ഇതും പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും പോയി. 2 വർഷങ്ങൾക്കു ശേഷം പ്രായാധിക്യത്താൽ മുഖത്തുണ്ടായ ആഴമേറിയ വരകളും തൂങ്ങിയ കണ്ണുകളുമായി ഒരിക്കൽ കൂടി വരും വരെ അദ്ദേഹത്തെ ഞാൻ കണ്ടില്ല. അപ്പോഴദ്ദേഹം എന്നോട് ചോദിച്ചു, അർക്കാദ്, നീ സ്വപ്നം കണ്ട സമ്പത്ത് നീ ഇനിയും നേടിയില്ലേ? ഞാനപ്പോൾ മറുപടി പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ചത്ര നേടിയില്ല, പക്ഷേ കുറച്ചൊക്കെ സമ്പാദിച്ചു. അത് കൂടുതൽ സമ്പാദ്യം ഉളവാക്കുന്നുമുണ്ട്. നീ പിന്നെ ചുടുകട്ടയുണ്ടാക്കുന്നയാളുടെ ഉപദേശം ഇപ്പോഴും തേടാറുണ്ടോ? ചുടുകട്ട നിർമ്മാണ കാര്യത്തിൽ അവർ നല്ല ഉപദേശമാണ് തരുന്നത്. ഞാൻ തിരിച്ചടിച്ചു. അർക്കാദ്, അദ്ദേഹം തുടർന്നു, നീ നിന്റെ പാഠങ്ങൾ നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട്. സമ്പാദിക്കാനാകുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ജീവിക്കാൻ നീ ആദ്യമേ പഠിച്ചു. സ്വന്തം അനുഭവത്തിൽ നിന്ന് ഉപദേശം നൽകാൻ കെൽപ്പുള്ളവരിൽ നിന്ന് അത് തേടാനാണ് പിന്നെ നീ പഠിച്ചത്. അവസാനമായി സ്വർണനാണയങ്ങളെക്കൊണ്ട് നിനക്കുവേണ്ടി പണിയെടുപ്പിക്കാനും നീ പഠിച്ചു. എങ്ങനെ പണം സമ്പാദിക്കണം, അതെങ്ങനെ സൂക്ഷിക്കണം, എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നൊക്കെ നീ സ്വയം അഭ്യസിച്ചു. അതിനാൽ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കാൻ നീ യോഗ്യനാണ്. ഞാൻ വൃദ്ധനായിക്കൊണ്ടിരിക്കുന്നു. ചിലവഴിക്കുന്നതിനെക്കുറിച്ച് മാത്രമേ എന്റെ മക്കൾ ചിന്തിക്കുന്നുള്ളൂ. സമ്പാദിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല. എനിക്ക് ധാരാളം സ്വത്തുണ്ട്, എനിക്ക് നോക്കി നടത്താൻ കഴിയുന്നതിനേക്കാളേറെ. നീ നിപ്പൂറിലേക്ക് പോകുകയും അവിടെ എനിക്കുള്ള വസ്തുവകകൾ നോക്കി നടത്തുകയും ചെയ്താൽ ഞാൻ നിന്നെ എന്റെ പങ്കുകാരനാക്കാം. എന്റെ വസ്തുവകകളിൽ നിന്നും നിനക്ക് ഓഹരി കിട്ടുകയും ചെയ്യും. അങ്ങനെ ഞാൻ നിപ്പൂരിൽ പോയി അദ്ദേഹത്തിന്റെ സ്വത്തുക്കളുടെ ചുമതല ഏറ്റെടുത്തു. അത് വമ്പിച്ചതായിരുന്നു താനും. ഞാൻ ഉത്കർഷേച്ഛയാൽ നിറഞ്ഞിരുന്നതിനാലും സമ്പത്ത് വിജയകരമായി കൈകാര്യം ചെയ്യാനുള്ള 3 നിയമങ്ങളിൽ പ്രാവീണ്യം നേടിയിരുന്നതിനാലും അദ്ദേഹത്തിന്റെ സ്വത്തുക്കളുടെ മൂല്യം വമ്പിച്ച തോതിൽ വർദ്ധിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ ഞാൻ ഒത്തിരി അഭിവൃദ്ധി പ്രാപിച്ചു. അവസാനം അൽഗാമിഷിന്റെ ആത്മാവ് അന്ധകാര പ്രപഞ്ചത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ നിയമാനുസൃതമായി അദ്ദേഹം ഏർപ്പാടു ചെയ്തിരുന്ന പ്രകാരം എനിക്ക് അദ്ദേഹത്തിന്റെ സ്വത്തിൽ ഓഹരി കിട്ടി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അർക്കാദ് തന്റെ കഥ അവസാനിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ചെങ്ങാതിമാരിലൊരാൾ അഭിപ്രായപ്പെട്ടു, അൽഗാമിഷ് താങ്കളെ ഒരവകാശിയാക്കിയല്ലോ, ഭാഗ്യവാൻ. അദ്ദേഹത്തെ ആദ്യമായി കാണുന്നതിനു മുൻപ് തന്നെ എന്നിൽ അഭിവൃദ്ധിപ്പെടാനുള്ള മോഹം ഉണ്ടായിരുന്നു എന്നതിൽ മാത്രമാണ് ഭാഗ്യം. എല്ലാ സമ്പാദ്യത്തിന്റെയും ദശാംശം കരുതിവെക്കുന്നതിനാൽ എനിക്കുള്ള കണിശത 4 വർഷത്തേക്ക് ഞാൻ തെളിയിച്ചു കൊടുത്തില്ലേ? വർഷങ്ങളോളം മീനുകളുടെ ശീലങ്ങൾ പഠിച്ച് കാറ്റിന്റെ ദിശാമാറ്റങ്ങൾ മനസ്സിലാക്കി
അവയെ വലയിലാക്കുന്ന മീൻപിടുത്തക്കാരനെ നിങ്ങൾ ഭാഗ്യവാനെന്ന് വിളിക്കുമോ? സുസജ്ജരല്ലാത്തവരോടുകൂടി ഒട്ടും സമയം ചെലവഴിക്കാത്ത ഗർവിഷ്ഠയായൊരു ദേവതയാണ് അവസരം. ആദ്യ വർഷത്തെ സമ്പാദ്യം നഷ്ടപ്പെട്ടതിനു ശേഷവും മുന്നോട്ടു പോകാൻ തക്കവിധം ഇച്ഛാശക്തി താങ്കൾക്കുണ്ടായിരുന്നു. അക്കാര്യത്തിൽ തികച്ചുമൊരു അസാധാരണ വ്യക്തിത്വം, ഒരാൾ പറഞ്ഞു. ഇച്ഛാശക്തിയോ? അർക്കാദ് നിസ്സാരമട്ടിൽ പറഞ്ഞു. എന്തൊരസംബന്ധം! ഒരൊട്ടകത്തിന് വഹിക്കാനാകാത്ത ഭാരം ഉയർത്താനുള്ള കരുത്ത് ഒരു മനുഷ്യന് ഇച്ഛാശക്തി കൊടുക്കുമോ? ഒരു കാളയ്ക്ക് വലിക്കാനാകാത്ത ചരക്ക് നീക്കാൻ കഴിവ് കൊടുക്കുമോ? പൂർത്തിയാക്കാൻ ഒരാൾ തനിക്ക് തന്നെ നിർണയിച്ച ഒരു പ്രയത്നം നടത്താനുള്ള അചഞ്ചലമായ ഉദ്ദേശബോധ്യം മാത്രമാണ് ഇച്ഛാശക്തി. ഒരു പ്രയത്നം ഞാൻ എനിക്ക് തന്നെ നിർണയിച്ചു കൊടുത്താൽ അതെത്ര തന്നെ നിസ്സാരമായാലും ശരി, പൂർത്തീകരിക്കപ്പെട്ടു എന്ന് ഞാൻ ഉറപ്പുവരുത്തും. സുപ്രധാന കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് മറ്റെങ്ങനെയാണ് ആത്മവിശ്വാസമുണ്ടാകുക? 100 ദിവസത്തേക്ക് ഞാൻ പാലം കടന്ന് പട്ടണത്തിലേക്ക് പോകുമ്പോൾ പാതയിൽ നിന്ന് ഒരു വെള്ളാരം കല്ലുവീതമെടുത്ത് പുഴയിലിടും എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞാൽ ഞാനത് ചെയ്തിരിക്കും. 7-ാം ദിവസം ഞാനത് ഓർമ്മിക്കാതെ നടന്നുപോയാൽ ഞാൻ എന്നോട് തന്നെ ഇപ്രകാരം പറയുകയില്ല: നാളെ ഞാൻ 2 കല്ലുകൾ ഇട്ടാലും അതുകൊണ്ട് മാറ്റമൊന്നും വരില്ലല്ലോ എന്ന്. അതിനു പകരം ഞാൻ പിന്തിരിഞ്ഞു നടന്ന് കല്ലെടുത്തിടും. ഇനി 20-ാം ദിവസമാകുമ്പോൾ ഞാൻ ഇപ്രകാരം ചോദിക്കുകയില്ല: അർക്കാദ്, ഇത് പ്രയോജനരഹിതമായ കാര്യമാണ്. ഓരോ ദിവസവും ഓരോ കല്ലിട്ടാൽ നിനക്കെന്ത് പ്രയോജനമാണുണ്ടാകുക? ഇല്ല, ഞാൻ അപ്രകാരം ചോദിക്കുകയോ ചെയ്യുകയോ ഇല്ല. ഞാൻ എനിക്ക് തന്നെ ഒരു പ്രവൃത്തി നിർണയിച്ചു നൽകിക്കഴിഞ്ഞാൽ ഞാനത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ആകയാൽ പ്രയാസകരവും അപ്രായോഗികവുമായ പ്രയത്നങ്ങൾ തുടങ്ങിവെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നയാളാണ് ഞാൻ. കാരണം ഞാൻ വിശ്രമത്തെ സ്നേഹിച്ചിരുന്നു. അപ്പോഴേക്കും മറ്റൊരു സുഹൃത്ത് എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു. താങ്കൾ പറഞ്ഞത് സത്യമാണെങ്കിൽ അത് സത്യമാണെന്ന് തന്നെ തോന്നുന്നു. അത് യുക്തിസഹവും പിന്നെ ലളിതവുമാകിയാൽ മനുഷ്യർ എല്ലാം ചെയ്താൽ എല്ലാവർക്കും വേണ്ടത്ര സ്വത്ത് നാട്ടിലുണ്ടാവുകയില്ല. മനുഷ്യർ എവിടെയൊക്കെ ഊർജം ചെലവഴിക്കുന്നുവോ അവിടെയൊക്കെ സമ്പത്ത് സൃഷ്ടിക്കപ്പെടുന്നു. അർക്കാദ് മറുപടി പറഞ്ഞു. ഒരു ധനികൻ തനിക്കായൊരു കൊട്ടാരം നിർമ്മിച്ചാൽ അതിനായി അയാൾ ചെലവഴിക്കുന്ന സ്വർണ്ണനാണയങ്ങൾ നഷ്ടപ്പെട്ടു പോകുകയാണോ? ഇല്ല. ചുടുകട്ടയുണ്ടാക്കുന്നവന് അതിലൊരു ഭാഗം കിട്ടുന്നു. ആ ഭവനത്തിനായി വേല ചെയ്യുന്ന ഏവർക്കും പങ്കുകിട്ടുന്നു. പിന്നെ കൊട്ടാരം പണി തീർന്നു കഴിഞ്ഞാൽ അതിന് ചെലവായതിന്റെ എല്ലാം മൂല്യം അതിനുണ്ടാകുകയില്ലേ? അതവിടെ ഉണ്ടായതു കാരണം ആ ഭൂമിക്ക് മൂല്യം വർദ്ധിക്കുകയില്ലേ? അതവിടെ ഉണ്ടായത് കാരണം തൊട്ടടുത്ത ഭൂമിക്ക് മൂല്യം വർദ്ധിക്കുകയില്ലേ? മാന്ത്രികമായ മാർഗങ്ങളിലൂടെയാണ് സമ്പത്ത് പെരുകുന്നത്. അതിന്റെ പരിധി ഒരു മനുഷ്യനും പ്രവചിക്കാനാവില്ല. സമുദ്രവ്യാപാരം നടത്തുന്ന തങ്ങളുടെ കപ്പലുകൾ വഴി കിട്ടുന്ന സമ്പത്തുകൊണ്ട് ഫീനീഷ്യർ തരിശുകടന്ന തീരങ്ങളിൽ മഹത്തായ നഗരങ്ങൾ പടുത്തുയർത്തിയിട്ടില്ലേ? ഞങ്ങളും സമ്പന്നരായി തീരാൻ എന്തു ചെയ്യണമെന്നാണ് അപ്പോൾ താങ്കൾ പറയുന്നത്? സുഹൃത്തുക്കളിൽ മറ്റൊരുവൻ ചോദിച്ചു. കാലം കഴിഞ്ഞുപോയി, നിങ്ങളുടെ യൗവനവും കടന്നുപോയി. ഞങ്ങൾക്കൊന്നും ഇതുവരെ നീക്കിയിരിപ്പുമില്ല. അൽഗാമിഷിന്റെ ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സ്വയം ഇങ്ങനെ പറയണമെന്ന് ഞാൻ ഉത്ബോധിപ്പിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്നതിൻ്റെയെല്ലാം ഓരോഹരി എനിക്ക് സൂക്ഷിക്കാനുള്ളതാണ്. നിങ്ങൾ പ്രഭാതത്തിൽ ഉണർന്നെണീക്കുമ്പോൾ ഇത് പറയുക, ഉച്ചയ്ക്ക് പറയുക, രാത്രിയിലും പറയുക, ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും പറയുക. ഈ വാക്കുകൾ അഗ്നിരേഖകൾ പോലെ ആകാശത്ത് എഴുന്നു നിൽക്കുന്നതായി തോന്നുവോളം ഇത് നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഈ ആശയത്തിൽ നിങ്ങൾക്ക് നല്ല മതിപ്പ് വരണം. ഈ ചിന്തയാൽ നിങ്ങൾ സ്വയം നിറയണം. പിന്നെ ബുദ്ധിപൂർവം എന്തായാലും ഒരു ഓഹരി എടുക്കുക. അതൊരിക്കലും ദശാംശത്തിൽ കുറവാകരുത്. എന്നിട്ടത് മാറ്റിവെക്കുക. ഇത് നടപ്പാക്കാനായി വേണമെങ്കിൽ നിങ്ങളുടെ മറ്റു ചിലവുകളിൽ ആവശ്യമായ ക്രമീകരണവും വരുത്തണം. എന്തായാലും ഇത് മാറ്റിവെക്കലാകണം ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾക്കു മാത്രം അവകാശപ്പെടാവുന്ന ഒരു സ്വത്ത് സ്വന്തമാക്കാനാകുക എന്നത് എത്രമാത്രം ധന്യമായൊരു അനുഭവമാണെന്ന് വേഗത്തിൽ നിങ്ങൾ മനസ്സിലാക്കാനാകും. അത് വളരുംതോറും അത് നിങ്ങളെ ഉദ്ദീപിപ്പിക്കാൻ തുടങ്ങും. പുതിയൊരു ജീവിതാനന്ദം നിങ്ങളെ ലഹരി പിടിപ്പിക്കും. കൂടുതൽ സമ്പാദിക്കാനുള്ള കൂടുതൽ പ്രയത്നങ്ങൾക്ക് നിങ്ങൾ കരുത്തുണ്ടാക്കും. എന്തെന്നാൽ നിങ്ങളുടെ വർദ്ധിച്ച സമ്പാദ്യങ്ങൾക്ക് പഴയ ശതമാനമായിരിക്കുകയില്ലല്ലോ നിങ്ങൾ മാറ്റിവെക്കുക. ഇനി നിങ്ങളുടെ സ്വത്ത് നിങ്ങൾക്കായി പ്രവർത്തിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിക്കണം. അത് നിങ്ങളുടെ അടിമയായിരിക്കട്ടെ. അതിന്റെ മക്കളും മക്കളുടെ മക്കളും നിങ്ങൾക്കായി പണിയെടുക്കട്ടെ. നിങ്ങളുടെ ഭാവിക്കായി ഒരു വരുമാനം ഉറപ്പാക്കുവിൻ. വൃദ്ധരെ കാണുക. ഒരു നാൾ നിങ്ങളും അതുപോലെ ആയിത്തീരും എന്ന കാര്യം മറക്കാതിരിക്കുക. ആകയാൽ
നഷ്ടപ്പെട്ടു പോകാത്ത വിധം നിന്റെ സമ്പത്ത് ഏറെ ശ്രദ്ധയോടെ സൂക്ഷിച്ചുകൊള്ളുക. നിങ്ങളെ വഞ്ചിക്കുന്ന കാഹളമാണ് കൊള്ളപ്പലിശ കിട്ടുമെന്ന വാഗ്ദാനം. അതു കേട്ട് കപ്പൽ നയിക്കുന്ന കപ്പിത്താൻ നഷ്ടവും കുറ്റബോധവുമാക്കുന്ന പാറകളിൽ തട്ടി തകർന്നു പോകും. നിന്റെ കുടുംബം ഇല്ലായ്മയിൽപ്പെട്ട് ക്ലേശിച്ച് പരലോകം പ്രാപിക്കാതിരിക്കാൻ അവർക്കു വേണ്ടത് കൊടുത്തുകൊള്ളുക. അത്തരം സംരക്ഷണത്തിനായി കൃത്യമായ ഇടവേളകളിൽ ചെറിയ തുകകൾ നൽകിക്കൊണ്ടിരിക്കണം. അതിനായി വലിയ തുകകൾ കയ്യിൽ വരട്ടെ എന്ന് കരുതി ഒരു ബുദ്ധിമാനും കാത്തിരിക്കുകയില്ല. ജ്ഞാനികളുടെ ഉപദേശം തേടുക. പണം കൈകാര്യം ചെയ്യാൻ തൊഴിലാക്കിയവരുടെ ഉപദേശം തേടുക. ഞാൻ ചുടുകട്ട നിർമ്മാതാവിനെ എന്റെ പണമേൽപ്പിച്ച് അസ്മോറിന്റെ വഴക്കു കേട്ടതുപോലെയുള്ള അബദ്ധങ്ങളിൽ നിന്ന് അവരെ നിങ്ങളെ രക്ഷിക്കുമാറാകട്ടെ. സുരക്ഷിതമായ കരങ്ങളിൽ നിന്നുള്ള ചെറിയ ആദായമാണ് വലിയ അപകടസാധ്യതകൾ എടുത്തുവെക്കുന്നതിനേക്കാൾ നല്ലത്. നിങ്ങൾ ഭൂമിയിലായിരിക്കെ ജീവിതം ആസ്വദിക്കൂ. അമിതാധ്വാനവും അതിസമ്പാദനവും ആവശ്യമില്ല. നിന്റെ സകല സമ്പാദ്യത്തിന്റെയും ദശാംശം അതുമാത്രമേ നിനക്ക് സൗകര്യപ്രദമായി സൂക്ഷിക്കാനാകൂ എങ്കിൽ അതുകൊണ്ട് സംതൃപ്തനായിക്കൊള്ളുക. അല്ലാത്തപക്ഷം നിന്റെ വരുമാനം പോലെ വ്യയം ചെയ്ത് ജീവിക്കാം. നിങ്ങൾ പിശുക്കന്മാരോ ചെലവാക്കുന്നതിൽ ഭയക്കുന്നവരോ ആയിക്കൂടാ. ഈ ജീവിതം നല്ലതാണ്. ധന്യവും ആസ്വാദികരവുമായ വസ്തുക്കളാലും സമ്പന്നമാണ് ഈ ജീവിതം. സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞിട്ട് മടങ്ങിപ്പോയി. അവരിൽ ചിലർ നിശബ്ദരായിരുന്നു, എന്തെന്നാൽ അവർക്ക് ഭാവനയില്ലാതായിരിക്കുന്നു. അതിനാൽ തന്നെ അവർക്കൊന്നും മനസ്സിലായില്ല. ചിലർ പരിഹാസകരായി. കാരണം ഇത്ര സമ്പന്നനായ ഒരുവൻ അത്ര ഭാഗ്യമില്ലാത്തവരായ പഴയ സുഹൃത്തുക്കൾക്ക് സമ്പത്ത് പങ്കുവെച്ചു കൊടുക്കണമെന്ന് അവർ ചിന്തിച്ചു. എന്നാൽ മറ്റു ചിലർക്ക് പുതിയൊരു വെളിച്ചം കിട്ടി. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മുന്നേറുന്ന ഒരുവനെ നിരീക്ഷിക്കാനാണ് അൽഗാമിഷ് ഓരോ തവണയും ഫലകമെഴുത്തുകാരുടെ ശാലയിലേക്ക് ചെന്നത് എന്നവർക്ക് ബോധ്യപ്പെട്ടു. ആ മനുഷ്യന് പുതിയൊരു പ്രകാശം കണ്ടെത്തിയപ്പോൾ ഒരിടം അയാൾക്കായി കാത്തിരുന്നു. അദ്ദേഹം തന്റെ സ്വന്തം ധാരണകൾ തനിക്കായി രൂപപ്പെടുത്തിയെടുക്കുവോളം അവസരത്തിനായി അയാൾ തയ്യാറെടുക്കുമ്പോഴും മറ്റാർക്കും അവിടം കൈവശമാക്കാനാവില്ലായിരുന്നു. അവസാനം പറഞ്ഞ കൂട്ടർ തുടർന്നു വന്ന വർഷങ്ങളിൽ അർക്കാദിനെ ഇടയ്ക്കിടെ സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹമാകട്ടെ അവരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹം അവരുമായി കൂടിയാലോചനകൾ നടത്തി. വിശാലമായ അനുഭവങ്ങളുള്ളവർ എല്ലായ്പ്പോഴും ആനന്ദത്തോടെ ചെയ്യാറുള്ളതുമാതിരി തന്റെ ജ്ഞാനം അവർക്ക് പങ്കുവെച്ചു കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല, അദ്ദേഹം അവരെ അവരുടെ സമ്പാദ്യങ്ങൾ നല്ല പലിശ കിട്ടത്തക്ക രീതിയിലും സുരക്ഷിതമാക്കുകയും ആദായമില്ലാത്ത പദ്ധതികളിൽ കുരുങ്ങിപ്പോകാതെയും നിക്ഷേപിക്കാൻ സഹായിക്കുകയും ചെയ്തു. അൽഗാമിഷിൽ നിന്ന് അർക്കാദിലേക്കും അർക്കാദിൽ നിന്ന് അവരിലേക്കും കടന്നുവന്ന സത്യത്തെ അവർ തിരിച്ചറിഞ്ഞപ്പോഴാണ് അവരുടെ ജീവിതങ്ങളിൽ ഒരു വഴിത്തിരിവുണ്ടായത്. നിങ്ങൾ നേടുന്നതെല്ലാം നിങ്ങൾക്ക് സൂക്ഷിക്കാനുള്ളതാണ് എന്നതിന്റെ ഒരു ഭാഗം. ബാബിലോണിന്റെ മഹത്വം ഇന്നും നിലനിൽക്കുന്നു. നഗരങ്ങളിൽ വെച്ച് ഏറ്റവും സമ്പന്നൻ എന്ന നിലയിലാണ് അതിന്റെ ഖ്യാതി നാം അറിയുന്നത്. കാരണം അതിന്റെ സമ്പത്ത് അത്ര വലുതായിരുന്നു. എന്നാൽ എല്ലായ്പ്പോഴും അതങ്ങനെയായിരുന്നില്ല. ബാബിലോൺ ജനതയുടെ ജ്ഞാനത്തിന്റെ ഫലമാണ് അവിടുത്തെ സമ്പത്ത്. എങ്ങനെ സമ്പന്നരാകണം എന്ന് അവരാദ്യം പഠിക്കേണ്ടിയിരുന്നു. ശത്രുക്കളായ എല്ലോമ്യരെ തോൽപ്പിച്ച് ബാബിലോണിൽ മടങ്ങിയെത്തിയ നല്ലവനായ സർഗോൺ രാജാവ് ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷത്തെയാണ് നേരിട്ടത്. കൊട്ടാരം വിചാരിപ്പുകാരൻ അതിപ്രകാരം മഹാരാജാവിനെ ധരിപ്പിച്ചു: തിരുമേനി, ഈ ബൃഹത്തായ ജലസേചന കനാലുകളും ദേവന്മാർക്കുള്ള ബ്രഹ്മാണ്ഡമായ ക്ഷേത്രങ്ങളും പണിയിച്ചതിനാൽ നമ്മുടെ ജനതയ്ക്ക് മഹത്തായ അഭിവൃദ്ധി കൈവരികയുണ്ടായി. എന്നാൽ പണികൾ പൂർത്തിയായി നിരവധി വർഷങ്ങളായതോടെ ജനങ്ങൾക്ക് ജീവിതസന്ധാരണത്തിന് മാർഗങ്ങളില്ലാതായിരിക്കുന്നു. പണിക്കാർക്ക് തൊഴിലില്ല. വ്യാപാരികൾക്ക് വളരെ കുറച്ച് ഉപഭോക്താക്കളെയുള്ളൂ. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനാകുന്നില്ല. ജനങ്ങൾക്കാകട്ടെ ആഹാരവസ്തുക്കൾ വാങ്ങാൻ വേണ്ടത്ര സ്വർണ്ണനാണയങ്ങളുമില്ല. മഹത്തായ ഈ പുരോഗതിക്കുവേണ്ടി നാം ചെലവഴിച്ച സ്വർണ്ണനാണയങ്ങളെല്ലാം പക്ഷേ എവിടെ പോയി? രാജാവ് ചോദിച്ചു. അത് അതിന്റെ വഴി കണ്ടെത്തിപ്പോയി എന്നാണെന്റെ ഭയം, വിചാരിപ്പുകാരൻ ഉണർത്തിച്ചു. അത് നമ്മുടെ നഗരത്തിലെ ചുരുക്കം ചില സമ്പന്നരുടെ കൈവശം എത്തിക്കാണണം. ആട്ടിൻപാൽ കറവക്കാരന്റെ കൈകളിലൂടെ ആട്ടിൻപാൽ ചോരുന്നതുപോലെ അത് നമ്മുടെ ഒട്ടുമിക്ക പൗരന്മാരുടെയും വിരലുകൾക്കിടയിലൂടെ അതിവേഗം ചോർന്നുപോയി. ജനങ്ങളിൽ മിക്കവർക്കും വരുമാനത്തിനായി യാതൊന്നുമില്ലാത്തതിനാൽ ആ സ്വർണപ്രവാഹം നിലച്ചുപോയി.
രാജാവ് കുറച്ചുനേരം ചിന്തയിലാണ്ടു. പിന്നെ ചോദിച്ചു, ചുരുക്കം പേർക്ക് എങ്ങനെ ആ സ്വർണ്ണനാണയങ്ങളെല്ലാം സമ്പാദിക്കാനായി? അവർക്ക് അതറിയാം എന്നതുകൊണ്ടുതന്നെ. വിചാരിപ്പുകാരൻ മറുപടി പറഞ്ഞു. വിജയിക്കാൻ അറിയാവുന്നവൻ വിജയിച്ചതുകൊണ്ട് ആരും അയാളെ കുറ്റം പറയാൻ പാടില്ലല്ലോ. ശരിയായ മാർഗങ്ങളിലൂടെ ഒരുവൻ സമ്പാദിച്ചത് മറ്റാർക്കും നീതിപരമായി എടുത്തുമാറ്റാനും കഴിവ് കുറഞ്ഞവർക്ക് നൽകാനും കഴിയില്ലല്ലോ. പക്ഷേ രാജാവ് വീണ്ടും ചോദിച്ചു, സ്വർണ്ണനാണയങ്ങൾ സമ്പാദിച്ചു കൂട്ടുന്നതെങ്ങനെയാണെന്ന് എല്ലാ പൗരന്മാർക്കും പഠിക്കാമല്ലോ. അങ്ങനെ അവർക്കെല്ലാം അഭിവൃദ്ധി പ്രാപിക്കാമല്ലോ. തീർച്ചയായും തിരുമനസ്സേ. പക്ഷേ ആർക്കാണത് പഠിപ്പിക്കാനാകുക? പുരോഹിതന്മാർക്കതിന് കഴിയില്ല. കാരണം ധനസമ്പാദനം അവർക്കറിഞ്ഞുകൂടാ. വിചാരിപ്പുകാരാ, സമ്പന്നനാകുന്നതെങ്ങനെയാണെന്ന് നമ്മുടെ നഗരത്തിൽ ഏറ്റവും നന്നായി അറിയുന്ന ആർക്കാണ്? രാജാവ് ചോദിച്ചു. ചോദ്യത്തിൽ തന്നെ ഉത്തരവുമുണ്ട് തിരുമനസ്സേ. ബാബിലോണിൽ ഏറ്റവുമധികം സമ്പാദ്യമുണ്ടാക്കിയതാരാണോ അയാൾ. ശരിയായ ഉത്തരം. കഴിവുറ്റവനായ എന്റെ വിചാരിപ്പുകാരാ, അർക്കാദാണ് ആ വ്യക്തി. ബാബിലോണിലെ അതിസമ്പന്നൻ അദ്ദേഹമാണ്. നാളെ അദ്ദേഹത്തെ എന്റെ മുന്നിൽ ഹാജരാക്കൂ. പിറ്റേ ദിവസം രാജാവിന്റെ ഉത്തരവ് പ്രകാരം അർക്കാദ് അദ്ദേഹത്തിനു മുന്നിൽ ഹാജരായി. തനിക്ക് വയസ്സ് 70 എന്നത് കാര്യമാക്കാതെ നല്ല ചൊടിയോടെ വളയാത്ത മുതുകുമായാണ് അദ്ദേഹം എത്തിയത്. അർക്കാദ്, രാജാവ് പറഞ്ഞു, താങ്കളാണ് ബാബിലോണിലെ ഏറ്റവും സമ്പന്നൻ എന്ന് കേൾക്കുന്നത് ശരിയാണോ? അങ്ങനെയാണ് പറയപ്പെടുന്നത് തിരുമനസ്സേ. ആരും അതിനെ ചോദ്യം ചെയ്തിട്ടുമില്ല. താങ്കൾ എങ്ങനെയാണ് ഇത്ര സമ്പന്നനായത്? നമ്മുടെ ഈ നല്ല നഗരത്തിൽ എല്ലാ പൗരന്മാർക്കും ലഭ്യമായ അവസരങ്ങൾ ഉപയോഗിച്ചാണ് തിരുമനസ്സേ. താങ്കൾക്ക് ഒരു തുടക്കമിടാൻ ഒന്നുമുണ്ടായിരുന്നില്ലേ? സമ്പത്തിനോടുള്ള അദമ്യമായ മോഹം മാത്രം, അതല്ലാതെ മറ്റൊന്നുമില്ല. അർക്കാദ്, രാജാവ് തുടർന്നു, സമ്പത്ത് ആർജിക്കേണ്ടത് എങ്ങനെയാണെന്ന് വളരെ കുറച്ചുപേർ മാത്രം മനസ്സിലാക്കുകയും അവരത് കുത്തകയാക്കി വയ്ക്കുകയും ചെയ്യുന്നതിനാൽ നഗരം തികച്ചും അസന്തുഷ്ടമായൊരു അവസ്ഥയിലാണ്. പൗരഗണത്തിൽ സിംഹഭാഗത്തിനും അവർ നേടുന്ന സ്വർണ്ണനാണ്യങ്ങളുടെ ഏതെങ്കിലുമൊരു പങ്ക് സൂക്ഷിച്ചുവെക്കാനുള്ള അറിവില്ല. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരമായി ബാബിലോൺ മാറണം എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനായി നിരവധി സമ്പന്നരുള്ള നഗരമായി അത് പരിണമിക്കണം. ആകയാൽ സമ്പത്ത് ആർജിക്കേണ്ടതെങ്ങനെയാണെന്ന് നാം ജനങ്ങളെയെല്ലാം പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. പറയൂ അർക്കാദ്, സമ്പത്ത് ആർജിക്കാൻ എന്തെങ്കിലും രഹസ്യതത്വമുണ്ടോ? അത് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കാനാകുമോ? അത് പ്രായോഗികമാണ് തിരുമനസ്സേ. ഒരാൾക്ക് അറിയാവുന്ന അക്കാര്യം മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കാനാകും. രാജാവിന്റെ കണ്ണുകൾ തിളങ്ങി. അർക്കാദ്, ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകളാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. മഹത്തായ ഈ ലക്ഷ്യത്തിനായി താങ്കൾ സ്വന്തം സേവനം വിട്ടുകൊടുക്കുമോ? താങ്കളിത് ഒരു കൂട്ടം അധ്യാപകർക്ക് പറഞ്ഞുകൊടുക്കില്ലേ? അവരോരോരുത്തരും മറ്റുള്ള കുറെ പേരെയും. അവരങ്ങനെ എന്റെ അധികാരസീമയിലെ അർഹരായ സകലരെയും ഇത് പഠിപ്പിക്കട്ടെ. അർക്കാദ് വണങ്ങിക്കൊണ്ടു പറഞ്ഞു, അങ്ങേക്കു കൽപ്പിക്കാനാകുന്ന ഒരു എളിയ ദാസനാണ് ഞാൻ. എന്റെ സഹപൗരന്മാരുടെ നന്മയ്ക്കും എന്റെ രാജാവിന്റെ മഹത്വത്തിനുമായി ഞാൻ എനിക്കുള്ള ഏതു ജ്ഞാനവും സന്തോഷപൂർവ്വം പകർന്നു നൽകാം. അങ്ങയുടെ വിചാരിപ്പുകാരനോട് 100 പേരെ വിളിച്ചുകൂട്ടാൻ കൽപ്പിച്ചാലും എന്റെ പണസഞ്ചിയെ കൊഴുപ്പിച്ച 7 തത്വങ്ങൾ ഞാൻ അവരെ പഠിപ്പിക്കാം. അങ്ങനെ ബാബിലോണിൽ ശുഷ്കമായ പണസഞ്ചിയുള്ളവർ ആരുമില്ലാതാകുമാറാകട്ടെ. അങ്ങനെ ഒരു പക്ഷത്തിന് 2 ആഴ്ചയ്ക്ക് ശേഷം രാജാവിന്റെ കൽപ്പനപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട 100 പേർ വിദ്യാക്ഷേത്രത്തിന്റെ മഹാശാലയിൽ സമ്മേളിച്ചു. ഒരു അർദ്ധവൃത്തത്തിലെ വർണ്ണശബളമായ ഇരിപ്പിടങ്ങളിൽ അവർ ആസനസ്ഥരായി. ചെറിയൊരു പീഠത്തിനരികെ അർക്കാദ് ഇരുന്നു. പീഠത്തിന്മേൽ നറും സുഗന്ധം പരത്തുന്ന വിശുദ്ധ ധൂമപാത്രം പുകയാൻ തുടങ്ങി. അതാ നോക്കൂ, ബാബിലോണിലെ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ. അർക്കാദ് എഴുന്നേറ്റപ്പോൾ അടുത്തിരിക്കുന്നയാളെ തോണ്ടിക്കൊണ്ട് ഒരു പഠിതാവ് മന്ത്രിച്ചു. പക്ഷേ നമ്മളെയൊക്കെ പോലെ തന്നെ ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹവും. നമ്മുടെ മഹാരാജാവിന്റെ ഉത്തരവാദിത്തബോധമുള്ള ഒരു പ്രജ എന്ന നിലയിൽ അർക്കാദ് ആരംഭിച്ചു. തിരുമനസ്സിനെ സേവിക്കാനായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാനിവിടെ നിൽക്കുകയാണ്. സ്വർണ്ണനാണയങ്ങൾ സമ്പാദിക്കാൻ ഒത്തിരി ആഗ്രഹിച്ച ഒരു ദരിദ്ര യുവാവായിരുന്നു ഒരിക്കൽ ഞാൻ. അത് നേടാൻ എന്നെ പ്രാപ്തനാക്കിയ ജ്ഞാനം ഒരിക്കൽ ഞാൻ കണ്ടെത്തി. ആ ജ്ഞാനം നിങ്ങൾക്കും പകർന്നു തരണമെന്ന് തിരുമനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. ഏറ്റവും എളിയ നിലയിൽ നിന്നാണ് ഞാൻ എന്റെ സമ്പത്ത് സമാർജിക്കാൻ ആരംഭിച്ചത്. നിങ്ങളും ബാബിലോണിലെ ഓരോ പ്രജയും ഇന്ന് ആസ്വദിക്കുന്ന സൗകര്യങ്ങളൊന്നും അന്ന് എനിക്കുണ്ടായിരുന്നില്ല.
എന്റെ നിധിയുടെ ആദ്യത്തെ ഭണ്ഡാരം എന്റെ കുഞ്ഞു മടിശീല മാത്രമായിരുന്നു. അതിന്റെ ശൂന്യത എന്നെ എത്ര നിരാശപ്പെടുത്തിയിരുന്നുവെന്നോ. അതിൽ നിറഞ്ഞുവീർത്ത് സ്വർണ്ണനാണ്യങ്ങളുടെ കിലുക്കം കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. അതിനാൽ മെലിഞ്ഞ മടിശീലകൾക്കായുള്ള ഓരോ പരിഹാരവും ഞാൻ തേടി. അങ്ങനെ ഞാൻ 7 എണ്ണം കണ്ടുപിടിച്ചു. എനിക്ക് മുന്നിൽ സമ്മേളിച്ചിരിക്കുന്ന നിങ്ങൾക്കായി ഞാൻ മെലിഞ്ഞ മടിശീലകൾക്കുള്ള 7 പരിഹാരങ്ങൾ വിശദീകരിക്കാം. ഒത്തിരി സമ്പത്ത് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഞാൻ നിർദ്ദേശിക്കുന്ന പരിഹാരങ്ങളാണവ. ഇനി വരുന്ന 7 ദിവസങ്ങളിൽ ഒരു ദിവസം ഒന്നു വീതം നിങ്ങൾക്കവ വിശദീകരിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്ന ജ്ഞാനം നിങ്ങൾ സശ്രദ്ധം ഗ്രഹിക്കണം. അതേക്കുറിച്ച് ഞാനുമായി വാദപ്രതിവാദം നടത്തണം. നിങ്ങൾ പരസ്പരം ചർച്ച ചെയ്യണം. നിങ്ങളുടെ മടിശീലയിലും സമ്പത്തിന്റെ പിത്തുപാകാൻ തക്കവിധം ഈ പാഠങ്ങൾ നല്ലവണ്ണം പഠിച്ചുകൊള്ളുക. സ്വന്തമായി ഒരു സമ്പാദ്യം വളർത്തിയെടുക്കാൻ നിങ്ങൾ ഓരോരുത്തരും ബുദ്ധിപൂർവം തുടക്കമിടണം. അങ്ങനെ നിങ്ങൾ സ്വയം യോഗ്യത നേടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ സത്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കാനാകൂ. നിങ്ങളുടെ പണക്കിഴിയെ കൊഴുപ്പിക്കേണ്ടതെങ്ങനെയാണെന്ന് ലളിതമായ രീതിയിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. ഇതാണ് സമ്പത്തിന്റെ ക്ഷേത്രത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി. ആദ്യ പടിയിൽ ചുവടുറപ്പിക്കാതെ ആർക്കും ഒരു കയറ്റം പൂർത്തിയാക്കാനാകില്ല. നമുക്കിനി ആദ്യ പരിഹാരം എന്താണെന്ന് നോക്കാം. 2ാം നിരയിൽ ചിന്താധീനനായിരിക്കുകയായിരുന്ന ഒരു മനുഷ്യനോട് അർക്കാദ് ഇപ്രകാരം ചോദിച്ചു: എന്റെ നല്ലവനായ സുഹൃത്തേ, താങ്കൾ എന്തു ജോലിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്? അദ്ദേഹം മറുപടി പറഞ്ഞു, പകർത്തിയെഴുത്തുകാരനാണ്. ഞാൻ കളിമൺ ഫലകങ്ങളിൽ രേഖകൾ കൊത്തിക്കൊടുക്കുന്നു. എന്റെ ആദ്യകാല ചെമ്പുതൊട്ടുകൾ ഞാൻ നേടിയിരുന്നതും ആ തൊഴിലിൽ നിന്നാണ്. ആകയാൽ വലിയൊരു സമ്പാദ്യം വളർത്തിയെടുക്കാൻ താങ്കൾക്കും തുല്യാവസരമുണ്ട്. പിന്നെ അദ്ദേഹം പിൻനിരയിലിരുന്ന തുടുത്ത മുഖമുള്ള ഒരാളോട് സംസാരിച്ചു. താങ്കളും പറയൂ, അഷ്ടിക്കു വക കണ്ടെത്താൻ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം മറുപടി പറഞ്ഞു, ഒരു കശാപ്പുകാരനാണ്. ആടുവളർത്തുകാരിൽ നിന്നും ഞാൻ അവയെ വാങ്ങി കശാപ്പു ചെയ്തിട്ട് മാംസം വീട്ടമ്മമാർക്കും തോൽ ചെരിപ്പുണ്ടാക്കുന്നവർക്കും കൊടുക്കുന്നു. താങ്കളും തൊഴിൽ ചെയ്ത് സമ്പാദിക്കുന്ന ആളായതിനാൽ ഞാൻ നേടിയ നേട്ടം ഉണ്ടാക്കാനുള്ള സകല അവസരങ്ങളുമുണ്ട്. ഇങ്ങനെ ഓരോരുത്തരും താൻ തങ്ങളുടെ ജീവിതമാർഗം തേടുന്ന രീതി അർക്കാദ് ചോദിച്ചു മനസ്സിലാക്കി. അവരോടുള്ള തന്റെ ചോദ്യങ്ങൾ അവസാനിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ ശിഷ്യരെ, ആളുകൾ പണം സമ്പാദിക്കാനായി ഏർപ്പെടുന്ന പല പല തൊഴിൽ മാർഗങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഈ വരുമാനമാർഗങ്ങളെല്ലാം പൊന്നൊഴുകുന്ന വഴികളും കൂടിയാണ്. അവയിൽ നിന്ന് ഓരോ തൊഴിലാളിയും തന്റെ അധ്വാനഫലത്തിന്റെ ഒരംശം സ്വന്തം പണക്കിഴിയിലേക്ക് തിരിച്ചുവിടണം. അങ്ങനെ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് നിങ്ങൾ ഓരോരുത്തരുടെയും പണക്കിഴിയിലേക്ക് ചെറുതോ വലുതോ ആയ നാണയമൊഴുക്ക് സംഭവിക്കുന്നു. അത് ശരിയല്ലേ? അതുകേട്ട് അവരെല്ലാം ശരിയെന്ന് സമ്മതിച്ചു. അപ്പോൾ അർക്കാദ് വീണ്ടും പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങൾക്കായി വൻ സമ്പത്ത് ആർജിക്കാൻ ആഗ്രഹിക്കുന്ന പക്ഷം നിലവിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ വരുമാനമാർഗം തന്നെ അതിനായി ഉപയോഗിച്ചു തുടങ്ങുന്നതല്ലേ ബുദ്ധി? അതിനോട് അവരെല്ലാം യോജിച്ചു. മുട്ടവിൽപ്പനക്കാരനെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരു എളിയ മനുഷ്യനു നേരെയാണ് തുടർന്ന് അർക്കാദ് തിരിഞ്ഞത്. താങ്കളുടെ കുട്ടകളിലൊന്ന് തിരഞ്ഞെടുത്തിട്ട് ഓരോ പ്രഭാതത്തിലും അതിലേക്ക് 10 മുട്ട വീതം വയ്ക്കുന്നു എന്നിരിക്കട്ടെ. അതിൽ നിന്ന് 9 മുട്ടകൾ വീതം എടുക്കുകയും ചെയ്യുന്നു. കാലക്രമത്തിൽ എന്താകും സംഭവിക്കുക? കുറച്ചു കഴിയുമ്പോൾ അത് നിറഞ്ഞു കവിയും. എന്തുകൊണ്ട്? എന്തെന്നാൽ ഓരോ ദിവസവും ഞാൻ എടുക്കുന്നതിനേക്കാൾ 1 മുട്ട അധികമായി വയ്ക്കുന്നു. അർക്കാദ് ഒരു പുഞ്ചിരിയോടെ തന്റെ പഠിതാക്കളുടെ നേരെ തിരിഞ്ഞു. ഇവിടെ ആർക്കെങ്കിലും ശുഷ്കിച്ച പണസഞ്ചിയുണ്ടോ? ആദ്യം വിസ്മയഭരിതരായിരുന്ന അവർ പിന്നെ ചിരിച്ചു. അവസാനം തങ്ങളുടെ പണസഞ്ചികൾ പരിഹാസപൂർവ്വം ഉയർത്തിവീശി. കൊള്ളാം, അദ്ദേഹം തുടർന്നു. ഇനി ഞാൻ മെലിഞ്ഞൊരു പണക്കിഴിയെ കൊഴുപ്പിക്കാനുള്ള 1ാമത്തെ പരിഹാരം പഠിപ്പിക്കാം. മുട്ടക്കച്ചവടക്കാരന് ഞാൻ നിർദ്ദേശിച്ച അതേ കാര്യം നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ പണസഞ്ചിയിലിട്ട ഓരോ 10 നാണയങ്ങളിൽ നിന്നും ഉപയോഗത്തിനായി 9 എണ്ണം മാത്രമേ എടുക്കാവൂ. നിങ്ങളുടെ പണസഞ്ചി വേഗം വീർക്കാൻ തുടങ്ങും. ഏറിവരുന്ന അതിന്റെ ഭാരം സുഖപ്രദവും ആത്മസംതൃപ്തിദായകവുമാണ്. ഞാൻ പറയുന്നത് ലളിതമായതുകൊണ്ടുമാത്രം പരിഹസിക്കരുതേ. സത്യം എന്നും ലളിതമാണ്. ഞാൻ എന്റെ സമ്പത്ത് എങ്ങനെയുണ്ടാക്കിയെന്ന് നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞിരുന്നു. ഇതായിരുന്നു എന്റെ തുടക്കം. ഒരിക്കൽ ഞാനും കൊണ്ടു നടന്നിരുന്നത് മെലിഞ്ഞ പണസഞ്ചിയാണ്. എന്റെ മോഹങ്ങളെ ശമിപ്പിക്കാൻ മാത്രം ഇല്ലായിരുന്നതിനാൽ ഞാനതിനെ ശപിക്കുമായിരുന്നു. എന്നാൽ
ഞാനതിൽ നിക്ഷേപിച്ച 10 നിന്ന് 9 മാത്രം തിരികെ എടുക്കുന്ന ശീലം തുടങ്ങിയതോടെ അത് തടിച്ചു കൊഴുക്കാനും തുടങ്ങി. അതുപോലെ നിങ്ങളുടേതിനും സംഭവിക്കും. ഞാനിനി നിങ്ങളോട് വിചിത്രമായൊരു സത്യം പറയാം. പക്ഷേ അതിന്റെ കാരണമൊന്നും എനിക്കറിയില്ല. വരുമാനത്തിന്റെ 10-ൽ 9 ഭാഗത്തിലധികം ചെലവാക്കുന്നത് അവസാനിപ്പിച്ചിട്ടും എന്റെ കാര്യങ്ങൾ പഴയതുപോലെ തന്നെ നടന്നു. എനിക്ക് പഴയതിലുമധികം ഞെരുക്കമുണ്ടായില്ല. മാത്രമല്ല, വൈകാതെ പഴയതിലും എളുപ്പത്തിൽ പണം എന്നിലേക്ക് വരാൻ തുടങ്ങി. തീർച്ചയായും അതൊരു ദിവ്യനിയമമാണ്. തന്റെ സർവ്വവരുമാനങ്ങളിൽ നിന്ന് ഒരു നിശ്ചിത ഭാഗം ചിലവാക്കാതെ സൂക്ഷിക്കുന്നവനിലേക്ക് സമ്പത്ത് കൂടുതൽ എളുപ്പത്തിൽ വന്നുചേരുന്നു. അതുപോലെ കാലിയായ പണസഞ്ചിയുള്ളവനെ സ്വർണ്ണനാണ്യങ്ങൾ ഒഴിഞ്ഞു പോകുകയും ചെയ്യുന്നു. നിങ്ങൾ ഏതാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്? ദൈനംദിനമുള്ള നിങ്ങളുടെ കൊച്ചുകൊച്ചാഗ്രഹങ്ങളുടെ പൂർത്തീകരണമോ, ഒരാഭരണം, കുറച്ച് കൗതുക വസ്തുക്കൾ, മെച്ചപ്പെട്ട ഉടുപ്പുടവകൾ, കൂടുതൽ ആഹാരം എന്നിവ, അതോ സ്ഥാവര വസ്തുക്കളോ? സ്വർണം, ഭൂമി, ആട്ടിൻപറ്റങ്ങൾ, കച്ചവട വസ്തുക്കൾ, ആദായമുണ്ടാക്കുന്ന നിക്ഷേപങ്ങൾ എന്നിവ. പണസഞ്ചിയിൽ നിന്ന് നിങ്ങൾ എടുക്കുന്ന നാണയങ്ങൾ ആദ്യത്തെ കാര്യങ്ങൾ തരുന്നു. നിങ്ങൾ എടുക്കാതെ സൂക്ഷിക്കുന്ന നാണയങ്ങൾ രണ്ടാമത്തവയും തരുന്നു. പ്രിയ ശിഷ്യരെ, എന്റെ മെലിഞ്ഞ പണസഞ്ചിക്കായി ഞാൻ കണ്ടുപിടിച്ച ആദ്യ പരിഹാരം ഇതായിരുന്നു. ഞാൻ അതിൽ ഇടുന്ന ഓരോ 10 നാണയങ്ങളിൽ നിന്നും 9 എണ്ണമേ ഞാൻ ചെലവാക്കുകയുള്ളൂ. ഇത് നിങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കുവിൻ. ഇത് സത്യമല്ലെന്ന് ആരെങ്കിലും തെളിയിക്കുന്ന പക്ഷം നാം നാളെ രാവിലെ വീണ്ടും സമ്മേളിക്കുമ്പോൾ എന്നോട് പറയുക. നിങ്ങളിൽ ചിലർ, എന്റെ ശിഷ്യർ, ഇങ്ങനെ എന്നോട് ചോദിച്ചു: തങ്ങൾ സമ്പാദിക്കുന്നത് അവശ്യ ചെലവുകൾക്ക് പോലും മതിയാതെ വരുന്ന സാഹചര്യത്തിൽ പണസഞ്ചിയിൽ വരുന്ന നാണയങ്ങളുടെ ദശാംശം തങ്ങൾക്കെങ്ങനെയാണ് സൂക്ഷിക്കാനാകുക എന്ന്. അങ്ങനെ അർക്കാദ് 2-ാം ദിവസം തന്റെ ശിഷ്യരെ അഭിസംബോധന ചെയ്തു. ഇന്നലെ നിങ്ങളിൽ എത്ര പേർക്കാണ് ശുഷ്കമായ പണസഞ്ചികൾ ഉണ്ടായിരുന്നത്? ഞങ്ങൾക്കെല്ലാവർക്കും, ശിഷ്യഗണം ഒരേ സ്വരത്തിൽ പറഞ്ഞു. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും സമ്പാദിക്കുന്നത് ഒരേ തോതിലല്ല. ചിലർ മറ്റു ചിലരേക്കാൾ വളരെയധികം സമ്പാദിക്കുന്നു. ചിലർക്ക് സാമാന്യം വലിയ കുടുംബങ്ങളെ പോറ്റേണ്ടതുണ്ട്. എന്നിട്ടും സകല സഞ്ചികളും ഒരേപോലെ മെലിഞ്ഞതായിരുന്നു. ഇനി ഞാൻ നിങ്ങളോട് മനുഷ്യരെയും മനുഷ്യപുത്രരെയും സംബന്ധിച്ച ഒരു അസാധാരണ സത്യം പറയാം. അതിതാണ്: നാം ബോധപൂർവം തടയിടാത്ത പക്ഷം നാം ഓരോരുത്തരും നമ്മുടെ അത്യാവശ്യ ചെലവുകൾ എന്ന് പറയുന്ന കാര്യം നമ്മുടെ വരുമാനത്തിന് തുല്യമാകും വിധം എന്നും വളർന്നുകൊണ്ടിരിക്കും. അത്യാവശ്യ ചെലവുകളും നിങ്ങളുടെ മോഹങ്ങളും തമ്മിൽ ആശയക്കുഴപ്പം ഉണ്ടാകരുത്. നിങ്ങളിൽ ഓരോരുത്തർക്കും അവരവരുടെ നല്ല കുടുംബത്തിനുള്ള മോഹങ്ങളുടെ ആകെത്തുക എന്നും നിങ്ങളുടെ വരുമാനത്തിന് തൃപ്തിപ്പെടുത്തുന്നതാകുന്നതിനേക്കാൾ വലുതായിരിക്കും. ആകയാൽ മോഹങ്ങൾ വളരവേ നിങ്ങളുടെ വരുമാനമെല്ലാം അവയെ തൃപ്തിപ്പെടുത്താനായി ചിലവായി പോകുന്നു. എന്നിട്ടും നിങ്ങൾക്കിനിയും അപൂർണമായ മോഹങ്ങളാണുള്ളത്. സകല മനുഷ്യരും തങ്ങൾക്ക് പൂർത്തീകരിക്കാനാകാത്തത്ര മോഹങ്ങളുടെ ചുമടിനാൽ ഭാരപ്പെടുന്നു. എന്റെ സമ്പത്തു കണ്ട് എന്റെ ഓരോ മോഹവും പൂർത്തീകരിക്കപ്പെടുന്നതിനായി നിങ്ങൾ കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ ധാരണ തെറ്റാണ്. എന്റെ ആയുസ്സിന് പരിധിയുണ്ട്. എന്റെ കർമ്മത്തിനും പരിധിയുണ്ട്. ഞാൻ പിന്നിടാൻ പോകുന്ന ദൂരത്തിനും പരിധിയുണ്ട്. ഞാൻ കഴിക്കാൻ പോകുന്ന ആഹാരത്തിനും പരിധിയുണ്ട്. ഞാൻ ആനന്ദിക്കുന്നവയ്ക്കും ആസ്വദിക്കുന്നവരുടെ രുചിക്കും പരിധിയുണ്ട്. ഞാൻ നിങ്ങളോടൊരു സത്യം പറയുന്നു. കളകൾക്ക് വേരുറയ്ക്കാനായി ഏതൊക്കെ വയലുകളിൽ കൃഷിക്കാരൻ ഇടം കൊടുക്കുന്നുവോ അവിടെയൊക്കെ അവ വളരുന്നത് പോലെ മോഹങ്ങൾ അവയ്ക്ക് തൃപ്തി നേടാൻ ഇടയുള്ള മനുഷ്യരിൽ അതിലും അധികമായി വളരുന്നു. നിങ്ങളുടെ മോഹങ്ങൾ നിരവധിയാകാം. പക്ഷേ നിങ്ങൾ തൃപ്തിപ്പെടുത്തേണ്ടവ തുലോ കുറവായിരിക്കണം. നിങ്ങൾ പതിവായിരിക്കുന്ന ജീവിതശൈലികളെ സുചിന്തിതമാക്കുന്ന പഠനത്തിന് വിധേയമാക്കുക. അപ്പോൾ മിക്കവാറും നിങ്ങൾക്ക് ബുദ്ധിപൂർവം കുറയ്ക്കാനാകുന്നവയോ ഒഴിവാക്കാനാകുന്നവയോ ആയ ചില സ്ഥിരം ചിലവുകൾ കണ്ടെത്താനാകും. ചെലവാക്കുന്ന ഓരോ നാണയത്തിന്റെയും മൂല്യം 100% ആവശ്യമായതാണ് എന്നതാകട്ടെ നിങ്ങളുടെ ആപ്തവാക്യം. ആകയാൽ നിങ്ങൾ പണം ചെലവാക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ കാര്യവും ഫലകത്തിൽ ഉല്ലേഖനം ചെയ്തു വയ്ക്കുക. അതിൽ നിന്നും അനിവാര്യമായവയും നിങ്ങളുടെ വരുമാനത്തിന്റെ 10-ൽ 9 ഭാഗം കൊണ്ട് സാധ്യമാകുന്നവയെയും തിരഞ്ഞെടുക്കുക. മറ്റുള്ളവയെ വെട്ടിക്കളയുകയും തൃപ്തിപ്പെടുത്താതെ നിരാശപ്പെടുത്താതെ ഉപേക്ഷിക്കേണ്ട മോഹങ്ങളുടെ വൻ കൂമ്പാരത്തിന്റെ ഭാഗമായി കരുതുകയും ചെയ്യണം. പിന്നെ നിങ്ങളുടെ അനിവാര്യമായ ചിലവുകളുടെ ഒരു കണക്കു തയ്യാറാക്കുക. എന്നാൽ നിങ്ങളുടെ പണസഞ്ചിയെ കൊഴുപ്പിക്കുന്ന ദശാംശത്തിൽ തുടരുത്. അത് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുക എന്നതാകട്ടെ നിങ്ങളുടെ വലിയ മോഹം. നിങ്ങളുടെ വരവ് ചെലവ് കണക്ക് സദാ ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുക.
നിങ്ങൾക്ക് ഉപകരിക്കും വിധം അതിനെ കാത്തുകൊള്ളണം. അതിനെ നിങ്ങളുടെ തടിച്ചുവരുന്ന പണസഞ്ചിയെ സഹായിക്കുന്ന പ്രഥമ കിങ്കരനാക്കുക. അത് കേട്ടപ്പോൾ ഒരു പഠിതാവ്, ചെമ്മന്നതും സ്വർണ്ണനിറമാർന്നതുമായ നീളൻ കുപ്പായം ധരിച്ച ഒരാൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, ഞാൻ സ്വതന്ത്രനായ ഒരു മനുഷ്യനാണ്. ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ ആസ്വദിക്കുന്നത് എന്റെ അവകാശമാണെന്ന് ഞാൻ കരുതുന്നു. ആകയാൽ എനിക്ക് എത്രമാത്രം ചിലവാക്കാൻ കഴിയുമെന്നും അത് എന്തിനു വേണ്ടിയാകണമെന്നതും തീരുമാനിക്കുന്ന ഒരു വരവ് ചെലവ് കണക്കിന്റെ അടിമത്തത്തിനെതിരെ ഞാൻ പ്രതിഷേധിക്കേണ്ടതാണ്. അത് എന്റെ ജീവിതത്തിൽ നിന്നും ഒത്തിരി സന്തോഷങ്ങളെ എടുത്തുകളയുമെന്നും അതിനെ ചുമടെടുക്കുന്ന കഴുതയിൽ നിന്നും അല്പം മാത്രം ഉയർന്നതയാക്കുകയുള്ളൂ എന്നും ഞാൻ കരുതുന്നു. അയാൾക്ക് അർക്കാദ് ഇപ്രകാരം മറുപടി നൽകി, ആരാണ് സുഹൃത്തെ താങ്കളുടെ വരവ് ചെലവ് കണക്കിനെ നിർണയിക്കുന്നത്? അത് ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. പ്രതിഷേധക്കാരന്റെ മറുപടി പറഞ്ഞു. അപ്പോൾ ഭാരം വഹിക്കുന്ന കഴുതയുടെ ചാക്കിൽ രത്നങ്ങളും കമ്പിളിയും സ്വർണ്ണക്കട്ടികളും ഉണ്ടാകുമോ? ഇല്ലയില്ല. പകരം മരുഭൂമിയിലുള്ള യാത്രയ്ക്കുപകരിക്കുന്ന വൈക്കോലും ധാന്യവും വെള്ളം നിറച്ച തോൽക്കുടങ്ങളുമാകും ഉണ്ടാകുക. നിങ്ങളുടെ പണസഞ്ചി കൊഴുപ്പിക്കുക എന്നത് ഒരു വരവു ചെലവ് കണക്കിന്റെ ധർമ്മം. നിങ്ങളുടെ ആവശ്യകാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുക, സാധ്യമാകുവോളം മറ്റു മോഹങ്ങളും സാധ്യമാക്കുക എന്നീ കാര്യങ്ങളിൽ നിങ്ങളെ സഹായിക്കാനാണത്. നിങ്ങളുടെ കേവലാഗ്രഹങ്ങളെ തടഞ്ഞുകൊണ്ട് നിങ്ങൾ നെഞ്ചോട് ചേർക്കുന്ന അഭിലാഷങ്ങളെ സാക്ഷാത്കരിക്കാൻ നിങ്ങളെ പ്രാപ്തനാക്കുന്നതാണ്. ഇരുണ്ട ഗുഹയിലെ തീവ്രപ്രകാശം പോലെ നിങ്ങളുടെ വരവു ചെലവ് കണക്ക് പണസഞ്ചിയിലെ ദ്വാരങ്ങളെ കാട്ടിത്തരുന്നു. അവ അടയ്ക്കാൻ നിങ്ങളെ പ്രാപ്തനാക്കുന്നു. സുചിന്തിതവും സംതൃപ്തിദായകവുമായ ജീവിത ലക്ഷ്യങ്ങളെ പ്രാപിക്കാൻ നിങ്ങളുടെ ചെലവ് കണക്ക് തയ്യാറാക്കുക. കേൾക്കൂ, നിങ്ങളുടെ മെലിഞ്ഞ പണസഞ്ചി കൊഴുക്കുകയാണ്. നിങ്ങൾ സമ്പാദിക്കുന്നവയുടെ ദശാംശം അതിൽ സൂക്ഷിക്കാൻ നിങ്ങൾ സ്വയം പരിശീലിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ വളരുന്ന സമ്പത്തിനെ സംരക്ഷിക്കാനാകും വിധം ചെലവുകളെ നിങ്ങളിപ്പോൾ നിയന്ത്രിക്കുന്നുമുണ്ട്. അടുത്തതായി നിങ്ങളുടെ സമ്പത്തിനെ പെരുപ്പിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് നമുക്ക് പരിഗണിക്കാം. പണസഞ്ചിയിലുള്ള സ്വർണ്ണനാണയങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നത് നിർവൃതിദായകവും പിശുക്കു മനോഭാവമുള്ളവരെ തൃപ്തിപ്പെടുത്തുന്നതുമായിരിക്കും. പക്ഷേ അതുകൊണ്ട് യാതൊരു നേട്ടവും ഉണ്ടാകുന്നില്ല. നമ്മുടെ വരുമാനങ്ങളിൽ നിന്നും വേർതിരിച്ചു വയ്ക്കുന്ന സ്വർണ്ണനാണയങ്ങൾ ഒരു തുടക്കം മാത്രമാണ്. അതുണ്ടാക്കുന്ന വരുമാനമാണ് നമ്മുടെ സമ്പത്തിനെ വളർത്തിയെടുക്കുക. തന്റെ അധ്യാപനത്തിന്റെ 3-ാം ദിവസം അർക്കാദ് ഇപ്രകാരം പറഞ്ഞുവെച്ചു, അപ്പോൾ നമ്മൾ നമ്മുടെ സ്വർണ്ണനാണയങ്ങളെ എങ്ങനെ പ്രവർത്തനനിരതമാക്കാം? എന്റെ ആദ്യ നിക്ഷേപം നിരാശാജനകമായിരുന്നു. എന്തെന്നാൽ എനിക്കതെല്ലാം നഷ്ടമായി. ആ കഥ ഞാൻ പിന്നീട് പറയാം. അഗ്ഗാർ എന്നു പേരുകാരനായ പരിചപ്പണിക്കാരന് കൊടുത്ത വായ്പയായിരുന്നു എന്റെ ആദ്യത്തെ ആദായകരമായ നിക്ഷേപം. കടൽ കടന്നുവരുന്ന വലിയ പിത്തള കപ്പലുകളിൽ നിന്ന് അദ്ദേഹം വർഷത്തിലൊരിക്കൽ തന്റെ പണിക്കു വേണ്ടുന്ന ചരക്കു വാങ്ങുവാനും വ്യാപാരികൾക്ക് കൊടുക്കാൻ വേണ്ടത്ര പണം കൈവശമില്ലായകയാൽ അധികം നാണയമുള്ളവരിൽ നിന്ന് കടം വാങ്ങുകയും ചെയ്തിരുന്നു. വളരെ ആദരണീയനായൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. താൻ നിർമ്മിച്ച പരിചകൾ വിറ്റുകഴിയുമ്പോൾ ഉദാരമായ ലാഭവീതം സഹിതം അദ്ദേഹം കടം വീട്ടുമായിരുന്നു. ഓരോ തവണയും ഞാൻ അദ്ദേഹത്തിന് വായ്പ കൊടുക്കുമ്പോൾ നേരത്തെ ലാഭവീതമായി അദ്ദേഹത്തിൽ നിന്നും കിട്ടിയതുകൂടി കൊടുക്കും. അപ്രകാരം എന്റെ മൂലധനം വർദ്ധിച്ചെന്നു മാത്രമല്ല, അതിന്റെ ആദായവും വർദ്ധിച്ചു. ഈ തുകകൾ എന്റെ പണസഞ്ചിയിൽ വന്നുചേരുന്നത് അത്യധികം സംതൃപ്തിദായകമായ ഒന്നായിരുന്നതാനും. എന്റെ പ്രിയ ശിഷ്യരെ, ഞാൻ പറയുന്നു, ഒരു മനുഷ്യന്റെ സമ്പത്ത് എന്നതയാൾ തന്റെ മടിശീലയിൽ കരുതിവച്ചിരിക്കുന്ന നാണയങ്ങളല്ല, അതുവഴി ഉണ്ടാക്കുന്ന വരുമാനങ്ങളാണ്. അയാളുടെ മടിശീലയിലേക്ക് തുടർച്ചയായി ഒഴുകി അതിനെ പൊലിപ്പിക്കുന്ന സ്വർണപ്രവാഹമാണ്. ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടതും അതുതന്നെ. നിങ്ങൾ ഓരോരുത്തരും അതാണ് ആഗ്രഹിക്കേണ്ടത്. നിങ്ങൾ പണിയെടുക്കുകയോ യാത്ര ചെയ്യുകയോ ചെയ്യുമ്പോഴൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്ന ആദായം. വമ്പിച്ച വരുമാനം ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. അതിസമ്പന്നൻ എന്ന് വിളിക്കപ്പെടുവോളം ഞാൻ സമ്പാദിച്ചു കഴിഞ്ഞു. അഗ്ഗാറിന് ഞാൻ കൊടുത്ത വായ്പകളായിരുന്നു അദായകരമായ നിക്ഷേപത്തിനുള്ള എന്റെ ആദ്യ പരിശീലനം. അതിൽ നിന്ന് ലഭിച്ച അനുഭവജ്ഞാനത്തിന്റെ ഫലത്തിൽ എന്റെ മൂലധനം വർദ്ധിക്കവേ ഞാൻ വായ്പകളും നിക്ഷേപങ്ങളും കൂട്ടിക്കൊണ്ടിരുന്നു. അതോടെ ആദ്യം ഏതാനും ചില സ്രോതസ്സുകളിൽ നിന്നും പിന്നെ നിരവധി സ്രോതസ്സുകളിൽ നിന്നും എനിക്ക് തീരുമാനിക്കാവുന്ന ബുദ്ധിപൂർവകമായ ഉപയോഗങ്ങൾക്കായി സമ്പത്തിന്റെ ഒരു സുവർണപ്രവാഹം എന്റെ പണസഞ്ചിയിലേക്ക് വരാൻ തുടങ്ങി. നോക്കൂ, എന്റെ എളിയ വരുമാനങ്ങളിൽ നിന്ന് എനിക്ക് സുവർണാടിമകളുടെ ഒരു കൂട്ടത്തെ ലഭിച്ചിരിക്കുന്നു. അവരോരോരുത്തരും പണിയെടുത്ത് കൂടുതൽ സ്വർണ്ണനാണ്യങ്ങൾ സമ്പാദിക്കുകയാണ്. അവർ എനിക്കു വേണ്ടി അങ്ങനെ പണിയെടുക്കവേ
അവരുടെ മക്കളും മക്കളുടെ മക്കളും പണിയെടുത്തു തുടങ്ങി. അവരുടെ സംയോജിത പ്രയത്നത്തിലൂടെ ലഭിക്കുന്ന വരുമാനം അത്ര വമ്പിച്ചതാകുന്നതുവരെ. ഞാൻ ഇനി പറയാൻ പോകുന്നതിൽ നിന്നും നിങ്ങൾക്ക് ബോധ്യപ്പെടുമാറ് ന്യായമായ വരുമാനം സമ്പാദിക്കവേ തന്നെ സ്വർണ്ണനാണയങ്ങൾ അതിവേഗം പെരുകും. ഒരു കർഷകൻ തനിക്ക് ഒരാൺകുഞ്ഞു പിറന്നപ്പോൾ പലിശക്കാരന്റെ, ഇന്നത്തെ നിലയിൽ ഒരു ബാങ്കർ, പക്കൽ 10 വെള്ളി നാണയങ്ങൾ കൊണ്ടുപോയി കൊടുത്തു. മകന് 20 വയസ്സാകുവോളം സ്ഥിരനിക്ഷേപമായി സൂക്ഷിക്കാൻ. പലിശക്കാരൻ അത് സമ്മതിച്ചു. 4 വർഷം കൂടുമ്പോൾ മുതലിന്റെ 1/4 ആദായം തരും എന്ന വ്യവസ്ഥയിൽ. നിക്ഷേപത്തുക തന്റെ മകനായി മാറ്റിവെച്ചതാണ് എന്നതിനാൽ അദ്ദേഹം കൂടി മുതലിനോട് ചേർത്തുകൊള്ളുവാൻ ഈ കർഷകൻ നിർദ്ദേശിച്ചു. മകന് 20 വയസ്സായപ്പോൾ കർഷകൻ വീണ്ടും ചെന്നു പലിശക്കാരന്റെ പക്കൽ വെള്ളി നാണയങ്ങളുടെ കണക്ക് നോക്കാൻ. ആദ്യ നിക്ഷേപം കൂട്ടുപലിശ കണക്കിന് വർദ്ധിച്ചതിനാൽ തുടക്കത്തിലെ 10 വെള്ളി നാണയങ്ങൾ ഇപ്പോൾ 31.5 ആയിട്ടുണ്ടെന്ന് പലിശക്കാരൻ വിശദീകരിച്ചു. കർഷകൻ വളരെയധികം സന്തുഷ്ടനായി. എന്നാൽ തന്റെ മകന് ഇപ്പോൾ ഈ പണം കൊണ്ട് ആവശ്യമില്ലാത്തതിനാൽ അയാളത് വീണ്ടും പലിശക്കാരന് തന്നെ ഏൽപ്പിച്ചു. പുത്രന് 50 വയസ്സാകുകയും അതിനിടെ പിതാവ് പരലോകത്തേക്ക് കടന്നുപോകുകയും ചെയ്തതിനാൽ പലിശക്കാരൻ കണക്കു തീർത്ത് അയാൾക്ക് 167 വെള്ളി നാണയങ്ങൾ നൽകി. അങ്ങനെ 50 വർഷം കൊണ്ട് ആദ്യ നിക്ഷേപം ഏതാണ്ട് 17 മടങ്ങ് വർദ്ധിച്ചു. അപ്പോൾ ഇതാണ് ശുഷ്കിച്ച പണസഞ്ചികൾക്കുള്ള 3ാമത്തെ പരിഹാരം. വയലിലെ ആട്ടിൻപറ്റങ്ങൾ പെറ്റുപെരുകും വിധം ഓരോ നാണയവും പ്രവർത്തിച്ച് പ്രത്യുൽപാദനം ചെയ്ത് നിങ്ങൾക്ക് ഒരു വരുമാനം തരാൻ, നിങ്ങളുടെ പണസഞ്ചിയിലേക്ക് സമ്പത്തിന്റെ സ്ഥിരമായ ഒരൊഴുക്കുണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ദൗർഭാഗ്യത്തിന് സുവർണരേഖകളെ വലിയ ഇഷ്ടമാണ്. ഒരാളുടെ പണസഞ്ചിയിലുള്ള സ്വർണ്ണ നാണയങ്ങളെ സശ്രദ്ധം സൂക്ഷിച്ചുകൊള്ളണം. അല്ലാത്ത പക്ഷം അത് നഷ്ടപ്പെട്ടു പോകും. ആകയാൽ നാം ആദ്യം ചെറിയ സമ്പാദ്യങ്ങളുണ്ടാക്കി അവയെ സംരക്ഷിക്കുവാൻ പഠിക്കണം. വലിയവ നമ്മെ ഏൽപ്പിക്കാൻ ദേവന്മാർ തിരുമനസ്സാകുവോളം തന്റെ അധ്യാപനത്തിന്റെ 4ാം ദിവസം അർക്കാദ് ഇപ്രകാരം പറഞ്ഞു: പുറമേക്ക് അത്യാകർഷകമെന്ന് തോന്നിപ്പിക്കുന്ന കപടനിക്ഷേപ പദ്ധതികളിൽ സമ്പാദ്യമിട്ട് വലിയ തുകകൾ നേടാനുള്ള അവസരങ്ങളാൽ സ്വർണ്ണനാണയങ്ങളുടെ ഓരോ ഉടമയും പ്രലോഭിക്കപ്പെടാറുണ്ട്. പലപ്പോഴും ഇത്തരം നിക്ഷേപങ്ങളിൽ തലവെച്ചുകൊടുത്തിട്ടുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളുമാകും അവനെ അതേ വഴി പിന്തുടരാൻ പ്രേരിപ്പിക്കുക. നിക്ഷേപങ്ങളുടെ ആദ്യത്തെ ഉത്തമതത്വം മുതലിന്റെ സുരക്ഷിതത്വം എന്നതാകുന്നു. നിങ്ങളുടെ മുതൽ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന പക്ഷം വലിയ ആദായത്തിൽ ആകൃഷ്ടരാകുന്നത് ബുദ്ധിയാണോ? അല്ലെന്ന് ഞാൻ പറയൂ. സംഭവിച്ചേക്കാവുന്ന നഷ്ടമാണ് അപായ വഴി തേടുന്നവർക്കുള്ള ശിക്ഷ. നിന്റെ സമ്പത്ത് നിക്ഷേപിക്കും മുൻപ് നല്ലവണ്ണം പഠനം നടത്തുക. അതു സുരക്ഷിതമായി തിരിച്ചുകിട്ടുമെന്ന് ഉറപ്പാക്കുക. അതിവേഗം സമ്പത്തുണ്ടാക്കാമെന്ന നിന്റെ തന്നെ കാൽപ്പനിക മോഹങ്ങളാൽ വഴിതെറ്റിക്കപ്പെടാതിരിക്കുക. അത് ആർക്കെങ്കിലും വായ്പയായി കൊടുക്കും മുൻപ് അത് തിരിച്ചു തരാനുള്ള അയാളുടെ കഴിവിനെപ്പറ്റിയും അങ്ങനെ ചെയ്ത് അയാൾ നേടിയിട്ടുള്ള സൽപ്പേരിനെപ്പറ്റിയും നീ സ്വയം ഉറപ്പാക്കിക്കൊള്ളണം. അല്ലാത്തപക്ഷം നീ കഷ്ടപ്പെട്ടു സമ്പാദിച്ച സ്വത്ത് അയാൾക്ക് വിവേകശൂന്യമായി സമ്മാനിക്കുന്നതുപോലെയായിത്തീരും. ഏതു മേഖലയിലായാലും നിങ്ങളത് ഒരു നിക്ഷേപമായി ഏൽപ്പിക്കും മുൻപ് അതിനെ നശിപ്പിക്കാവുന്ന അപകടങ്ങളെക്കുറിച്ച് സ്വയം ബോധവാനായിരിക്കുക. എന്റെ തന്നെ ആദ്യ നിക്ഷേപം അക്കാലത്ത് ദുരന്തമായിരുന്ന ഒരു വർഷം ഞാൻ കാത്തു സ്വരുക്കൂട്ടിയ സമ്പാദ്യം. ഞാൻ അസ്മൂർ എന്ന പേരുള്ള ഒരു ചുടുകട്ട നിർമ്മാതാവിനെയാണ് ഏൽപ്പിച്ചത്. വിദൂര സമുദ്രങ്ങൾ താണ്ടി ടൈറിലും മറ്റും സഞ്ചരിക്കാവുന്ന അദ്ദേഹം ഫിനീഷ്യരുടെ പക്കൽ നിന്ന് അസുലഭ രത്നങ്ങൾ എനിക്കായി വാങ്ങാമെന്ന് സമ്മതിച്ചിരുന്നു. അദ്ദേഹം മടങ്ങിവന്നതിനു ശേഷം അവ വിറ്റ് ആദായം പങ്കുവെക്കാനായിരുന്നു പരിപാടി. പക്ഷേ തെമ്മാടികളായ ഫിനീഷ്യക്കാർ അദ്ദേഹത്തിനു വിറ്റത് സ്ഫടികത്തുണ്ടുകളായിരുന്നു. എന്റെ സമ്പാദ്യം നഷ്ടമായി. എന്നാൽ രത്നങ്ങൾ വാങ്ങാൻ ഇഷ്ടിക നിർമ്മാതാവിനെ ഏൽപ്പിക്കുന്നതിലെ മണ്ടത്തരം ഇന്നെനിക്ക് എന്റെ പരിചയം മൂലം ഉടനടി മനസ്സിലാകും. ആകയാൽ എന്റെ അനുഭവജ്ഞാനത്തിൽ നിന്നുകൊണ്ട് ഒരാൾ നിങ്ങളെ ഉപദേശിക്കുന്നു. നിക്ഷേപങ്ങളിലെ സംഭാവ്യമായ ചതിക്കുഴികളിൽ നിങ്ങളുടെ സമ്പത്ത് വീണുപോകുമാറ് നിങ്ങൾ സ്വന്തം ജ്ഞാനത്തിൽ മാത്രം വിശ്വസിക്കരുത്. ആദായ ലക്ഷ്യത്തോടെ പണം കൈകാര്യം ചെയ്യുന്നതിൽ അനുഭവസമ്പത്തുള്ളവരുടെ ജ്ഞാനോപദേശം തേടുന്നത് നന്നായിരിക്കും. ചോദിക്കുന്നവർക്ക് അത്തരം ഉപദേശം സൗജന്യമായി ലഭ്യമാണ്. നിങ്ങൾ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന തുകയ്ക്ക് തുല്യമായ സ്വർണത്തിന്റെ മൂല്യമാണ് അതിനുണ്ടാകുക.
വാസ്തവത്തിൽ അവ നിങ്ങളെ നഷ്ടത്തിൽ നിന്നും രക്ഷിക്കുന്ന പക്ഷം അതാണ് ഉപദേശത്തിന്റെ യഥാർത്ഥ മൂല്യം. അപ്പോൾ ഇതാണ് ഒരു മെലിഞ്ഞ പണസഞ്ചിക്കുള്ള നാലാമത്തെ പരിഹാരം. നല്ലവണ്ണം നിറഞ്ഞ ശേഷം കാലിയായി പോകുന്നതിൽ നിന്ന് അത് നിങ്ങളുടെ പണസഞ്ചിയെ രക്ഷിച്ചാൽ അതിന് വമ്പിച്ച പ്രാധാന്യവുമുണ്ടാകും. മുതൽ സുരക്ഷിതമായിരിക്കുന്നിടത്ത്, ആഗ്രഹിക്കുമ്പോൾ തിരിച്ചെടുക്കാവുന്നിടത്ത്, ന്യായമായൊരു ആദായം നിങ്ങൾക്ക് കിട്ടുന്നതിൽ പരാജയപ്പെടാത്തിടത്ത് അവിടെ മാത്രം നിക്ഷേപിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വത്തിനെ നഷ്ടത്തിൽ നിന്നും കാത്തുകൊള്ളുക. വിവേകശാലികളുടെ ഉപദേശം തേടുക. സ്വർണനാണയങ്ങൾ ആദായകരമായി കൈകാര്യം ചെയ്യുന്നതിൽ പരിചയസമ്പത്തുള്ളവരുടെ ഉപദേശം ഉറപ്പാക്കുക. അവരുടെ ജ്ഞാനം നിങ്ങളുടെ സമ്പത്തിനെ അസുരക്ഷിതമായ നിക്ഷേപങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമാറാകട്ടെ. ഒരു മനുഷ്യൻ തന്റെ വരുമാനത്തിന്റെ 10ൽ 9 ഭാഗം ജീവിക്കാനും അത് ആസ്വദിക്കാനും ചിലവാക്കുകയും അതിന് തടസ്സം വരുത്താതെ അതിലൊരംശത്തെ ആദായകരമായി നിക്ഷേപമാക്കി മാറ്റാനാകുകയും ചെയ്താൽ തങ്ങളുടെ സമ്പത്ത് അതിവേഗം വളരും. 5ാം പാഠമായി അർക്കാദ് തന്റെ ശിക്ഷഗണത്തോട് പറഞ്ഞു തുടങ്ങിയതാണിത്. ബാബിലോണിലെ നമ്മുടെ ജനതയിൽ നല്ലൊരു ഭാഗം തങ്ങളുടെ കുടുംബങ്ങളെ പുലർത്തുന്നത് എളിയ നിലയിലുള്ള വാടകമുറികളിലാണ്. ഒരു സ്ത്രീയുടെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന പുഷ്പങ്ങൾ വിരിയിക്കാൻ മണ്ണില്ലാതെ, മക്കൾക്ക് കളിക്കാൻ വൃത്തിഹീനമായ ഇടുക്കുവഴികളല്ലാതെ മറ്റൊന്നുമില്ലാതെ ഉടമകൾക്ക് വലിയ വാടക കൊടുത്ത് അവരങ്ങനെ കഴിയുന്നു. വൃത്തിയുള്ള മണ്ണിൽ മക്കൾക്കു കളിക്കാൻ ഇടമില്ലാതെയും ഭാര്യയ്ക്ക് പൂച്ചെടികൾ മാത്രമല്ല നല്ല അടുക്കളത്തോട്ടം വെച്ചുപിടിപ്പിക്കാനും മണ്ണില്ലാതെയും ഒരു മനുഷ്യനും തന്റെ ജീവിതം പൂർണ്ണമായി ആസ്വദിക്കാനാവില്ല. സ്വന്തം അത്തിമരത്തിൽ നിന്നുള്ള പഴങ്ങളും സ്വന്തം മുന്തിരിവള്ളികളിലെ കുലകളും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ആനന്ദമുളവാക്കുന്നു. സ്വന്തമായൊരു ഭവനം ഉണ്ടാകുന്നതും അഭിമാനത്തോടെ പരിപാലിക്കാൻ ഒരിടം ലഭിക്കുന്നതും അയാളുടെ ഹൃദയത്തിൽ ആത്മവിശ്വാസവും തന്റെ എല്ലാ പ്രവൃത്തികളിലും കൂടുതൽ തീക്ഷ്ണതയും ഉളവാക്കും. ആകയാൽ ഓരോ മനുഷ്യനും തനിക്കായും തന്റെ സ്വന്തക്കാർക്കായും തലയ്ക്കുമീതെ ഒരു കൂര ഉണ്ടാക്കുന്നത് നല്ലതാണെന്ന് ഞാൻ നിർദ്ദേശിക്കുകയാണ്. സതുദ്ദേശ്യമുള്ള ഏതൊരു മനുഷ്യന്റെയും കഴിവിനപ്പുറമല്ല സ്വന്തമായി ഒരു ഭവനം. മഹാനായ നമ്മുടെ രാജാവ് തന്റെ കോട്ടമതിലുകൾ അതിവിശാലമായ ഇടത്തിനു ചുറ്റുമല്ലേ നിർമ്മിച്ചിട്ടുള്ളത്? അതിനകത്ത് ഉപയോഗിക്കാതെ കിടക്കുന്നതും ന്യായവിലയ്ക്ക് കിട്ടുന്നതുമായ ഒത്തിരി ഭൂമിയില്ലേ? മാത്രമല്ല എന്റെ ശിഷ്യരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, തങ്ങളുടെ കുടുംബങ്ങൾക്കായി ഭവനങ്ങളും പുരയിടങ്ങളും തേടുന്ന മനുഷ്യരുടെ മോഹങ്ങളെ പണം കടം കൊടുപ്പുകാർ സസന്തോഷം പരിഗണിക്കുന്നുമുണ്ട്. ഇതിനായി സ്വന്തമായി ന്യായമായൊരു വിഹിതം കാണിക്കുന്നുണ്ടെങ്കിൽ ചുടുകട്ട നിർമ്മാതാവിന് കൊടുക്കാനും പണിക്കാരന് കുറഞ്ഞു കൊടുക്കുവാനും വേണ്ടത് നിങ്ങൾ കടം വാങ്ങണം. വീടുപണി പൂർത്തിയായി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ വാടക കൊടുക്കുന്നത് പോലെ പണം കടം കൊടുപ്പുകാരന് പതിവായി കൊടുത്തു തീർക്കാനാകും. ഓരോ ഗഡുവും അയാളുടെ മേൽ നിങ്ങൾക്കുള്ള ബാധ്യത കുറയ്ക്കുകയും എന്നതിനാൽ ഏതാനും വർഷങ്ങൾ കൊണ്ട് വായ്പ വീടിത്തീരുന്നതാണ്. സ്വന്തം അവകാശത്തിൽ മൂല്യവത്തായൊരു സ്വത്തുണ്ടായി എന്ന നിങ്ങളുടെ ഹൃദയങ്ങളെ ആനന്ദഭരിതമാക്കും. രാജാവിന് കൊടുക്കേണ്ടതായ കരം മാത്രമാകും അപ്പോൾ നിങ്ങളുടെ ബാധ്യത. മാത്രമല്ല, നിങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കാനും തിരികെ വരുമ്പോൾ പുരയിടത്തിലെ നടുതലകളെ നനയ്ക്കാൻ ഒരു തോൽക്കുടം നിറയെ വെള്ളം കരുതാനുമായി നല്ലവളായ ഭാര്യ കൂടുതൽ തവണ നദിക്കരയിലേക്ക് പോകുകയും ചെയ്യുകയില്ലേ? അങ്ങനെ സ്വന്തമായി ഭവനമുള്ള മനുഷ്യന് നിരവധി അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. മാത്രമല്ല, സുഖാനുഭവങ്ങൾക്കും തന്റെ മോഹങ്ങൾ പൂർത്തീകരിക്കാനുമായി വരുമാനത്തിന്റെ കൂടുതൽ ഭാഗം ലക്ഷ്യമാക്കും വിധം ജീവിതച്ചെലവ് കാര്യമായി കുറയ്ക്കുകയും ചെയ്യും. ഓരോ മനുഷ്യന്റെയും ജീവിതം ശൈശവത്തിൽ നിന്നും വാർദ്ധക്യത്തിലേക്ക് പുരോഗമിക്കുന്നു. ജീവിതത്തിന്റെ പാത ഇതാണ്. പരലോകത്തേക്ക് ദേവന്മാർ കാലം തെറ്റി വിളിക്കാത്ത പക്ഷം ഒരു മനുഷ്യനും ഇതിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല. ആകയാൽ ഒരുവൻ യുവാവല്ലാതായി തീരുകയും കുടുംബത്തോടൊപ്പം നിന്ന് അവരെ സമാശ്വസിപ്പിച്ച് തീറ്റിപ്പോറ്റാൻ കഴിയാതാകുകയും ചെയ്യുമ്പോൾ അനുയോജ്യമായൊരു പതിവ് വരുമാനം ഉറപ്പാക്കാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉചിതമായിരിക്കുമെന്ന് ഞാൻ പറയുന്നു. സമ്പാദിക്കാനുള്ള കഴിവ് കാലം കുറയ്ക്കുമ്പോഴും നിങ്ങൾക്കൊരു നിറമടിശീല ഉറപ്പാക്കാൻ വേണ്ടിയുള്ളതാണ് ഈ പാഠം. സമ്പത്തിന്റെ നിയമങ്ങളെക്കുറിച്ചുള്ള തന്റെ ധാരണ മൂലം ഒരു മനുഷ്യൻ വളരുന്ന അധിക സ്വത്ത് സ്വന്തമാക്കുന്ന പക്ഷം ഭാവി ദിനങ്ങളെ പറ്റി ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നീണ്ടകാലത്തേക്ക് സുരക്ഷിതമായി നിൽക്കുകയും
താൻ ബുദ്ധിപൂർവം മുൻകൂട്ടി കണ്ട സമയം സമാഗതമാകുമ്പോൾ കയ്യിൽ കിട്ടുന്നതുമായ ചില നിശ്ചിത നിക്ഷേപങ്ങളും കരുതലുകളും ഒരുവൻ ആസൂത്രണം ചെയ്തിരിക്കണം. തന്റെ ഭാവിക്കായി സുരക്ഷിതത്വത്തോടെ കരുതിവയ്ക്കാൻ വൈവിധ്യപൂർണമായ പല വഴികളുമുണ്ട്. ഒരാൾക്ക് ഒരു രഹസ്യസ്ഥലം കണ്ടുപിടിച്ച് നിധി പോലെ അത് കുഴിച്ചിടാം. പക്ഷേ എത്ര കരുതലോടും കൂടി ഗൂഢതയോടും കൂടി ഗോപനം ചെയ്താലും കള്ളന്മാർ അത് കണ്ടെത്തി കവരാനിടയുണ്ട്. ആകയാൽ ഈ മാർഗം ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നില്ല. ഈ ലക്ഷ്യത്തിനായി ഒരുവന് ഭവനങ്ങളോ വസ്തുക്കളോ വാങ്ങിയിടാം. ഭാവിയിലെ ഉപയോഗക്ഷമതയും മൂല്യവും പരിഗണിച്ച് ബുദ്ധിപൂർവം തിരഞ്ഞെടുത്തതിനാൽ അവ മൂല്യത്തിലും ആദായത്തിലും സുസ്ഥിരവും ഭാവി വിൽപ്പനയിലൂടെ അവന്റെ ഉദ്ദേശ്യം നല്ലവണ്ണം നിർവഹിക്കുകയും ചെയ്തിരിക്കും. ഒരാൾക്ക് ചെറിയൊരു തുക പണം കടംകൊടുപ്പുകാരനെ ഏൽപ്പിക്കുകയും നിശ്ചിത കാലയളവിൽ അത് വർദ്ധിപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. ഈ ആദായം അയാൾക്ക് മുതലിനോട് ചേർക്കാവുന്നതും അതിന്റെ വർധനവിന്റെ നിരക്ക് ഉയർത്താവുന്നതുമാണ്. അൻസാൻ എന്ന പേരുകാരനായ ഒരു ചെരുപ്പ് നിർമ്മാതാവിനെ എനിക്കറിയാം. അധികകാലം മുൻപല്ല. അയാളൊരു കാര്യം എന്നോട് പറയുകയുണ്ടായി. 8 വർഷം തുടർച്ചയായി പ്രതിവാരം 2 വെള്ളി നാണയം വീതം അയാൾ പണം കടംകൊടുപ്പുകാരൻ വശം ഏൽപ്പിച്ചുകൊണ്ടിരുന്നു. കടംകൊടുപ്പുകാരൻ ഈയിടെ സമർപ്പിച്ച നിക്ഷേപ കണക്ക് അയാൾക്ക് അത്യധികം ആനന്ദപ്രദമായി. 4 വർഷം കൂടുമ്പോൾ മൂല്യത്തിന്റെ 4/1 എന്ന പതിവു നിരക്കിൽ മുതൽ പെരുകിയിട്ട് അയാളുടെ കൊച്ചു സമ്പാദ്യം ഇപ്പോൾ 1040 വെള്ളി നാണയമായത്രേ. ഞാൻ അയാളെ എന്റെ സംഖ്യാപരമായ ജ്ഞാനം കൊണ്ട് പ്രോത്സാഹിപ്പിച്ചു. ആഴ്ചയിൽ 2 വെള്ളി നാണയം എന്ന കണക്കിന് 12 വർഷം കൂടി തന്റെ പതിവു നിക്ഷേപം തുടർന്നാൽ പണം കൊടുപ്പുകാരൻ അവസാനം അയാൾക്ക് 4000 വെള്ളി നാണയങ്ങൾ മടക്കിക്കൊടുക്കുകയും ശിഷ്ടകാല ജീവിതം സാർത്ഥകമാകാൻ അതു മതി. ഇത്തരം കൊച്ചു കൊച്ചു പതിവു നിക്ഷേപങ്ങൾ ഇത്ര ആദായകരമായ പ്രതിഫലം ഉളവാക്കുമ്പോൾ ഒരു മനുഷ്യനും തന്റെ വാർദ്ധക്യത്തിനായും കുടുംബസുരക്ഷയ്ക്കായും ഒരു നിധി കരുതാതിരിക്കാനാവില്ല. തന്റെ ബിസിനസ്സിന്റെയും നിക്ഷേപത്തിന്റെയും അഭിവൃദ്ധി ഏതു തലത്തിലായിരുന്നാലും ഞാൻ ഇതേപ്പറ്റി കൂടുതൽ പറയണമെന്ന് തോന്നുന്നു. എന്റെ മനസ്സിലൊരു വിശ്വാസമുണ്ട്. ബുദ്ധിശാലിയായ മനുഷ്യർ ഭാവിയിൽ ഒരു മരണസുരക്ഷാ പദ്ധതി ആവിഷ്കരിച്ചേക്കാം. പതിവായി കൊച്ചു കൊച്ചു സംഖ്യകൾ നിക്ഷേപിക്കുന്നവർ മരിച്ചാൽ അദ്ദേഹം വിട്ടുപോകുന്ന കുടുംബത്തിലെ ഓരോ അംഗത്തിനും നല്ലൊരു തുക ലഭിക്കുന്ന പദ്ധതി. ഇത് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനാൽ ശക്തിയുക്തമായി നിങ്ങൾക്ക് ഞാൻ ശുപാർശ ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഏതൊരാളുടെയും ഏതൊരു കൂട്ടുകച്ചവടത്തിന്റെയും ജീവിത കാലാവധിക്കും അപ്പുറം പ്രവർത്തനം പോകേണ്ടിവരും എന്നതിനാലാണ് ഇക്കാലത്ത് ഇത് സാധ്യമാകുകയില്ല. രാജസിംഹാസനം പോലെ സുസ്ഥിരമാകണമത്. എങ്കിലും ഇത്തരമൊരു പദ്ധതി ഒരു കാലത്ത് നടപ്പിൽ വരും എന്നാണെന്റെ തോന്നൽ. നിരവധി പേർക്ക് അത് വലിയ അനുഗ്രഹമായി തീരുകയും ചെയ്യും. എന്തെന്നാൽ ആദ്യത്തെ കൊച്ചു നിക്ഷേപം അയാളുടെ മരണാനന്തരം കുടുംബത്തിന് വലിയ സമ്പത്ത് കരഗതമാക്കും. എന്നാൽ നാം ജീവിക്കുന്നത് ഇന്നാണല്ലോ, വരാനിരിക്കുന്ന നാളുകളിലല്ലോ. അതിനാൽ ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം സാധ്യമാകുന്ന വഴികളും സാധ്യതകളുമാണ് നാം ഉപയോഗപ്പെടുത്തേണ്ടത്. ആകയാൽ എല്ലാവരും ബുദ്ധിപൂർവകമായും നല്ലവണ്ണം ചിന്തിച്ചെടുത്തതുമായ രീതികളിൽ തങ്ങളുടെ വാർദ്ധക്യകാലത്ത് മടിശീലകൾ മെലിയാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണമെന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നു. തന്റെ കുടുംബത്തിനായി സമ്പാദിക്കാനാകാത്ത ഒരു കുടുംബനാഥന്റെ മെലിഞ്ഞ പണസഞ്ചിയോളം ദുരന്തപര്യവസായിയായ മറ്റെന്താണുള്ളത്? ആകയാൽ ശുഷ്കമായ ഒരു പണക്കിഴിക്കുള്ള 6ാമത്തെ പരിഹാരം ഇതാ. താങ്കളുടെ വാർദ്ധക്യത്തിൽ താങ്കളുടെയും കുടുംബത്തിന്റെയും സംരക്ഷണത്തിനായുള്ള ആവശ്യങ്ങൾക്ക് മുൻകൂട്ടി തന്നെ കരുതുക. ഇന്നേ ദിവസം എന്റെ പ്രിയ ശിഷ്യരെ, മെലിഞ്ഞ പണസഞ്ചിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരങ്ങളിലൊന്നിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. പക്ഷേ അത് സ്വർണ്ണനാണയങ്ങളെക്കുറിച്ചല്ല, നിങ്ങളെക്കുറിച്ചാണ്. പല പല നിറങ്ങളിലുള്ള കുപ്പായങ്ങളണിഞ്ഞ് ഇവിടെയിരിക്കുന്ന നിങ്ങളെക്കുറിച്ച്. താന്താങ്ങളുടെ വിജയങ്ങൾക്കു വേണ്ടിയോ അതിനെതിരെയോ പ്രവർത്തിക്കുകയും മനുഷ്യമനസ്സുകൾക്കും ജീവിതങ്ങൾക്കും അകമേയുള്ളതുമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കും. ഇപ്രകാരം അർക്കാദ് 7ാം ദിവസം തന്റെ ശിഷ്യഗണത്തെ അഭിസംബോധന ചെയ്തു. അധികകാലമായിട്ടില്ല, ഒരു യുവാവ് കടം ചോദിച്ച് എന്റെ അടുക്കൽ വരികയുണ്ടായി. അതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് തന്റെ വരുമാനം ചിലവുകൾ ചെയ്തു തീർക്കാൻ മതിയാകുന്നില്ലെന്ന് അവൻ പരാതിപ്പെട്ടത്. ഇതാണ് കാര്യമെങ്കിൽ ഒരു പണം കടംകൊടുപ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തുകൊണ്ട് നല്ലൊരു ഇടപാടുകാരനല്ല എന്ന് ഞാനപ്പോൾ വിശദീകരിച്ചു കൊടുത്തു.
തിരിച്ചടയ്ക്കാൻ അവന് വേണ്ടത്ര വരുമാന സമ്പാദന ശേഷിയില്ല. ചെറുപ്പക്കാരാ, ഞാൻ പറഞ്ഞു, കൂടുതൽ പണം സമ്പാദിക്കുകയാണ് നീ ചെയ്യേണ്ടത്. സമ്പാദിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കാൻ നീ എന്തു ചെയ്യും? എനിക്കാകെ ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്തു. അവൻ മറുപടി പറഞ്ഞു, 2 പക്ഷങ്ങൾക്കിടെ 1 ചന്ദ്രമാസം അഥവാ 28 ദിവസം 6 തവണ ഞാൻ മുതലാളിയെ കണ്ട് എന്റെ കൂലി കൂട്ടിത്തരണമെന്ന് അപേക്ഷിച്ചു. പക്ഷെ വിജയിച്ചില്ല. അതിൽ കൂടുതൽ തവണ ചെല്ലാൻ ആർക്കും കഴിയില്ലല്ലോ. അവന്റെ ഹൃദയലാളിത്യം കണ്ട് നാം ചിരിച്ചുപോകും. പക്ഷേ തന്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സുപ്രധാനമായ കാര്യങ്ങളിലൊന്ന് അവനുണ്ടായിരുന്നു. കൂടുതൽ സമ്പാദിക്കാനുള്ള അദമ്യമായൊരു ആഗ്രഹം അവന്റെ ഉള്ളിലുണ്ട്. ശരിയായതും വേണ്ടത്രയുള്ളതുമായ ആഗ്രഹം. നേട്ടങ്ങൾക്ക് മുന്നോടിയായി ആഗ്രഹമുണ്ടായിരിക്കണം. നിന്റെ ആഗ്രഹങ്ങൾ ശക്തവും കൃത്യവുമായിരിക്കട്ടെ. പൊതുവായ ആഗ്രഹങ്ങൾ കേവലം ദുർബലമായ മോഹങ്ങളാണ്. സമ്പന്നനാകണം എന്ന വെറും മോഹം കൊണ്ട് മനുഷ്യന് ഒരു ഗുണവുമില്ല. എന്നാൽ 5 സ്വർണ്ണനാണയം സമ്പാദിക്കണമെന്ന ഒരു മനുഷ്യന്റെ ആഗ്രഹം സമൂർത്തമാണ്. അതിനുവേണ്ടി അയാൾക്ക് പരിശ്രമിക്കാം. വേണ്ടത്ര സതുദ്ദേശപരമായും ശക്തമായും 5 സ്വർണ്ണനാണയങ്ങൾക്കു വേണ്ടി ആഗ്രഹിക്കുകയും അതിനാൽ ശ്രമിക്കുകയും ചെയ്ത ശേഷം 10 എണ്ണത്തിനായി സമാന മാർഗങ്ങൾ തേടാം. പിന്നെ 20, കുറച്ചു കഴിഞ്ഞ് 1000, അങ്ങനെ. പിന്നെ അതാ നോക്കൂ, അയാൾ സമ്പന്നനായി കഴിഞ്ഞിരിക്കുന്നു. തന്റെ സുവ്യക്തമായ ചെറിയ ആഗ്രഹം നിവർത്തിക്കാൻ പഠിക്കവേ അവൻ വലിയവ നേടാൻ സ്വയം പരിശീലിക്കുക കൂടി ചെയ്തു. ഇതാണ് സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന പ്രക്രിയ. ആദ്യം ചെറുതുകൾ, പിന്നെ അവൻ സ്വയം പഠിക്കുകയും കൂടുതൽ പ്രാപ്തനാകുകയും ചെയ്യുന്നതോടെ വലിയ തുകകൾ. ആഗ്രഹങ്ങൾ ലളിതവും എന്നാൽ സുനിശ്ചിതവുമായിരിക്കണം. അവ ഒത്തിരിയായാലോ ഏറെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നവയായാലോ നേടാനുള്ള ഒരാളുടെ അഭ്യസനത്തിനും അതീതമായാലോ സ്വയം പരാജയപ്പെടുകയുള്ളൂ. ഒരാൾ തന്റെ നിയോഗത്തിനനുസൃതമായി എത്ര കണ്ട് സ്വയം പരിപൂർണനാകുന്നുവോ വരുമാനമുണ്ടാക്കാനുള്ള അവന്റെ കാര്യപ്രാപ്തി അത്ര കണ്ട് വർദ്ധിക്കും. പ്രതിദിനം ഏതാനും ചെമ്പുതുട്ടുകൾക്കു വേണ്ടി ഞാൻ കളിമൺ ഫലകങ്ങളിൽ വരഞ്ഞിരുന്ന കാലത്ത് മറ്റു പകർപ്പെടുപ്പുകൾ എന്നെക്കാളധികം ജോലി ചെയ്യുന്നതും കൂടുതൽ പ്രതിഫലം നേടുന്നതും ഞാൻ നിരീക്ഷിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊരു നിശ്ചയത്തിലെത്തിയത്. ഇതിൽ എന്നെ കവച്ചുവെക്കുന്നവർ ആരുമുണ്ടാകരുത്. അവരുടെ വർദ്ധിച്ച വിജയത്തിന്റെ കാരണം കണ്ടെത്താൻ ഞാൻ അധികം വൈകിയില്ല. എന്റെ ജോലിയിൽ കൂടുതൽ താൽപ്പര്യം, എന്റെ പ്രയത്നങ്ങളിൽ കൂടുതൽ ഏകാഗ്രത, എന്റെ പ്രവൃത്തികളിൽ കൂടുതൽ സുസ്ഥിരത. നോക്കൂ, എന്നെക്കാളധികം ഫലകങ്ങളിൽ വരയാൻ കഴിവുള്ളവർ ആരുമില്ലാതെയായി. എന്റെ വർദ്ധിച്ച കഴിവുകൾക്ക് അധികം വൈകാതെ തന്നെ പ്രതിഫലം ലഭിച്ചു. അംഗീകാരം തേടി മുതലാളിയുടെ പക്കൽ 6 തവണയൊന്നും പോകേണ്ട അവസ്ഥ എനിക്കുണ്ടായില്ല. നമുക്ക് എത്ര കൂടുതൽ ജ്ഞാനം ലഭിക്കുമോ അത്ര കൂടുതൽ സമ്പാദിക്കാനാകും. തന്റെ കൈവേലയിൽ കൂടുതൽ പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ നല്ല പ്രതിഫലത്തിന് അർഹനാകും. അയാൾ ഒരു കരകൗശലപ്പണിക്കാരനാണെങ്കിൽ ആ മേഖലയിൽ ഏറ്റവും കഴിവുള്ളവരുടെ രീതികളും ഉപകരണങ്ങളും പഠിക്കാൻ ശ്രമിക്കണം. അയാൾ രോഗശമന സംബന്ധമായ തത്വങ്ങൾ വെച്ച് പരിശ്രമിക്കുന്നവനാണെങ്കിൽ അതേ നിയോഗമുള്ളവരുമായി അറിവുകൾ പങ്കുവെക്കുകയും അവരുടെ ഉപദേശം തേടുകയും വേണം. അവനൊരു വ്യാപാരിയാണെങ്കിൽ താഴ്ന്ന വിലകളിൽ വാങ്ങാനാകുന്നവയും കൂടുതൽ മെച്ചപ്പെട്ടവയുമായുള്ള ചരക്കുകൾ പതിവായി തേടിക്കൊണ്ടിരിക്കണം. സദാ മാറ്റത്തിനും മെച്ചപ്പെടലിനും സന്നദ്ധരായിരിക്കുക. എന്തെന്നാൽ ആരെ ആശ്രയിച്ചാണോ ഒരാൾ ജീവിക്കുന്നത് അവരെ കൂടുതൽ മെച്ചമായി സേവിക്കാനുള്ള കൂടുതൽ ഉയർന്ന കാര്യശേഷികൾ കുശാഗ്രബുദ്ധികളായിട്ടുള്ളവർ തേടിക്കൊണ്ടിരിക്കും. ആകയാൽ എല്ലാവരും പുരോഗതിയുടെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. മാറ്റമില്ലാത്തവരായി ആരും തുടരരുത്. അല്ലാത്തപക്ഷം അവർ പിന്തള്ളപ്പെട്ടു പോകും. ഒരു മനുഷ്യന്റെ ജീവിതം സമ്പന്നമാകുന്നത് അനുഭവങ്ങളിലൂടെ ആർജിക്കപ്പെടുന്ന നിരവധി കാര്യങ്ങളിലൂടെയാണ്. ഒരുവന് സ്വയം അഭിമാനിതനായി തോന്നണമെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ അവൻ ചെയ്തിരിക്കണം. തന്റെ കടബാധ്യതകളെല്ലാം തന്റെ ശക്തിക്കനുസൃതമായി ശുഷ്കാന്തിയോടെ കൊടുത്തു തീർക്കുക. പണം കൊടുക്കാനാകാത്ത സാധനങ്ങൾ വാങ്ങരുത്. കുടുംബാംഗങ്ങൾ തന്നെക്കുറിച്ച് നല്ലത് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന വിധം ഒരുവൻ അവരെ നോക്കി പരിപാലിക്കണം. ദൈവം തന്നെ വിളിക്കുകയാണെങ്കിൽ തന്റെ സമ്പത്തിന്റെ ന്യായയുക്തമായ വിഭജനം ഉറപ്പുവരുത്തുമാറ് ഒരുവൻ വിൽപത്രം തയ്യാറാക്കണം. മുറിവേൽപ്പിക്കപ്പെട്ടവരോടും ദൗർഭാഗ്യത്തിന്റെ ദംശനമേറ്റവരോടും അവന് ഭൂതഭയ ഉണ്ടായിരിക്കണം. തന്റെ കഴിവിന്റെ പരിധിക്കകത്തുനിന്നുകൊണ്ട് അവരെ സഹായിക്കണം. തനിക്ക് പ്രിയപ്പെട്ടവരോട് നല്ല കാര്യങ്ങൾ ചിന്തിച്ചു ചെയ്യണം. ആകയാൽ മെലിഞ്ഞ പണസഞ്ചികൾക്കുള്ള 7ാമത്തെയും അവസാനത്തേതുമായ പരിഹാരം ഇതാണ്: പഠിക്കാനും
കൂടുതൽ ബുദ്ധിശാലികളാകാനും വേണ്ടി, കൂടുതൽ കാര്യപ്രാപ്തിയുള്ളവരാകുവാനും വേണ്ടി, അങ്ങനെ ആത്മാഭിമാനം ഉയർത്തുവാൻ വേണ്ടി സ്വന്തം കരുത്തിനെ വളർത്തിയെടുക്കുക. അങ്ങനെ ശ്രദ്ധാപൂർവം നിങ്ങൾ തിരഞ്ഞെടുത്ത ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ആത്മവിശ്വാസം നിങ്ങൾ ആർജിക്കുമാറാകണം. സമ്പത്ത് ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും ചെയ്യണമെന്ന് ഞാൻ അനുശാസിക്കുന്നതും സുദീർഘവും വിജയകരവുമായ ജീവിതാനുഭവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതുമായ മെലിഞ്ഞ പണസഞ്ചിക്കുള്ള 7 പരിഹാരങ്ങൾ ഇവയാണ്. എന്റെ പ്രിയ ശിഷ്യരെ, നിങ്ങൾ സ്വപ്നം കാണുന്നതിനേക്കാൾ ഏറെ സ്വർണം ബാബിലോണിലുണ്ട്. എല്ലാവർക്കും സമൃദ്ധമായി ലഭിക്കാൻ തക്കതുണ്ട്. നിങ്ങൾ പോയി ഈ സത്യങ്ങൾ പ്രയോഗത്തിൽ വരുത്തുകയും നിങ്ങളുടെ അവകാശമായ അഭിവൃദ്ധിയും സമ്പത്തും കൈവശപ്പെടുത്തുകയും ചെയ്യുവിൻ. ഈ സമാധാരണീയരായ രാജകീയ പ്രജകളിൽ സകലരും നമ്മുടെ പ്രിയപ്പെട്ട നഗരത്തിന്റെ ഗണ്യമായ സമ്പത്തിൽ ഉദാരമായ പങ്ക് കൈവശപ്പെടുത്തും വിധം നിങ്ങൾ പോയി ഈ സത്യങ്ങൾ അവരെ പഠിപ്പിക്കുവിൻ. ഒരു സഞ്ചി നിറയെ സ്വർണം, ജ്ഞാനവചസ്സുകൾ കോറിയിട്ട ഒരു കളിമൺ ഫലകം. ഇവയിലൊന്ന് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും? മരുഭൂമിയിലെ മുൾപടർപ്പുകൾ കത്തിച്ച ജ്വാലയിൽ സൂര്യപ്രകാശമേറ്റ് കരുവാളിച്ച ശ്രോതാക്കളുടെ മുഖങ്ങൾ ജിജ്ഞാസയാൽ തിളങ്ങി. സ്വർണം, സ്വർണം. 27 പേരും ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞു. വൃദ്ധനായ കലബാബ് അവരുടെ മനസ്സറിഞ്ഞിട്ടെന്ന പോലെ പുഞ്ചിരി തൂകി. ചെവിയോർക്കൂ. കൈ ഉയർത്തിക്കൊണ്ട് അദ്ദേഹം സംസാരം തുടർന്നു. അതാ, അവിടെ കാട്ടുനായ്ക്കൾ രാത്രിയെ നോക്കി കുരയ്ക്കുന്നത് കേൾക്കുക. വിശന്നു വലഞ്ഞതിനാലാണ് അവറ്റ ഒച്ചയിടുകയും മോങ്ങുകയും ചെയ്യുന്നത്. ഇനി നാം അവയെ തീറ്റുന്നുവെന്നു കരുതുക. അവ എന്താകും ചെയ്യുക? അവ പരസ്പരം പോരാടുകയും കടിച്ചു കീറുകയും ചെയ്യും, ഉറപ്പായ നാളെയെക്കുറിച്ച് യാതൊരു വിചാരവുമില്ലാതെ. മനുഷ്യമക്കളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. സ്വർണത്തിനും ജ്ഞാനത്തിനുമിടയിൽ അവർക്കൊരുമിച്ച് തിരഞ്ഞെടുപ്പ് കൊടുക്കുക. അവരെന്തു ചെയ്യും? ജ്ഞാനത്തെ അവഗണിച്ച് അവർ സ്വർണം ധൂർത്തടിക്കും. ഇനിയും സ്വർണമില്ലാത്തതിനാൽ നാളെ അവർ വിലപിക്കും. സ്വർണം അതിന്റെ നിയമങ്ങൾ അറിയാവുന്ന, അതനുസരിക്കുന്ന ആളുകൾക്ക് മാത്രമുള്ളതാണ്. രാത്രി തണുപ്പുള്ളതായിരുന്നതിനാലും കാറ്റ് വീശിക്കൊണ്ടിരുന്നതിനാലും കലബാബ് തന്റെ വെളുത്ത നീളൻ കുപ്പായം മെലിഞ്ഞ കാലുകളിലേക്ക് വലിച്ചിട്ടു. നമ്മുടെ ഈ ദീർഘയാത്രയിൽ നിങ്ങളെന്നെ വിശ്വസ്തയോടെ സേവിച്ചതിനാലും എന്റെ ഒട്ടകങ്ങളെ ശ്രദ്ധാപൂർവം പരിപാലിച്ചതിനാലും മരുഭൂമിയിലെ ചുട്ടുപഴുത്ത മണലാരണ്യത്തിനു കുറുകെ പരാതി കൂടാതെ ക്ലേശിച്ചു സഞ്ചരിച്ചതിനാലും എന്റെ കച്ചവടച്ചരക്കുകൾ തട്ടിയെടുക്കാൻ വന്ന കൊള്ളക്കാർക്കെതിരെ ധീരതയോടെ പോരാടിയതിനാലും ഇന്നു രാത്രിയിൽ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു കഥ ഞാൻ പറയാം. സ്വർണസംബന്ധിയായ 5 നിയമങ്ങളുടെ കഥ. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. എന്തെന്നാൽ അവയുടെ അർത്ഥം ഗ്രഹിക്കുകയും അവ അനുസരിക്കുകയും ചെയ്താൽ വരും നാളുകളിൽ നിങ്ങൾക്ക് ധാരാളം സ്വർണനാണയങ്ങൾ ലഭിക്കും. എല്ലാവരിലും മതിപ്പുളവാക്കും വിധം അദ്ദേഹം തെല്ലിട നിർത്തി. മരുഭൂമിയുടെ നീലമേലാപ്പിൽ, ബാബിലോണിയയുടെ അച്ചസ്ഫടികം പോലുള്ള ആകാശത്തിൽ നക്ഷത്രങ്ങൾ തീവ്രശോഭയോടെ മിന്നിത്തെളിഞ്ഞ് ആഞ്ഞടിച്ചേക്കാവുന്ന മരുക്കാറ്റിനെതിരെ കുറ്റിയടിച്ച് ഭദ്രമാക്കിയ അവരുടെ കൂടാരങ്ങൾ ആ ചെറിയ ആൾക്കൂട്ടത്തിനു പിന്നാലെ രാവെട്ടത്തിൽ പാതി മങ്ങി കാണപ്പെട്ടു. അവയ്ക്കരികെ തുകലിൽ ഭദ്രമായി പൊതിഞ്ഞ് നല്ലവണ്ണം അടുക്കിവെച്ച കച്ചവടച്ചരക്കുകൾ. പരിസരങ്ങളിലായി ഒട്ടകക്കൂട്ടം ചിതറിക്കിടന്നു. ചിലത് ആത്മസംതൃപ്തിയോടെ അയവിറക്കുമ്പോൾ മറ്റു ചിലത് കുതിരകളെ നോക്കി മുക്രയിടുകയാണ്. അങ്ങ് ഞങ്ങൾക്ക് വളരെയധികം നല്ല കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. കലബാബ്, കെട്ടുമുറക്കലുകാരിൽ മുഖ്യൻ പറഞ്ഞു. അങ്ങയെ സേവിക്കുന്നത് അവസാനിക്കുന്ന കാലത്ത് ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്നതിനെപ്പറ്റിയുള്ള ജ്ഞാനോപദേശത്തിനായി ഞങ്ങൾ അങ്ങിലേക്ക് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. അജ്ഞാതമായ വിദൂരദേശങ്ങളിൽ ഞാൻ ധീരതയോടെ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എന്നാൽ ഇന്നു രാത്രി ഞാൻ നിങ്ങളോട് ബുദ്ധിമാനും ധനികനുമായ അർക്കാദിന്റെ ജ്ഞാനത്തെക്കുറിച്ച് പറയാം. അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട്. മുഖ്യ ജോലിക്കാരൻ പറഞ്ഞു. ബാബിലോണിൽ ജീവിച്ചിരുന്നവരിൽ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ. അദ്ദേഹമായിരുന്നു അതിസമ്പന്നൻ. എന്തെന്നാൽ തനിക്കു മുൻപുള്ള ആരെക്കാളും സ്വർണത്തിന്റെ പോക്കുവരവു കാര്യങ്ങളിൽ ജ്ഞാനി അദ്ദേഹമായിരുന്നു. നിരവധി വർഷങ്ങൾക്കു മുൻപ് ഒരു കുട്ടിയായിരിക്കെ നിനവേയിൽ വെച്ച് അദ്ദേഹത്തിന്റെ പുത്രൻ നൊമാസീർ
എന്നോട് പറഞ്ഞ് ആ മഹത്തായ ജ്ഞാനത്തിന്റെ കഥകൾ ഇന്നു രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയാം. എന്റെ യജമാനനും ഞാനും നൊമാസീറിന്റെ കൊട്ടാരത്തിൽ രാവേറെ ചെന്നും കാത്തിരിക്കുകയായിരുന്നു. ഒന്നാം തരം പട്ടുവസ്ത്രങ്ങൾ വലിയ കെട്ടുകളാക്കി കൊണ്ടുപോകാൻ യജമാനനെ സഹായിക്കുകയായിരുന്നു ഞാനന്ന്. തനിക്കിഷ്ടമുള്ള പ്രീതികരമായ നിറങ്ങൾ കിട്ടും വരെ നൊമാസീർ ഓരോന്നായി നിവർത്തിക്കൊണ്ടേയിരുന്നു. അവസാനം സംപ്രീതനായ അദ്ദേഹം തന്നോടൊപ്പം ഞങ്ങളെയും കൽപ്പിച്ചിരുത്തി. എന്നിട്ട് നാസാരന്ധ്രങ്ങൾക്ക് നറുമണം നൽകുന്നതും എന്റെ ഉദാരത്തെ ഊഷ്മളമാക്കുന്നതുമായ അസുലഭമായ ഒരുതരം മുന്തിരിച്ചാറ് പാനം ചെയ്യാൻ തന്നു. എനിക്ക് തീർത്തും അപരിചിതമായിരുന്നു ആ പാനീയം. പിന്നെ അദ്ദേഹം തന്റെ പിതാവായ അർക്കാദിന്റെ വിജ്ഞാനം നിറഞ്ഞു നിൽക്കുന്ന ഇക്കഥ പറഞ്ഞു. അത് ഞാനിന്ന് നിങ്ങളോട് പറയാം. ബാബിലോണിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ ധനികരായ പിതാക്കന്മാരുടെ മക്കൾ സ്വത്ത് അവകാശമായി കിട്ടുമെന്ന പ്രതീക്ഷയിൽ മാതാപിതാക്കന്മാരോടൊപ്പം ജീവിക്കുന്ന പതിവുണ്ടല്ലോ. അർക്കാദ് ഈ പിതാവിനെ അംഗീകരിച്ചില്ല. ആകയാൽ നൊമാസീർ പിതാവിന്റെ സ്ഥലത്ത് വന്നപ്പോൾ അദ്ദേഹം അവനെ വിളിച്ച് പറഞ്ഞു, എന്റെ മകനെ, നീ എന്റെ സ്വത്തിന്റെ അവകാശിയാകണം എന്നതാണ് എന്റെ ആഗ്രഹം. എന്നിരുന്നാലും അത് ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവനാണെന്ന് നീ ആദ്യം തെളിയിക്കണം. ആകയാൽ നീ ആദ്യം ഈ ലോകത്തിലേക്കിറങ്ങിച്ചെന്ന് സ്വർണനാണയങ്ങൾ സമ്പാദിക്കാനും ജനങ്ങൾക്കിടയിൽ ആദരണീയനായി തീരാനുമുള്ള കഴിവ് കാണിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിനക്ക് നല്ലൊരു തുടക്കം കിട്ടാനായി ദരിദ്രനായൊരു യുവാവെന്ന നിലയിൽ സ്വത്തുണ്ടാക്കാൻ ആരംഭിച്ചപ്പോൾ എനിക്ക് നിഷേധിക്കപ്പെട്ട 2 കാര്യങ്ങൾ ഞാൻ തരാം. ഒന്നാമതായി ഈ സഞ്ചി നിറയെ സ്വർണനാണയങ്ങൾ. നീ ഇത് വിവേകപൂർവം വിനിയോഗിച്ചാൽ അത് നിന്റെ ഭാവി വിജയത്തിന്റെ അടിസ്ഥാനമായി തീരും. രണ്ടാമതായി സ്വർണത്തെപ്പറ്റിയുള്ള 5 തത്വങ്ങൾ ആലേഖനം ചെയ്ത ഈ കളിമൺ ഫലകവും ഞാൻ നിനക്ക് തരും. നിന്റെ പ്രവർത്തികളിൽ നീ അവ നടപ്പിൽ വരുത്തിയാൽ നിനക്കവ കാര്യപ്രാപ്തിയും സുരക്ഷിതത്വവും പ്രദാനം ചെയ്യും. ഇന്നേക്ക് 10 വർഷം തികയുമ്പോൾ നീ നിന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങിവന്നിട്ട് സ്വന്തം കണക്ക് ബോധിപ്പിക്കുക. നീ സ്വന്തം കഴിവ് തെളിയിക്കുന്ന പക്ഷം ഞാൻ നിന്നെ എന്റെ സ്വത്തിന്റെ അവകാശിയാക്കാം. അല്ലെങ്കിൽ ഞാനത് പുരോഹിതർക്ക് നൽകും. അവരത് എന്റെ ആത്മാവിനെ ദേവന്മാരുടെ പക്കലേക്ക് അയക്കുന്നതിനു പകരമായി സ്വീകരിച്ചുകൊള്ളും. അങ്ങനെ സ്വർണനാണയ സഞ്ചിയും പട്ടുവസ്ത്രത്തിൽ ശ്രദ്ധാപൂർവം പൊതിഞ്ഞ കളിമൺ ഫലകവുമെടുത്ത് നൊമാസീർ തന്റെ അടിമയെയും കൂട്ടി കുതിരപ്പുറത്തേറി സ്വന്തം വഴി വെട്ടിത്തെളിക്കാനായി പുറപ്പെട്ടു. വർഷം 10 കടന്നുപോയി. നേരത്തെ നിശ്ചയിച്ചതു പ്രകാരം നൊമാസീർ മടങ്ങിവന്നു. പിതാവാകട്ടെ നിരവധി ബന്ധുമിത്രാദികളെ ക്ഷണിച്ചു വരുത്തി അവന്റെ ബഹുമാനാർത്ഥം വലിയൊരു വിരുന്നൊരുക്കി. സൽക്കാരമെല്ലാം കഴിഞ്ഞപ്പോൾ ബൃഹത്തായ ആ ശാലയുടെ ഒരു വശത്ത് തയ്യാറാക്കിയ സിംഹാസന സദൃശ്യമായ ഇരിപ്പിടങ്ങളിൽ അവന്റെ മാതാപിതാക്കൾ ഉപവിഷ്ടരായി. പിതാവിന് വാഗ്ദാനം കൊടുത്തിരുന്നതു പ്രകാരം സ്വന്തം കണക്കു ബോധിപ്പിക്കാൻ നൊമാസീർ അവർക്കു മുൻപാകെ ചെന്നുനിന്നു. അതൊരു സായാഹ്നമായിരുന്നു. മുറിയിൽ മങ്ങിയ പ്രകാശം മാത്രം പരത്തിയ എണ്ണവിളക്കുകളുടെ തിരികളിൽ നിന്നുയർന്ന ധൂമപടലങ്ങളാൽ അവിടമാകെ മുഖരിതമായി. നെയ്തുണ്ടാക്കിയ വെള്ളക്കുപ്പായവും മേൽവസ്ത്രവും അതു ധരിച്ച അടിമകൾ നീണ്ട കമ്പുള്ള ഈന്തപ്പനയോലകൾ കൊണ്ട് ഈർപ്പം നിറഞ്ഞ വായുവിൽ താളനിബദ്ധമായി വീശിക്കൊണ്ടിരുന്നു. ആഡംബരപൂർണമായ ആഢ്യത രംഗത്തിന് നിറപ്പകിട്ടേകി. നൊമാസീറിന്റെ ഭാര്യയും 2 മക്കളും സുഹൃത്തുക്കളും മറ്റു കുടുംബാംഗങ്ങളും ബദ്ധശ്രദ്ധരായ ശ്രോതാക്കളായി ചെറുകമ്പളങ്ങളിൽ അദ്ദേഹത്തിനു പിന്നിൽ ഇരുന്നു. എന്റെ പിതാവേ, ആദരപൂർവം അവൻ ആരംഭിച്ചു, അങ്ങയുടെ ജ്ഞാനത്തിനു മുന്നിൽ എന്റെ നമോവാകം. 10 വർഷങ്ങൾക്കു മുൻപ് ഞാൻ യൗവനത്തിന്റെ പടിവാതിൽക്കൽ നിൽക്കെ അങ്ങയുടെ സമ്പത്തിന്റെ ഒരു ആശ്രിതനായി ജീവിതം തുടരുന്നതിനു പകരം മുന്നോട്ടു പോയി ജനങ്ങൾക്കിടയിൽ കഴിവുള്ളവനായി തീരാൻ അങ്ങ് എന്നെ പ്രേരിപ്പിച്ചു. അങ്ങയുടെ സ്വർണനാണയങ്ങൾ എനിക്ക് ഉദാരമായി നൽകി. അങ്ങയുടെ ജ്ഞാനം എനിക്ക് ഉദാരമായി പങ്കുവച്ചു തന്നു. സ്വർണത്തെ സംബന്ധിച്ചിടത്തോളം ഹാ കഷ്ടം! തികച്ചും വിനാശകരമായൊരു കൈകാര്യമാണ് ഞാൻ ചെയ്തതെന്ന് സമ്മതിക്കണം. തന്നെ പിടികൂടിയ കുട്ടിയുടെ കൈകളിൽ നിന്ന് കിട്ടിയ ആദ്യാവസരത്തിൽ തന്നെ കുതറിയോടിയ കാട്ടുമുയൽ എന്നതുപോലെ അശിക്ഷിതമായ എന്റെ കരങ്ങളിൽ നിന്ന് അത് രക്ഷപ്പെട്ടു. പിതാവ് അത് കേട്ട് നിഗൂഢമായി പുഞ്ചിരി തൂകി. തുടരൂ മകനെ, നിന്റെ കഥ അതിന്റെ എല്ലാ വിശദാംശങ്ങളോടും കൂടെ എന്നിൽ താൽപ്പര്യമുണർത്തുന്നു. വളരുന്ന നഗരമായതിനാൽ എനിക്ക് അവസരങ്ങൾ കണ്ടെത്താനാകും എന്ന് വിശ്വസിച്ച് നിനവയിലേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു. ഞാനൊരു
സാർത്തവാഹക സംഘത്തോട് ചേർന്നു. അവരിൽ നിന്ന് എനിക്ക് ധാരാളം സുഹൃത്തുക്കളെ കിട്ടി. നന്നായി സംസാരിക്കുന്ന 2 പേർ അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിസുന്ദരനായ ഒരു വെള്ളക്കുതിരയായിരുന്നു അവരുടെ അതിവേഗവാഹനം. ഞങ്ങളങ്ങനെ യാത്ര ചെയ്യവേ അവരെന്നോട് രഹസ്യമായി ഒരാളെപ്പറ്റി പറഞ്ഞു. പന്തയത്തിൽ ഒരിക്കലും തോൽക്കാത്ത ഒരു കുതിരയുള്ള സമ്പന്നനായൊരു നിനവേക്കാരൻ. ജീവിച്ചിരിക്കുന്ന മറ്റൊരു കുതിരയും അതിനേക്കാൾ വേഗതയിൽ ഓടുകയില്ലെന്നായിരുന്നു അയാളുടെ വിശ്വാസം. ആകയാൽ ബാബിലോണിയയിലെ എമ്പാടുമുള്ള ഏതു കുതിരയെയും അത് തോൽപ്പിക്കും എന്ന വിശ്വാസത്തിൽ അയാൾ എത്ര വലിയ തുകയ്ക്കു വേണമെങ്കിലും പന്തയം വയ്ക്കും. എന്നാൽ തങ്ങളുടെ കുതിരയുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത് വെറും മുടന്തൻ കഴുത മാത്രമാണെന്നും എളുപ്പത്തിൽ തോൽപ്പിക്കാമെന്നും സുഹൃത്തുക്കൾ പറഞ്ഞു. പിന്നെ വലിയൊരു ഔദാര്യം എന്ന മട്ടിൽ ഒരു പന്തയത്തിൽ അവരുടെ പങ്കുകാരനാകാൻ എന്നെ അവർ ക്ഷണിക്കുകയും ചെയ്തു. ആ പദ്ധതിയിൽ ഞാൻ വീണുപോയി. പക്ഷേ ഞങ്ങളുടെ കുതിര ദയനീയമായി പരാജയപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ എന്റെ സ്വർണനാണയങ്ങളിൽ വലിയൊരു പങ്ക് നഷ്ടമായി. അത് കേട്ട് പിതാവ് ചിരിച്ചു. അത് ഈ മനുഷ്യരുടെ ഒരു തട്ടിപ്പ് പരിപാടിയാണെന്നും അവർ സ്ഥിരമായി ഇങ്ങനെ ഇരകളെ തേടി സാർത്തവാഹക സംഘങ്ങളോടൊപ്പം സഞ്ചരിക്കാറുണ്ടെന്നും പിന്നീടാണ് ഞാൻ കണ്ടുപിടിച്ചത്. നിനവേയിലെ ആ മനുഷ്യൻ വാസ്തവത്തിൽ ഇവരുടെ പങ്കുകാരനായിരുന്നു. അയാൾക്ക് കിട്ടുന്ന പന്തയത്തുകകൾ ഇവരുമായി പങ്കുവയ്ക്കുകയായിരുന്നു പതിവ്. ഈ കൊടും ചതി എനിക്ക് ആദ്യത്തെ പാഠമായി. ഇതുപോലെ കൈപ്പേറിയ മറ്റൊന്നുകൂടെ വൈകാതെ എനിക്ക് പഠിക്കേണ്ടി വന്നു. സാർത്തവാഹക സംഘത്തിൽ മറ്റൊരു ചെറുപ്പക്കാരനെ കൂടി ഞാൻ കണ്ടുമുട്ടി. അയാളുമായും ഞാൻ നല്ല ചെങ്ങാത്തത്തിലായി. സമ്പന്നരായ മാതാപിതാക്കളുടെ മകനായ അയാൾ എന്നെപ്പോലെ ഉചിതമായൊരു അവസരം തേടി നിനവേയ്ക്കു പോകുമായിരുന്നു. ഞങ്ങൾ അവിടെ എത്തി വൈകാതെ തന്നെ ഒരു വ്യാപാരി അവിടെ മരിച്ചുവെന്നും അയാളുടെ കടയും സമ്പന്നമായ ചരക്കും ഇടപാടുകളും നിസ്സാരത്തുകയ്ക്ക് കിട്ടുമെന്നും എന്നോട് പറയുകയുണ്ടായി. ഞങ്ങൾ തുല്യ പങ്കാളികളായിരിക്കുമെങ്കിലും തന്റെ സ്വർണനാണയങ്ങൾ എടുക്കാൻ തനിക്ക് ബാബിലോണിലേക്ക് മടങ്ങേണ്ടി വന്നതിനാൽ ആ വ്യാപാരം തൽക്കാലം എന്റെ സ്വർണനാണയങ്ങൾ കൊണ്ടുവാങ്ങാൻ അയാൾ എന്നെ വിജയകരമായി പ്രേരിപ്പിച്ചു. അയാളുടെ പങ്ക് പിന്നീട് വ്യാപാരം മുന്നോട്ടു കൊണ്ടുപോകുവാൻ ഉപയോഗിക്കാം എന്നായിരുന്നു വ്യവസ്ഥ. ബാബിലോണിലേക്കുള്ള യാത്ര പക്ഷേ അയാൾ ഏറെ ദീർഘിപ്പിച്ചു. ബുദ്ധിശൂന്യനായ വാങ്ങലുകാരനും വിഡ്ഢിയായ ചെലവാക്കലുകാരനുമാണ് താനെന്ന് അതിനിടെ തെളിയിക്കുകയും ചെയ്തു. അവസാനം ഞാൻ അവനെ ഒഴിവാക്കി. പക്ഷേ അതിനിടയിൽ വ്യാപാരം മുടിയാൻ തുടങ്ങിയിരുന്നു. വിൽക്കാനാകാത്ത ചരക്കുകളാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. പുതിയതെടുക്കാനാകാതെ സ്വർണനാണയങ്ങളുമില്ല. അവസാനം ഞങ്ങൾ നിസ്സാര തുകയ്ക്ക് ബാക്കി ചരക്കുകൾ ഒരു ഇസ്രായേൽക്കാരന് വിറ്റു. പിതാവേ, ഞാൻ അങ്ങയോട് പറയട്ടെ, വൈകാതെ കൈപ്പേറിയ നാളുകൾ വന്നെത്തി. ഞാൻ എന്തെങ്കിലും തൊഴിലന്വേഷിച്ചെങ്കിലും കിട്ടിയില്ല. കാരണം സമ്പാദിക്കാനാകും വിധം എന്തെങ്കിലും കൈത്തൊഴിലോ പരിശീലനമോ എനിക്കില്ലായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ കുതിരകളെ വിറ്റു, എന്റെ അടിമയെ വിറ്റു. ആഹാരത്തിനും കിടന്നുറങ്ങാൻ ഒരിടത്തിനും വേണ്ടി ഞാൻ എന്റെ അധിക കുപ്പായങ്ങൾ വിറ്റു. പക്ഷേ ദിവസം ചെല്ലുന്തോറും ഇല്ലായ്മകൾ എന്റെ മേൽ പിടിമുറുക്കി തുടങ്ങി. പക്ഷേ കൈപ്പേറിയ ആ ദിനങ്ങളിൽ പിതാവേ, അങ്ങ് എന്നിലർപ്പിച്ച വിശ്വാസത്തെപ്പറ്റി ഞാൻ ഓർത്തു. വലിയൊരാളായി തീരാനാണല്ലോ അങ്ങ് എന്നെ അയച്ചത്. അത് സാക്ഷാത്കരിക്കാൻ ഞാൻ ദൃഢനിശ്ചയം ചെയ്തു. അതുകേട്ട് അമ്മ തന്റെ മുഖം കൈകളിലർപ്പിച്ച് വിങ്ങിക്കരഞ്ഞുപോയി. ആ സമയത്താണ് സ്വർണനാണയ സംബന്ധിയായ 5 നിയമങ്ങൾ കൊത്തിവെച്ച് അങ്ങ് എനിക്ക് തന്ന ഫലകത്തെക്കുറിച്ച് ഞാൻ ഓർത്തത്. അതോടെ ഞാൻ അതീവ ശ്രദ്ധയോടെ അങ്ങയുടെ ജ്ഞാനവചസ്സുകൾ വായിച്ചു. അപ്പോഴാണ് ഞാൻ ആദ്യമേ ജ്ഞാനം തേടിയിരുന്നെങ്കിൽ ആ സ്വർണമൊക്കെ നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് മനസ്സിലാക്കിയത്. അതിലെ ഓരോ നിയമവും ഞാൻ ഹൃദിസ്ഥമാക്കി. എന്നിട്ട് ഒരു ദൃഢനിശ്ചയം ചെയ്തു. സൗഭാഗ്യദേവത എന്നെ നോക്കി ഒരിക്കൽ കൂടി പുഞ്ചിരി പൊഴിച്ചാൽ ഞാൻ കാലം തെളിയിച്ച ഈ ജ്ഞാനത്താലാകും നയിക്കപ്പെടുക. അല്ലാതെ യൗവനത്തിന്റെ പരിചയക്കേടിനാലാവില്ല. ഇന്നീ രാത്രിയിൽ ഇവിടെ ഉപവിഷ്ടരായിരിക്കുന്ന നിങ്ങൾക്കായി 10 വർഷം മുൻപ് പിതാവെനിക്ക് തന്ന കളിമൺ ഫലകത്തിൽ കൊത്തിയിരിക്കുന്ന ജ്ഞാനവചസ്സുകൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഗന്ധങ്ങളോടായി മാറുന്നു. അസൂറിന്റെ പുത്രൻ തീർച്ചയായും അങ്ങനെയാണ് ചിന്തിച്ചത്. ഒരു തോട്ടത്തിന്റെ മതിലിനു വെളിയിലൂടെ പറിച്ചു തിന്ന 2 അത്തിപ്പഴങ്ങളല്ലാതെ അവൻ 2 ദിവസം മുഴുവൻ മറ്റൊരാഹാരവും രുചിച്ചിരുന്നില്ല. മൂന്നാമതൊരെണ്ണം പറിക്കും മുമ്പ് കോപിഷ്ഠയായ ഒരു സ്ത്രീ പുറത്തേക്കോടിവന്ന് അവനെ തെരുവിലൂടെ ഓടിച്ചുകളഞ്ഞു. ചന്തസ്ഥലത്തുകൂടെ ചുറ്റി നടക്കുമ്പോഴും അവന്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നത് അവരുടെ മൂർച്ചയേറിയ സ്വരമാണ്. ചന്തയിലെ കച്ചവടക്കാരികളുടെ കൊട്ടകകളിൽ നിന്ന്
പഴങ്ങൾ മോഷ്ടിക്കാനുള്ള അവന്റെ വിരലുകളുടെ പ്രലോഭനത്തെ തടഞ്ഞതും അതുതന്നെ. ബാബിലോണിലെ ചന്തകളിലേക്ക് എത്രമാത്രം ആഹാരവസ്തുക്കൾ കൊണ്ടുവന്നിരുന്നുവെന്നോ അവയുടെ സുഗന്ധം എത്ര ഹൃദയഹാരിയായിരുന്നുവെന്നോ അവൻ അതിനു മുൻപൊരിക്കലും ബോധവാനായിരുന്നില്ല. ചന്തയിൽ നിന്നും പോയ അവൻ തെരുവു മുറിച്ചുകടന്ന് സത്രത്തിലേക്ക് ചെന്നു. എന്നിട്ട് അവിടത്തെ ഭോജനശാലയ്ക്കു മുന്നിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും ഉലാത്താൻ തുടങ്ങി. ഇവിടെ അവന് ചിലപ്പോൾ ഏതെങ്കിലുമൊരു പരിചയക്കാരനെ കണ്ടുമുട്ടാനായേക്കും, ഒരു ചെമ്പുതൊട്ട് കടം വാങ്ങാനാകുന്ന ഒരാൾ. പൊതുവെ ദുർമുഖം കാട്ടുന്ന സത്രം സൂക്ഷിപ്പുകാരന്റെ ഒരു പുഞ്ചിരി നേടാനും ഉദാരമായ സഹായം സ്വീകരിക്കുവാനും അതുപകരിക്കും. ആ ചെമ്പുതുട്ടില്ലാതെ താൻ എത്രമാത്രം സ്വാഗതാർഹനല്ലാതായിത്തീരും എന്നവന് നല്ലവണ്ണം അറിയാമായിരുന്നു. ഈ ഉലാത്തലിനിടെ അവൻ താൻ അങ്ങേയറ്റം ഒഴിവാക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരുവനുമായി, നീണ്ടുമെലിഞ്ഞ ദബാസീർ എന്ന ഒട്ടകക്കച്ചവടക്കാരനുമായി തികച്ചും അപ്രതീക്ഷിതമായി തന്നെ മുഖാമുഖം കണ്ടുമുട്ടി. താൻ കൊച്ചു തുകകൾ കടം വാങ്ങിയിട്ടുള്ള സുഹൃത്തുക്കളിലും മറ്റുള്ളവരിലും വെച്ച് തിരിച്ചുകൊടുക്കാമെന്നുള്ള വാഗ്ദാനം തെറ്റിച്ചതിന്റെ പേരിൽ തന്നെ ഏറ്റവുമധികം വിഷമിപ്പിച്ചിട്ടുള്ളത് ദബാസീറാണ്. അവനെ കണ്ടതും ദബാസീറിന്റെ മുഖം പ്രകാശിച്ചു. ഹ, ഇതാര്? ടർക്കാദോ? ഞാൻ നിന്നെ നോക്കി നടക്കുകയായിരുന്നു. ഒരു പക്ഷം മുൻപ് ഞാൻ കടം തന്ന 2 ചെമ്പുതുട്ടുകളും അതിനു മുമ്പ് കടം തന്ന വെള്ളി നാണയങ്ങളും തിരിച്ചുകിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. നാം ഇപ്പോൾ കണ്ടുമുട്ടിയത് നന്നായി. ആ നാണയങ്ങൾ ഇന്ന് കിട്ടിയാൽ എനിക്കേറെ ഗുണം ചെയ്യും. എന്തു പറയുന്നു കുട്ടി, എന്തു പറയുന്നു? ടർക്കാദിന് പറയാൻ വാക്കുകൾ കിട്ടാതെ വരികയും മുഖം വിളറി വെളുക്കുകയും ചെയ്തു. തുറന്നടിക്കുന്ന ദബാസീറുമായി വാദപ്രതിവാദം നടത്താൻ വേണ്ട ഊർജം പ്രദാനം ചെയ്യാൻ അവന്റെ ഉദരത്തിൽ ഒന്നുമുണ്ടായിരുന്നില്ല. എന്നോട് ക്ഷമിക്കണം, പൊറുക്കണം, അവൻ ക്ഷീണിച്ച സ്വരത്തിൽ മന്ത്രിച്ചു. പക്ഷേ ഇന്നെന്റെ കയ്യിൽ ചെമ്പുതുട്ടോ വെള്ളി നാണയമോ ഇല്ല താങ്കളുടെ കടം വീട്ടാൻ. ഇല്ലെങ്കിൽ സമ്പാദിക്കണം. ദബാസീർ ശാഠ്യം പിടിച്ചു. നിന്റെ പിതാവിന്റെ പഴയ സുഹൃത്തും അവശ്യനേരത്ത് നിന്നെ സഹായിച്ചവനുമായ ഒരുവന്റെ ഉദാരതയ്ക്ക് പകരം നൽകാൻ കുറച്ച് ചെമ്പുതുട്ടുകളും ഒരു വെള്ളി നാണയവും സമ്പാദിക്കാൻ നിനക്കാവില്ലെന്നോ? ദൗർഭാഗ്യം എന്നെ വിടാതെ പിന്തുടരുന്നതുകൊണ്ടാണ് എനിക്ക് കടം വീട്ടാൻ സാധിക്കാത്തത്. ദൗർഭാഗ്യമെന്നോ? നിന്റെ സ്വന്തം കഴിവുകേടിന് ദേവകളെ ദ്വേഷിക്കുന്നതെന്തിന്? കടം വീട്ടുന്നതിനേക്കാളേറെ കടം വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഓരോ മനുഷ്യനെയും ദൗർഭാഗ്യം പിന്തുടരുന്നു. എന്റെ കൂടെ വരൂ കുട്ടി, എനിക്ക് വിശക്കുന്നുണ്ട്. ഞാൻ ആഹാരം കഴിക്കുമ്പോൾ നീ എന്റെ കൂടെ ഇരുന്നാൽ ഞാനൊരു കഥ പറയാം. ദബാസീറിന്റെ മാരകമായ സൗഹൃദഭാവം കണ്ട് തർക്കാദ് ഞെട്ടി. പക്ഷേ ഇവിടെ ഭോജനശാലയുടെ ഹൃദ്യമായ കവാടത്തിലേക്കുള്ള ഒരു ക്ഷണവും കൂടെയുണ്ടല്ലോ. ദബാസീർ അവനെ ഭോജനശാലയുടെ അങ്ങേയറ്റത്തെ മൂലയിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. എന്നിട്ട് അവർ 2 ചെറുകമ്പങ്ങളിലായി ഇരുന്നു. ഭോജനശാലയുടമ കൗസ്കർ സൗഹാർദ്ദപൂർവ്വം ചിരിച്ചുകൊണ്ട് അടുത്തുവന്നപ്പോൾ പതിവ് സ്വാതന്ത്ര്യത്തോടെ ദബാസീർ അയാളെ അഭിസംബോധന ചെയ്തു. മരുഭൂമിയിലെ തടിയനുടുമ്പേ, എനിക്കൊരു ആട്ടിൻകാൽ കൊണ്ടുവാ. നല്ല തവിട്ട് നിറമുള്ള ചാറും വേണം. പിന്നെ റൊട്ടിയും ധാരാളം പതിവു പച്ചക്കറികളും തിന്നണം. എനിക്ക് നല്ല വിശപ്പുണ്ട്. ആ പിന്നെ എന്റെ ഈ ചെങ്ങാതിയുടെ കാര്യം മറക്കണ്ട. ഒരു കോപ്പ നിറയെ വെള്ളം അവന് കൊടുക്കൂ. തണുപ്പിച്ചതു വേണം. പകൽ നല്ല ചൂടാണ്. തർക്കാദിന്റെ മനസ്സിടിഞ്ഞുപോയി. ഈ മനുഷ്യൻ ഒരു ആട്ടിൻകാൽ മുഴുവൻ വെട്ടിവിഴുങ്ങുന്നത് നോക്കി താൻ പച്ചവെള്ളവും കുടിച്ചിരിക്കണമെന്നോ? അവൻ ഒരക്ഷരം മിണ്ടിയില്ല. തനിക്കൊന്നും പറയാനാവില്ലല്ലോ എന്നവൻ ഓർത്തുപോയി. ദബാസീറിനു പക്ഷേ അവന്റെ മൗനത്തിൽ നിന്നും അത്തരം കാര്യങ്ങളൊന്നും വായിച്ചെടുക്കാനാവില്ലല്ലോ. തനിക്കു പരിചിതരായ മറ്റുള്ളവരെ നോക്കി കൈവീശിക്കാട്ടിയും പുഞ്ചിരിച്ചും അദ്ദേഹം തുടർന്നു. ഈയിടെ ഉർഫയിൽ നിന്നും മടങ്ങിയെത്തിയ ഒരു സഞ്ചാരിയിൽ നിന്നും ഒരു സമ്പന്നന്റെ കഥ ഞാൻ കേൾക്കുകയുണ്ടായി. ആ മനുഷ്യന് ഒരു രത്നത്തിന്റെ ശകലമുണ്ട്. വളരെ നേർമയിൽ മുറിച്ചെടുത്ത ഒരു കഷ്ണം. അതിലൂടെ നോക്കിയാൽ അപ്പുറം കാണാമത്രേ. മഴ കൊള്ളാതിരിക്കാനായി അതദ്ദേഹം ജാലകത്തിൽ വെച്ചു. മഞ്ഞ നിറമാണതിന്. അതിലൂടെ നോക്കാൻ ഈ മനുഷ്യനെ അദ്ദേഹം അനുവദിച്ചു. അങ്ങനെ നോക്കിയാൽ മറുവശം യാഥാർത്ഥ്യപൂർണമല്ലാതെ വിചിത്രമായ രീതിയിലാണത്രേ കാണുക. ടർക്കാദ്, നീ അതിനെക്കുറിച്ച് എന്തു പറയുന്നു? ലോകം മുഴുവൻ ഒരു മനുഷ്യന് അവാസ്തവികമായൊരു നിറത്തിൽ കാണപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിക്കൂ. ശരിയാണ്. ദബാസീറിന്റെ മുന്നിൽ സമാഗതമായ തടിച്ച ആട്ടിൻകാലിൽ കൂടുതൽ താൽപര്യം തോന്നവേ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു. എനിക്കുമതറിയാം. ശരിയാണ്.
വാസ്തവത്തിൽ എന്താണോ അതിൽ നിന്ന് വ്യത്യസ്തമായ വർണ്ണത്തിൽ ലോകത്തെ ഞാൻ നോക്കിക്കണ്ടിട്ടുണ്ട്. വീണ്ടും ഞാൻ അതിനെ യഥാർത്ഥ നിറത്തിൽ കണ്ടു തുടങ്ങിയത് എങ്ങനെയെന്ന് വിവരിക്കുന്നതാണ് ഞാൻ പറയാൻ പോകുന്ന കഥ. ദബാസിർ ഒരു കഥ പറയാൻ പോകുന്നു. അടുത്തിരുന്ന് ആഹാരം കഴിച്ചിരുന്നയാൾ തന്റെ അടുത്തയാളോട് പറഞ്ഞിട്ട് കമ്പളം അടുപ്പിച്ചിട്ട് ഇരിപ്പായി. അറിഞ്ഞവരെല്ലാം തങ്ങളുടെ കമ്പളങ്ങളും ആഹാരസാധനങ്ങളും നീക്കിവെച്ചു. അവരെല്ലാം അങ്ങനെ ഒരു അർദ്ധവൃത്താകൃതിയിലായി. അവർ തർക്കാദിന്റെ കാതുകളിൽ ഒച്ചവെച്ചു. മാംസളമായ എല്ലുകളാൽ ഞെരുക്കി. അവനു മാത്രമേ ആഹാരമില്ലാതിരുന്നുള്ളൂ. ദബാസീർ അവന് തന്റെ പങ്കിൽ നിന്ന് വാഗ്ദാനം ചെയ്തില്ല. ഒടിച്ചപ്പോൾ തളികയിൽ നിന്നും താഴെ വീണ കടുപ്പമുള്ള റൊട്ടിയുടെ കഷ്ണം പോലും കൊടുത്തില്ല. ഞാൻ പറയാൻ പോകുന്ന കഥ എന്താണെന്ന് വെച്ചാൽ, ആട്ടിൻകാലിൽ നിന്ന് നല്ലൊരു മാംസകഷ്ണം കടിച്ചെടുക്കാൻ തെല്ലിട നിർത്തിയിട്ട് തുടർന്നു. ഞാൻ വളർന്നുവന്ന് ഒരു ഒട്ടക കച്ചവടക്കാരനായതിന്റെ കഥ ഇതാണ്. ഒരു കാലത്ത് ഞാൻ സിറിയായിൽ അടിമയായിരുന്നുവെന്ന് ആർക്കെങ്കിലും അറിയാമോ? ശ്രോതാക്കൾക്കിടയിൽ ജിജ്ഞാസാസൂചകമായ ഒരു മന്ത്രിക്കൽ പടരുന്നത് ദബാസീർ സംതൃപ്തിയോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഞാനൊരു യുവാവായിരുന്ന കാലം. ആട്ടിൻകാലിന്മേൽ മറ്റൊരു കടന്നാക്രമണം നടത്തിയ ശേഷം ദബാസീർ തുടർന്നു. എന്റെ പിതാവിന്റെ തൊഴിലായ കുതിരജീനി നിർമ്മാണമാണ് ഞാൻ അക്കാലത്ത് പഠിച്ചത്. അദ്ദേഹത്തിന്റെ പണിശാലയിൽ ഞാനും ഒപ്പം പണിയെടുത്തു. പിന്നെ വിവാഹം കഴിച്ച് ഭാര്യയെയും ഒപ്പം കൂട്ടി. ചെറുപ്പമായിരുന്നതിനാലും അത്രയ്ക്കങ്ങ് പണിയിൽ മികവുണ്ടാക്കാൻ കഴിയാതിരുന്നതിനാലും നല്ലവളായ ഭാര്യയെ പോറ്റാൻ എനിക്ക് കഷ്ടിയെ സമ്പാദിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എനിക്ക് വാങ്ങാൻ കഴിയാത്ത നല്ല സാധനങ്ങൾക്കു വേണ്ടി ഞാൻ കൊതിച്ചു. തൽക്കാലം പണം കൊടുക്കാനില്ലെങ്കിലും വ്യാപാരികൾ എന്നെ വിശ്വസിച്ച് സാധനങ്ങൾ തരുകയും എന്ന് ഞാൻ മനസ്സിലാക്കി. ചെറുപ്പമായിരുന്നതിനാലും പരിചയക്കുറവിനാലും ഞാൻ അതിലെ അപകടം തിരിച്ചറിഞ്ഞിരുന്നില്ല. സമ്പാദിക്കുന്നതിനേക്കാളേറെ ചെലവാക്കുന്നവൻ അനാവശ്യമായ ആത്മരതിയുടെ കാറ്റാണ് വിതയ്ക്കുന്നത്. അതിൽ നിന്ന് കുഴപ്പങ്ങളുടെയും അപമാനത്തിന്റേതുമായ കൊടുങ്കാറ്റ് അവർ കൊയ്യും. അങ്ങനെ ആഡംബര വസ്ത്രങ്ങൾക്കും മറ്റും വേണ്ടിയുള്ള ശ്രമത്തിൽ ഞാൻ മുഴുകുകയും ഞങ്ങളുടെ കഴിവിനുമുപരിയായി ഭാര്യയ്ക്കും കുടുംബത്തിനും വേണ്ടി അവ വാങ്ങുകയും ചെയ്തു. എന്നാലാകും പോലെയൊക്കെ ഞാൻ പണം കൊടുത്തു. കാര്യങ്ങൾ കുറച്ചുകാലം ഭംഗിയായി തന്നെ കടന്നുപോയി. എന്നാൽ ജീവിതച്ചെലവിനും കടം വീട്ടാനും വരുമാനം മതിയാവില്ലെന്ന് വൈകാതെ എനിക്ക് ബോധ്യപ്പെട്ടു. കടം തന്നവർ എന്റെ പിന്നാലെ കൂടി ശല്യപ്പെടുത്തുവാൻ തുടങ്ങി. അങ്ങനെ എന്റെ ജീവിതം ദുരിതത്തിലുമായി. ഞാൻ സുഹൃത്തുക്കളോട് കടം വാങ്ങാൻ ആരംഭിച്ചു. പക്ഷേ അവർക്കും മടക്കിക്കൊടുക്കാൻ കഴിയാത്തതായി. കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ മോശമായിക്കൊണ്ടിരുന്നു. ഭാര്യ അവളുടെ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി. ഞാൻ ബാബിലോൺ വിടാനും യുവാക്കൾക്ക് മെച്ചപ്പെട്ട സാധ്യതയുള്ള മറ്റൊരു നഗരം തേടാനും തീരുമാനിച്ചു. സാർത്ഥവാഹക സംഘങ്ങൾക്കുവേണ്ടി പണിയെടുത്ത എനിക്ക് 2 വർഷക്കാലം സ്വസ്ഥതയുണ്ടായിരുന്നില്ല. ജീവിതത്തിൽ വിജയിച്ചതുമില്ല. ആ സ്ഥിതിയിലാണ് ഞാൻ മരുഭൂമികളിൽ ചുറ്റിത്തിരിഞ്ഞ് നിരായുധരായ സാർത്ഥവാഹക സംഘങ്ങളെ കൊള്ളയടിക്കുന്ന സംഘവുമായി ചേർന്നത്. എന്റെ പിതാവിന്റെ പുത്രനെന്ന സ്ഥാനത്തിന് യോജിക്കാത്ത പ്രവൃത്തി. പക്ഷേ നിറമുള്ള ഒരു കല്ലിന്റെ പാളിയിലൂടെയായിരുന്നു ഞാൻ ലോകത്തെ നോക്കിക്കണ്ടിരുന്നത്. അതിനാൽ എത്ര അധപതനമാണ് എനിക്കുണ്ടായതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ ആദ്യ പരിശ്രമം വിജയകരമായി. വൻതോതിൽ സ്വർണവും പട്ടുവസ്ത്രങ്ങളും മറ്റ് അമൂല്യ വ്യാപാര വസ്തുക്കളും ഞങ്ങൾ പിടിച്ചെടുത്തു. ഇത് ഞങ്ങൾ ഗിനീറിൽ കൊണ്ടുപോയി വിറ്റ് ദൂർത്തടിക്കുകയുണ്ടായി. ഞങ്ങളുടെ രണ്ടാമത്തെ കൊള്ള അത്ര വിജയകരമായില്ല. ഞങ്ങൾ സാർത്ഥവാഹക സംഘത്തെ പിടികൂടിയതിനു തൊട്ടുപിന്നാലെ അവർ സംരക്ഷണ പണം കൊടുത്തിരുന്ന ഒരു നാടുവാഴിയുടെ കുന്തപ്പടയാളികൾ ഞങ്ങളെ ആക്രമിച്ചു. ഞങ്ങളുടെ 2 നേതാക്കൾ കൊല്ലപ്പെട്ടു. ബാക്കിയുള്ളവരെ പിടികൂടി ദമാസ്കസിലേക്കു കൊണ്ടുപോകുകയും നഗ്നരാക്കിയ ശേഷം അടിമകളായി വിൽക്കുകയുമാണുണ്ടായത്. സിറിയയിലെ മരുഭൂമിയിലുള്ള ഒരു ജന്മി എന്നെ 2 വെള്ളിക്കാശിന് വാങ്ങി. തലമുണ്ഡനം ചെയ്ത് അരയിലൊരു ചാൺ വസ്ത്രം ധരിച്ച എന്നെ മറ്റടിമകളിൽ നിന്ന് വേർതിരിച്ചറിയാൻ കാര്യമായൊന്നും ഉണ്ടായിരുന്നില്ല. യുവത്വത്തിന്റെ തീക്ഷ്ണതയിൽ അതിനുമൊരു സാഹസകൃത്യമാണ് ഞാൻ കണ്ടിരുന്നത്. യജമാനൻ എന്നെ തന്റെ 4 ഭാര്യമാർക്കു മുന്നിൽ കൊണ്ടുചെന്ന് അന്തഃപുരുഷണ്ഠനായി പണിയെടുപ്പിക്കാൻ പറയും വരെ. അപ്പോഴാണ് എന്റെ നിസ്സഹായാവസ്ഥ എനിക്ക് ബോധ്യപ്പെടുന്നത്. ഈ മരുഭൂവാസികൾ ക്രൂരരും സദാ പോരാളികളെപ്പോലുള്ളവരുമായിരുന്നു. ആയുധങ്ങളോ രക്ഷാമാർഗങ്ങളോ ഇല്ലാത്ത ഞാൻ അവരുടെ ഏതിച്ഛയ്ക്കും വിധേയനായി. ആ 4 സ്ത്രീകളും എന്നെ രൂക്ഷമായി നിരീക്ഷിക്കവേ ഞാൻ വല്ലാതെ ഭയപ്പെട്ടുകൊണ്ടു നിന്നു.
അവരിൽ നിന്നും എന്തെങ്കിലും ദയവ് പ്രതീക്ഷിക്കാമോ എന്നും ഞാൻ ശങ്കിച്ചുപോയി. ആദ്യ ഭാര്യ സിറ ആയിരുന്നു മൂത്തത്. ഒട്ടും സമാശ്വാസം കാണാനാകാതെ അവരിൽ നിന്നും ഞാൻ മുഖം തിരിച്ചു. മുഖത്ത് പുച്ഛഭാവമുള്ള ഒരു സുന്ദരിയായിരുന്നു അടുത്തത്. ഒരു മണ്ണിരയെന്നതുപോലെ നിർവികാരയായി അവരെന്നെ നോക്കി. ഇതെല്ലാം ഒരു തമാശയാണ് എന്ന മട്ടിൽ കുലുങ്ങിച്ചിരിക്കുകയായിരുന്നു ഏറ്റവും ഇളയവളായ മറ്റു 2 ഭാര്യമാർ. വിധി കാത്തുനിൽക്കവേ ഒരു യുഗം കടന്നുപോകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. മറ്റുള്ളവർ തീരുമാനിക്കട്ടെ എന്ന മട്ടിലായി ഓരോ സ്ത്രീയും. അവസാനം ഒരു തണുപ്പൻ മട്ടിൽ സിറ സംസാരിച്ചു തുടങ്ങി. ഷണ്ഡന്മാർ ഞങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ ഒട്ടകത്തെ പരിപാലിക്കുന്നവർ കുറവേയുള്ളൂ. ഉള്ളവർ തന്നെ ഒന്നിനും കൊള്ളാത്തവർ. പനി പിടിച്ചു കിടപ്പിലായ എന്റെ അമ്മയെ ഇന്നും ഞാൻ പോയി കാണേണ്ടതായിരുന്നു. പക്ഷേ എന്റെ ഒട്ടകത്തെ നയിക്കാൻ പറ്റിയ ഒരടിമ എനിക്കില്ല. ഈ അടിമയ്ക്ക് ഒട്ടകത്തെ നയിക്കാൻ അറിയാമോ എന്ന് ചോദിക്ക്. യജമാനൻ എന്നെ അപ്പോൾ ഇപ്രകാരം ചോദ്യം ചെയ്തു: ഒട്ടകങ്ങളെക്കുറിച്ച് നിനക്കെന്തറിയാം? ഉത്സാഹം മറച്ചുപിടിക്കാൻ വെമ്പിക്കൊണ്ട് ഞാൻ മറുപടി പറഞ്ഞു: അവയെ മുട്ടുകുത്തിക്കാൻ എനിക്കറിയാം. അവയുടെ പുറത്ത് ആളുകളെയും ചരക്കുകളെയും കയറ്റാനറിയാം. ക്ഷീണിപ്പിക്കാതെ അവയെ ദീർഘയാത്രയ്ക്ക് കൊണ്ടുപോകാൻ അറിയാം. ആവശ്യം വന്നാൽ അവയുടെ കടിഞ്ഞാണും ജീനിയും മറ്റും കേടുപോക്കാനും അറിയാം. അടിമ സംസാരിച്ചത് കേട്ടില്ലേ? യജമാനൻ പറഞ്ഞു: സിറ, നിനക്കതിഷ്ടമാണെങ്കിൽ ഈ അടിമയെ നിന്റെ ഒട്ടകക്കാരനായി എടുത്തോളൂ. അങ്ങനെ ഞാൻ സിറായ്ക്ക് നൽകപ്പെട്ടു. അന്നേ ദിവസം അവരെ ഒട്ടകപ്പുറത്തേറ്റി രോഗിണിയായ അമ്മയുടെ അടുത്തേക്ക് സുദീർഘയാത്ര തുടങ്ങി. യാത്രാവേളയിൽ ഞാൻ അവരോട് എന്നെ ആ പണിക്ക് ഏറ്റെടുത്തതിനെ പ്രതി നന്ദി പറഞ്ഞു. മാത്രമല്ല, ഞാൻ ജന്മം കൊണ്ട് അടിമയല്ലെന്നും ബാബിലോണിലെ ആദരണീയനായ ഒരു സ്വതന്ത്ര പൗരനായ ജീനി നിർമ്മാതാവിന്റെ മകനാണെന്നും വ്യക്തമാക്കി. എന്റെ കഥയുടെ നല്ലൊരു പങ്കും ഞാൻ അവരെ പറഞ്ഞു കേൾപ്പിച്ചു. നിരാശാജനകമായിരുന്നു അതിനോടുള്ള അവരുടെ പ്രതികരണങ്ങൾ. അവർ പറഞ്ഞവയെപ്പറ്റി പിന്നീട് ഞാൻ ഏറെ ചിന്തിക്കുകയുണ്ടായി. സ്വന്തം ദൗർബല്യങ്ങളാണ് നിന്നെ ഈ സ്ഥിതിയിലാക്കിയതെങ്കിൽ നിനക്കെങ്ങനെ സ്വയം ഒരു സ്വതന്ത്ര പൗരനെന്ന് വിളിക്കാനാകും? ഒരു മനുഷ്യന്റെ ഉള്ളിൽ അടിമയുടെ ആത്മാവാണുള്ളതെങ്കിൽ അവനങ്ങനെ ആയിത്തീരുകയില്ലേ? അവന്റെ ജന്മം എങ്ങനെയായിരുന്നാലും വെള്ളം അതിന്റെ സ്വാഭാവിക നിരപ്പ് കൈവരിക്കുന്നതുപോലെ ഒരു മനുഷ്യന്റെ ഉള്ളിൽ സ്വതന്ത്രന്റെ ആത്മാവാണുള്ളതെങ്കിൽ അവൻ എത്ര ദൗർഭാഗ്യമുണ്ടായാലും സ്വന്തം നഗരത്തിൽ അവൻ ബഹുമാനിക്കപ്പെടുകയും ആദരണീയനായിത്തീരുകയുമില്ലേ? 1 വർഷത്തിലധികം ഞാൻ ഒരടിമയായിരുന്നു. അടിമകളോടൊത്ത് ജീവിച്ചു. പക്ഷേ എനിക്ക് അവരിലൊരാളാകാൻ സാധിക്കില്ലായിരുന്നു. ഒരുനാൾ സിറ എന്നോട് ചോദിച്ചു: സായാഹ്നത്തിൽ അടിമകൾക്ക് പരസ്പരം സ്വൈരസല്ലാപം നടത്താമെന്നിരിക്കെ നീ മാത്രം നിന്റെ കൂടാരത്തിൽ തനിച്ചിരിക്കുന്നതെന്തേ? അതിനോട് ഞാൻ ഇങ്ങനെയാണ് പ്രതികരിച്ചത്: അവിടുന്ന് എന്നോട് പറഞ്ഞ കാര്യത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. എനിക്കൊരടിമയുടെ ആത്മാവാണോ ഉള്ളതെന്ന് ഞാൻ വിസ്മയിക്കുന്നു. എനിക്ക് അവരുമായി കൂട്ടുകൂടാനാകില്ല. എനിക്ക് തനിച്ചിരിക്കണം. ഞാനും തനിച്ചിരിക്കേണ്ടവളാണ്, അവർ വെളിപ്പെടുത്തി. വലിയ സ്ത്രീധനമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എന്റെ നാഥൻ എന്നെ വിവാഹം കഴിച്ചതും അതുകൊണ്ടുതന്നെ. മോഹിക്കപ്പെടാനാണ് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നത്. അതിനാലും മകനോ മകളോ ഇല്ലാത്ത വന്ധ്യയായതിനാലും ഞാനും തനിച്ചിരിക്കണം. ഞാനൊരു പുരുഷനായിരുന്നുവെങ്കിൽ അടിമയാകുന്നതിനു പകരം മരിച്ചേനെ. ഞങ്ങളുടെ ഗോത്രപാരമ്പര്യങ്ങൾ പ്രകാരം സ്ത്രീ അടിമയാക്കപ്പെടുന്നു. അവിടുന്ന് എന്നെപ്പറ്റി ഇപ്പോൾ എന്താണ് വിചാരിക്കുന്നത്? ഞാൻ പൊടുന്നനെ ചോദിച്ചു: എനിക്കൊരു പുരുഷന്റെ ആത്മാവാണോ അതോ അടിമയുടെ ആത്മാവാണോ ഉള്ളത്? ബാബിലോണിൽ നിനക്കുള്ള ന്യായമായ കടങ്ങൾ വീട്ടണമെന്ന ആഗ്രഹം നിനക്കുണ്ടോ? അവർ ആരാഞ്ഞു. അതെ, എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ യാതൊരു മാർഗവും ഞാൻ കാണുന്നില്ല. വർഷങ്ങൾ കടന്നുപോകാൻ നീ അനുവദിക്കുകയും കടം വീട്ടാൻ യാതൊരു ശ്രമവും നടത്താതിരിക്കുകയും ചെയ്താൽ നിനക്കുള്ളത് ഒരടിമയുടെ നിന്ദ്യമായ ആത്മാവായിരിക്കും. അല്ലാത്തപക്ഷം ഒരു മനുഷ്യനും സ്വയം ബഹുമാനിക്കാൻ കഴിയില്ല. ന്യായമായ കടങ്ങൾ വീട്ടാത്തവന് സ്വയം ബഹുമാനിക്കാൻ അറിയില്ല. എന്നാൽ സിറിയയിൽ അടിമയായിരിക്കുന്ന എനിക്ക് എന്തു ചെയ്യാൻ കഴിയും? ദുർബലനായ നീ സിറിയയിൽ അടിമയായി തന്നെ ജീവിക്കുക. ഞാൻ ദുർബലനല്ല. ശക്തമായൊരു പ്രതിഷേധം ഞാൻ നടത്തി. എന്നാൽ അത് തെളിയിക്കുക. എങ്ങനെ? നിങ്ങളുടെ രാജാവ് തന്റെ ശത്രുക്കളെ സകല രീതികളിലും തനിക്കുള്ള സർവ്വശക്തിയോടും കൂടി ആക്രമിക്കുന്നില്ലേ? നിന്റെ കടങ്ങൾ നിന്റെ ശത്രുക്കളാണ്. അവ നിന്നെ ബാബിലോണിൽ നിന്നും പലായനം ചെയ്യിച്ചു. നീ അവരെ വെറുതെ വിട്ടാൽ നീ നിമിത്തം അവർ അത്യന്തം ശക്തരായി ഒരു പുരുഷനെപ്പോലെ അവരോട് പോരടിച്ചിരുന്നുവെങ്കിൽ നിനക്കവരെ കീഴടക്കാനും നഗരവാസികളിലൊരാളായി ആദരണീയനായി ജീവിക്കാനും കഴിയുമായിരുന്നു. എന്നാൽ പോരടിക്കാനുള്ള ആത്മാവ് നിന്നിലില്ല. നോക്കൂ, സിറിയയിൽ ഒരു അടിമയാകുവോളം നിന്റെ ആത്മാഭിമാനം തകർന്നടിഞ്ഞുപോയി.
ആ സ്ത്രീയുടെ ദയാശൂന്യമായ കുറ്റാരോപണങ്ങളെപ്പറ്റി ഞാൻ ഒത്തിരി ചിന്തിച്ചു. ഹൃദയം കൊണ്ട് ഞാനൊരു അടിമയല്ലെന്ന് തെളിയിക്കാൻ ആത്മപ്രതിരോധപരമായ നിരവധി വാക്യങ്ങൾ ഞാൻ മനസ്സിൽ ഉരുവിട്ടു നോക്കി. പക്ഷേ അവ ഉപയോഗിക്കാൻ ഒരവസരം കിട്ടിയില്ലെന്നു മാത്രം. 3 ദിവസങ്ങൾക്കു ശേഷം സിറിയായുടെ പരിചാരിക എന്നെ യജമാനത്തിയുടെ അടുക്കൽ കൊണ്ടുചെന്നു. എന്റെ അമ്മയ്ക്ക് വീണ്ടും തീരെ സുഖമില്ലാതായി. അവർ പറഞ്ഞു, എന്റെ ഭർത്താവിന്റെ ഒട്ടകത്തിൽ നിന്ന് ഏറ്റവും നല്ല 2 വേഗം ജീനായിട്ടൊരുക്കൂ. ദീർഘയാത്രയ്ക്കു വേണ്ടി തോൽക്കുടങ്ങളിൽ വെള്ളമെടുക്കുക. ജീനി സഞ്ചികളും കെട്ടിവെക്കുക. വേലക്കാരി നിനക്ക് അടുക്കള കൂടാരത്തിൽ ആഹാരം തരും. പരിചാരിക തന്ന യാത്രാസാമഗ്രികളുടെ ധാരാളിത്തത്തിൽ വിസ്മയിച്ചുകൊണ്ട് ഞാൻ ഒട്ടകങ്ങളെ ഒരുക്കി. കാരണം 1 ദിവസത്തിൽ താഴെ യാത്രാദൂരമേ അമ്മ വീട്ടിലേക്കുണ്ടായിരുന്നുള്ളൂ. യജമാനത്തിയുടെ ഒട്ടകത്തെ ഞാൻ നയിക്കവേ ദാസി 2 ഒട്ടകപ്പുറത്തേറി പിന്നാലെ വന്നു. ഞങ്ങൾ അമ്മ വീട്ടിലെത്തിയപ്പോൾ ഇരുട്ട് വീണു തുടങ്ങുന്നേയുണ്ടായിരുന്നുള്ളൂ. ദാസിയെ പറഞ്ഞുവിട്ടിട്ട് സിറ എന്നോട് പറഞ്ഞു, ദബാസീർ, നിനക്കൊരു സ്വതന്ത്രന്റെ ആത്മാവാണോ ഉള്ളത്, അതോ അടിമയുടേതോ? സ്വതന്ത്രന്റെ ആത്മാവ്, ഞാൻ ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. എന്നാലിതാ അത് തെളിയിക്കാനുള്ള ഒരവസരം. നിന്റെ യജമാനൻ വല്ലാതെ മദ്യപിച്ച് ലക്കുകെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പരിചാരക പ്രമുഖർക്കും ലക്കില്ല. ഈ ഒട്ടകങ്ങളെയെടുത്ത് വേഗം രക്ഷപ്പെട്ടുകൊള്ളുക. ഈ സഞ്ചിയിൽ നിന്റെ യജമാനന്റെ അംഗവസ്ത്രങ്ങളാണുള്ളത്. അത് ധരിച്ച് വേഷപ്രച്ഛന്നനായി കൊള്ളുക. രോഗിണിയായ അമ്മയെ ഞാൻ സന്ദർശിക്കവേ നീ ഒട്ടകങ്ങളെയും മോഷ്ടിച്ച് ഓടിപ്പോയി എന്ന് ഞാൻ പറഞ്ഞുകൊള്ളാം. അങ്ങയ്ക്ക് ഒരു മഹാറാണിയുടെ ആത്മാവാണുള്ളത്. ഞാൻ അവരോട് പറഞ്ഞു, അങ്ങയ്ക്ക് സന്തോഷമുണ്ടാകുന്ന തരത്തിൽ ഞാൻ പ്രവർത്തിച്ചുകൊള്ളാം. സന്തോഷം, ആ സ്ത്രീ പറഞ്ഞു. വിദൂരദേശങ്ങളിൽ അപരിചിതർക്കിടയിൽ തിരയുന്ന ഒളിച്ചോട്ടക്കാരിയായ ഭാര്യയ്ക്കുള്ളതല്ല സന്തോഷം. നീ നിന്റെ വഴിക്ക് പോകുക. മരുഭൂമിയിലെ ദേവതകൾ നിന്നെ കാത്തുകൊള്ളട്ടെ. എന്തെന്നാൽ വഴി സുദീർഘവും ആഹാരനീഹാരാദികൾ ഇല്ലാത്തതുമാണ്. എനിക്ക് കൂടുതൽ പ്രേരണ വേണ്ടിയിരുന്നില്ല. അവർക്ക് ഊഷ്മളമായി നന്ദി പറഞ്ഞിട്ട് രാത്രിയുടെ മറവിലൂടെ പ്രയാണം തുടങ്ങി. അപരിചിതമായ ആ രാജ്യത്തെപ്പറ്റി എനിക്ക് യാതൊരറിവും ഉണ്ടായിരുന്നില്ല. ബാബിലോണിലേക്ക് പോകേണ്ട ദിശയെപ്പറ്റി ഒരേകദേശ ധാരണയെ ഉണ്ടായിരുന്നുള്ളതാനും. എങ്കിലും ഞാൻ ധീരതയോടെ മരുഭൂമിക്ക് കുറുകെ കുന്നുകൾ ലക്ഷ്യമാക്കി നടപ്പു തുടങ്ങി. ഒരൊട്ടകത്തിന്റെ പുറത്തേറി മറ്റേതിന്റെ കടിഞ്ഞാൺ കൈയിലേന്തിയായിരുന്നു യാത്ര. യജമാനന്റെ വസ്തുവകകൾ അപഹരിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അടിമകളെ കാത്തിരിക്കുന്ന ഭയങ്കരമായ ദുർവിധിയെക്കുറിച്ചുള്ള അറിവിനാൽ പ്രേരിതനായി ഞാൻ ആ രാത്രി മുഴുവനും പിറ്റേ ദിവസവും പ്രയാണം തുടർന്നു. അന്ന് സായാഹ്നത്തോടെ ഞാൻ മരുഭൂമിക്ക് സമാനമായ ജനവാസം സാധ്യമല്ലാത്ത ഒരു പ്രദേശത്തെത്തി. അവിടുത്തെ കൂർത്ത കല്ലുകൾ എന്റെ വിശ്വസ്തരായ ഒട്ടകങ്ങളുടെ പാദങ്ങളെ മുറിവേൽപ്പിച്ചതിനാൽ അവ വേദനയോടെ സാവകാശമാണ് തുടർന്നു നടന്നത്. ഒരു മനുഷ്യനെയോ മൃഗത്തെയോ എനിക്കവിടെ കാണാൻ കഴിഞ്ഞില്ല. ജനങ്ങൾ എന്തുകൊണ്ട് അവിടെ ഉപേക്ഷിച്ചു പോയി എന്നെനിക്ക് അതിവേഗം മനസ്സിലായി. അവിടം മുതൽ തുടങ്ങി ഒരു യാത്രയായിരുന്നു. അതേക്കുറിച്ച് പറഞ്ഞു തരാൻ മാത്രം മറ്റാരും ജീവിച്ചിരിപ്പുണ്ടാവില്ല. ഓരോ ദിവസവും ഞങ്ങൾ കഷ്ടപ്പെട്ട് തള്ളി നീക്കി. ആഹാരവും വെള്ളവും തീർന്നു. സൂര്യൻ കരുണയില്ലാതെ ചൂട് വർഷിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ 9-ാം ദിവസമായി. അന്ന് സായാഹ്നമായപ്പോഴേക്കും ഞാൻ തളർന്ന് ഒട്ടകപ്പുറത്തുനിന്നും വഴുതി വീണു. വീണ്ടും കയറാനാകും എന്ന പ്രതീക്ഷയില്ലാതെ. ഉപേക്ഷിക്കപ്പെട്ട ഈ ദേശത്ത് എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ മരണം തീർച്ചയാക്കി. നിലത്ത് നീണ്ടു നിവർന്ന് കിടക്കവേ ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് പ്രഭാതത്തിലെ ആദ്യ കിരണങ്ങൾ വീഴുവോളം ഞാൻ ഉണർന്നില്ല. ഞാൻ എഴുന്നേറ്റിരുന്നിട്ട് എന്നെ തന്നെ ഒന്ന് നോക്കി. പ്രഭാതത്തിലെ വായുവിന് നേരിയ തണുപ്പുണ്ടായിരുന്നു. എന്റെ ഒട്ടകങ്ങൾ അനാഥരെപ്പോലെ അധികം ദൂരെയല്ലാതെ കിടപ്പുണ്ട്. എനിക്ക് ചുറ്റുമായി പാറകളാലും മണലിനാലും മുൾപടർപ്പിനാലും മൂടപ്പെട്ട തകർന്നൊരു ദേശത്തിന്റെ വിശാലമായ അവശിഷ്ടങ്ങൾ മാത്രം. ജലത്തിന്റെ സൂചനകളില്ല. മനുഷ്യനോ ഒട്ടകങ്ങൾക്കോ തിന്നാൻ ഒന്നുമില്ല. സമാധാനപരമായ ഈ ശാന്തതയിലാകുമോ എന്റെ അന്ത്യം? മുമ്പത്തേക്കാളേറെ എന്റെ മനസ്സ് തെളിമയുള്ളതായി. എന്റെ ശരീരത്തിന് യാതൊരു പ്രാധാന്യവും ഉള്ളതായി തോന്നിയില്ല. ചതഞ്ഞ് ചോര കിനിയുന്ന എന്റെ ചുണ്ടുകൾ, വരണ്ട് വിങ്ങിയ നാവ്, കാലിയായ വയറ്, എല്ലാറ്റിലും നിന്ന് തലേന്നത്തെ അതിഭയങ്കരമായ പീഡകൾ വിട്ടൊഴിഞ്ഞിരിക്കുന്നു. അന്തമില്ലാത്ത അകലങ്ങളിലേക്ക് ഞാൻ നോക്കി. അപ്പോൾ പഴയ ചോദ്യം വീണ്ടും എന്റെ മനസ്സിലേക്ക് വന്നു. എന്നിലുള്ളത് അടിമയുടെ ആത്മാവോ
അതോ സ്വതന്ത്ര മനുഷ്യന്റെ ആത്മാവോ? അപ്പോൾ വളരെ വ്യക്തതയോടെ എനിക്കത് മനസ്സിലായി. എനിക്കൊരു അടിമയുടെ ആത്മാവായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ആ മരുഭൂമിയിൽ കിടന്ന് മരിക്കണമായിരുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരടിമയ്ക്ക് ചേർന്ന മരണം. പക്ഷേ എനിക്കൊരു സ്വതന്ത്ര മനുഷ്യന്റെ ആത്മാവാണുള്ളതെങ്കിലോ? തീർച്ചയായും ഞാൻ ബാബിലോണിൽ മടങ്ങിയെത്തണം. എന്നെ വിശ്വസിച്ചവർക്കുള്ള കടം വീട്ടണം. എന്നെ ശരിക്കും സ്നേഹിച്ച ഭാര്യയെ സന്തോഷവതിയാക്കണം. എന്റെ മാതാപിതാക്കൾക്ക് സംതൃപ്തിയേകണം. നിന്നെ ബാബിലോണിൽ നിന്ന് ഓടിച്ച ശത്രുക്കളാണ് നിന്റെ കടങ്ങൾ എന്ന് സിറ പറഞ്ഞിരുന്നു. അത് ശരിയാണ്. ഒരു മനുഷ്യനെപ്പോലെ ഞാൻ എന്തുകൊണ്ട് നിവർന്നു നിന്നില്ല? ഞാൻ എന്തുകൊണ്ട് എന്റെ ഭാര്യയെ അവളുടെ മാതാപിതാക്കളുടെ അടുക്കലേക്ക് മടങ്ങാൻ സമ്മതിച്ചു? അപ്പോൾ അസാധാരണമായൊരു സംഭവമുണ്ടായി. ഞാൻ അത്രയും കാലം ലോകത്തെ നോക്കിക്കണ്ടുകൊണ്ടിരുന്നത് രത്നപാളി നീങ്ങിപ്പോകുകയും ഞാൻ ലോകത്തെ പുതിയൊരു വർണ്ണത്തിൽ കണ്ടു തുടങ്ങുകയും ചെയ്തു. അവസാനം ജീവിതത്തിലെ യഥാർത്ഥ മൂല്യങ്ങൾ എനിക്ക് കാണാനായി. മരുഭൂമിയിൽ കിടന്ന് മരിക്കുക ഒരിക്കലുമില്ല. പുതിയൊരു ദർശനം. ഞാൻ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. ആദ്യം തന്നെ ഞാൻ ബാബിലോണിലേക്ക് തിരിച്ചുപോകും. എന്നിട്ട് എനിക്ക് കടം തന്നവരെ അഭിമുഖീകരിക്കും. വർഷങ്ങൾ നീണ്ട അലച്ചിലുകൾക്കും ദൗർഭാഗ്യങ്ങൾക്കുമൊടുവിൽ ദേവന്മാർ അനുവദിക്കുന്നത്ര വേഗത്തിൽ കടങ്ങൾ വീട്ടിത്തീർക്കാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് അവരോട് പറയും. അടുത്തതായി ഭാര്യയ്ക്കുവേണ്ടി ഞാനൊരു ഭവനം നിർമ്മിക്കും. എന്നിട്ട് എന്റെ മാതാപിതാക്കൾക്ക് അഭിമാനം തോന്നത്തക്ക വിധമുള്ള ഒരു പൗരനായിത്തീരും. എന്റെ കടങ്ങൾ എന്റെ ശത്രുക്കളായിരുന്നു. പക്ഷേ എന്നെ വിശ്വസിച്ച് അവ തന്നവരോ എന്റെ മിത്രങ്ങളും. എന്തെന്നാൽ അവരെന്നിൽ ആശ്രയമർപ്പിച്ചിരുന്നു. ഞാനൊരു കണക്കിന് എന്റെ കാലുകളിൽ എഴുന്നേറ്റു നിന്നു. വിശപ്പായാൽ എന്ത്, ദാഹിച്ചാൽ എന്ത്? ബാബിലോണിയയിലേക്കുള്ള പാതയിലെ സംഭവങ്ങളാണവ. ശത്രുക്കളെ കീഴടക്കി മിത്രങ്ങൾക്ക് പാരിതോഷികം കൊടുക്കാൻ വേണ്ടി മടങ്ങിപ്പോകുന്ന ഒരു സ്വതന്ത്ര മനുഷ്യന്റെ ആത്മാവ് എന്നിൽ ഇരമ്പിയുണർന്നു. മഹത്തായൊരു നിശ്ചയദാർഢ്യത്തിന്റെ ലഹരി അനുഭവിക്കുകയായിരുന്നു ഞാൻ. എന്റെ ചിലമ്പിച്ച ശബ്ദത്തിലെ പുതിയ ഉണർവിൽ എന്റെ ഒട്ടകങ്ങളുടെ നിർജീവമായ കണ്ണുകൾ പുതിയ പ്രകാശത്തിൽ തിളങ്ങി. വളരെ കഷ്ടപ്പെട്ട് നിരവധി ശ്രമങ്ങൾ നടത്തിയ ശേഷം അവയും സ്വന്തം കാലിൽ എഴുന്നേറ്റു നിന്നു. വേദനാജനകമായ സ്ഥിരപരിശ്രമത്തോടെ. ബാബിലോണിലേക്ക് നയിക്കുമെന്ന് എന്റെ ഉള്ളിൽ ആരോ പറഞ്ഞ ഉത്തരദിക്കിലേക്ക് അവർ ക്ലേശിച്ചു നീങ്ങി. ഞങ്ങൾ വെള്ളം കണ്ടെത്തി. പുല്ലും പഴങ്ങളുമുള്ള കൂടുതൽ ഫലഭൂയിഷ്ഠമായൊരു നാട്ടിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. ബാബിലോണിലേക്കുള്ള പാത ഞങ്ങൾ കണ്ടെത്തി. എന്തെന്നാൽ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളുടെ ഒരു ശ്രേണിയായി ജീവിതത്തെ കാണുകയും അവയെ പരിഹരിക്കുകയും ചെയ്യുന്നവനാണ് ഒരു സ്വതന്ത്ര മനുഷ്യന്റെ ആത്മാവ്. അതേസമയം അടിമയുടെ ആത്മാവാകട്ടെ ഇപ്രകാരം വിലപിക്കുന്നു: കേവലമൊരടിമയായ എനിക്ക് എന്തു ചെയ്യാനാകും? നിന്റെ കാര്യമോ തർക്കാത്, കാലിയായ നിന്റെ വയർ നിന്റെ ശിരസ്സിനെ പൂർവാധികം തെളിച്ചമുള്ളതാക്കുന്നതില്ലയോ? സ്വാഭിമാനത്തിലേക്ക് തിരികെ നയിക്കുന്ന പാതയിലേക്ക് കടക്കാൻ നീ സജ്ജനായോ? നീ ലോകത്തെ അതിന്റെ ശരിയായ നിറത്തിൽ കാണാൻ തുടങ്ങിയോ? നിന്റെ ശരിയായ കടങ്ങൾ വീട്ടാനുള്ള ആഗ്രഹം നിന്നിലുണ്ടായോ? അതെത്ര തന്നെ അധികമായിരുന്നാലും അങ്ങനെ ബാബിലോണിൽ ആദരിക്കപ്പെടുന്ന ഒരാളായി വീണ്ടും മാറണ്ടേ? ആ യുവാവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവർ ഉണർവോടെ തന്റെ കാൽമുട്ടുകളിൽ എഴുന്നേറ്റു നിന്നു. താങ്കൾ എനിക്കൊരു നവദർശനം തന്നു. എന്നിൽ ഒരു സ്വതന്ത്ര മനുഷ്യന്റെ ആത്മാവ് ഉയർത്തെഴുന്നേൽക്കുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ തിരിച്ചെത്തിയ ശേഷം എന്തായിരുന്നു താങ്കളുടെ സ്ഥിതി? രസം പിടിച്ച ഒരു ശ്രോതാവ് ചോദിച്ചു. നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ഒരു പോക്കുവഴി കണ്ടെത്താനാകും. ദബാസീർ മറുപടി പറഞ്ഞു. എനിക്ക് നിശ്ചയദാർഢ്യം കിട്ടി. അതിനാൽ ഒരു വഴി കണ്ടെത്താൻ ഞാൻ ഇറങ്ങിപ്പുറപ്പെട്ടു. ആദ്യമേ തന്നെ എനിക്ക് കടം തന്നവരെ പോയി കണ്ട് വീട്ടിൽ കഴിവുണ്ടാകുന്നതുവരെ അവധി തരണമെന്ന് അപേക്ഷിക്കുകയാണ് ചെയ്തത്. മിക്കവരും വളരെ ഹൃദയപൂർവ്വം അത് സ്വീകരിച്ചു. കുറെ പേർ എന്നെ നിന്ദിക്കുകയുമുണ്ടായി. പക്ഷേ മറ്റുള്ളവർ സഹായ വാഗ്ദാനം ചെയ്തു. ശരിക്കും വേണ്ട സഹായം ഒരാളിൽ നിന്നും കിട്ടുകയുമുണ്ടായി. സ്വർണപ്പലിശക്കാരനായ മാത്തോണായിരുന്നു അത്. സിറിയയിൽ ഒട്ടകപരിപാലനമായിരുന്നു എന്റെ തൊഴിലെന്നു മനസ്സിലാക്കിയ അദ്ദേഹം മഹത്തായ പര്യവേക്ഷണത്തിനായി നല്ല നിരവധി ഒട്ടകക്കൂട്ടങ്ങളെ വാങ്ങാൻ നമ്മുടെ നല്ലവനായ മഹാരാജാവിനാൽ ശട്ടം കെട്ടപ്പെട്ടിരുന്ന വൃദ്ധൻ നെബാത്തൂറിന്റെ പക്കലേക്ക് എന്നെ അയച്ചു.
ഒട്ടകങ്ങളെക്കുറിച്ചുള്ള എന്റെ അറിവ് അദ്ദേഹത്തിന്റെ പക്കൽ ഞാൻ നല്ലവണ്ണം ഉപയോഗിക്കുകയുമുണ്ടായി. ക്രമേണ എന്റെ കടങ്ങളിലെ ഓരോ ചെമ്പുതൊട്ടും വെള്ളിക്കാശും വീട്ടാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ അവസാനം പൗരന്മാർക്കിടയിൽ സമാദരണീയനായ വ്യക്തിയാണെന്ന് സ്വയം തോന്നിക്കുമാറ് തല ഉയർത്തിപ്പിടിച്ചു നടക്കാൻ ഞാൻ പ്രാപ്തനായി. ദബാസീർ വീണ്ടും തന്റെ ഭക്ഷണത്തിലേക്ക് തിരിഞ്ഞു. കൗസ്കർ, താനൊരു ഒച്ചിനെപ്പോലെയാണ്. അടുക്കളയിൽ കേൾക്കും വിധം അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ആഹാരം തണുത്തുപോയി. കനലിൽ നിന്നും പുതിയ മാംസം ഇനിയും എനിക്ക് വേണം. എന്റെ പഴയ സുഹൃത്തിന്റെ പുത്രൻ തർക്കാദിനായി വളരെ വലിയൊരു മാംസകഷ്ണവും കൊണ്ടുവാ. വിശന്നിരിക്കുന്ന അവൻ എന്നോടൊപ്പം ഭക്ഷിക്കട്ടെ. പഴയ ബാബിലോണിലെ ഒട്ടക കച്ചവടക്കാരനായ ദബാസീറിന്റെ കഥ പറച്ചിൽ ഇങ്ങനെ പര്യവസാനിച്ചു. വലിയൊരു സത്യം തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം സ്വന്തം ആത്മാവിനെ കണ്ടെത്തി. തന്റെ കാലത്തിനും ഏറെ മുൻപ് വിവേകശാലികൾക്ക് അറിവുണ്ടായിരുന്നതും ഉപയോഗിച്ചിരുന്നതുമായ സത്യമായിരുന്നു അത്. എല്ലാ കാലഘട്ടങ്ങളിലും അത് മനുഷ്യരെ ക്ലേശങ്ങളിൽ നിന്നും കരകയറ്റുകയും വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ മാന്ത്രിക ശക്തി തിരിച്ചറിയാനുള്ള ജ്ഞാനമുള്ളവരെ ഇനിയും അത് അങ്ങനെ തന്നെ നയിക്കും. ഈ വരികൾ വായിക്കുന്ന ഏതൊരാൾക്കും വേണ്ടിയുള്ളതാണ് ഇത്. ദൃഢനിശ്ചയം എവിടെയുണ്ടോ അവിടെ ഒരു പോക്കുവഴി കണ്ടെത്താനാകും. മോട്ടിവേഷൻ ട്രെയിനേഴ്സിന്റെ ഹാൻഡ്ബുക്ക് അഥവാ കൈപുസ്തകം എന്നാണ് ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ എന്ന ഗ്രന്ഥം അറിയപ്പെടുന്നത്. ഇതിലെ കഥകൾ, തന്ത്രങ്ങൾ, മോറൽ വാല്യൂസ് തുടങ്ങിയവ നിങ്ങൾക്കും പിന്തുടർന്ന് വിജയത്തിലെത്തിച്ചേരുവാൻ സാധിക്കും. ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ എന്ന വിശ്വവിഖ്യാത മോട്ടിവേഷൻ ഗ്രന്ഥത്തിന്റെ ഓഡിയോ സംഗ്രഹം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.